സുബ്രഹ്മണ്യന്റെ പേരാണ് ഗുഹൻ. നമുക്ക് എല്ലാവർക്കും അറിയാം സുബ്രഹ്മണ്യൻ. സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത് ആ ഒരു എന്താ പറയുക 6 മുഖമുള്ള, നമ്മൾ അറിഞ്ഞു, ശിവ ചൈതന്യം നിറഞ്ഞ 6 മുഖന്റെ പേരാണ് ഗുഹൻ. അപ്പൊ ഗുഹ്യമായത് എന്നതിന് അർത്ഥമുണ്ട്. ഗോപ്യമായിട്ട് വച്ചിരിക്കുന്നത്, ഗോപനം ചെയ്ത് വച്ചിരിക്കുന്നത് എന്നൊക്കെ അതിന് അർത്ഥമുണ്ട്. ഗുഹ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് എല്ലാവർക്കും അറിയാം. ഗുഹ എന്ന് പറഞ്ഞാല് അധികം ആരും പ്രവേശിക്കാത്ത സ്ഥലം. നമ്മൾ എന്താ ഗുഹയ്ക്കകത്ത് പോയിരിക്കുന്നു, അതായത് ഏകാന്തമായിട്ടുള്ള സ്ഥലം. ഏകാന്തമായിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമായിട്ടിരിക്കുന്നു, ഞാനും എന്റെ സ്വരൂപവുമായിട്ടിരിക്കുന്ന സ്ഥലം, അതാണ് ഗുഹ. നമ്മള് ഹിമാലയത്തിലെ ഗുഹ മുഖങ്ങളിൽ, ഗുഹയ്ക്കകത്തൊക്കെ ഒരുപാട് സന്യാസിമാരിയിരിക്കുന്നു, സംന്യാസം ചെയ്തവര്, തന്റെ ഋഷികങ്ങളെ നിയന്ത്രിച്ച് തന്റെ ഈ പറഞ്ഞ പ്രാപഞ്ചിക സുഖങ്ങളിൽ നിന്ന് വേറിട്ട് താനുമായിട്ട് രമിച്ചിരിക്കുന്നവരാണ് ഈ ഗുഹയിലിരിക്കുന്ന സന്യാസിമാർ അല്ലെങ്കിൽ ഋഷിമുനിമാര്. അപ്പോ എന്താ, നമ്മൾ രമണ മഹർഷിയോട് ചോദിച്ചു, ഹൂ ആം ഐ, ആരാണ് ഞാൻ, ആരാണെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം എന്താ പറഞ്ഞ, ഹൃദയ കുഹരമധ്യേ കേവലം ബ്രഹ്മ മാത്രം ഹി അഹം അഹമിതി സാക്ഷാത് ആത്മരൂപേണ ഭാതി ഹൃദി വിശ മനസാസ്വം ചിന്വതാ മജ്ജതാവാം പവനചലന രോധാത് ആത്മനിഷ്ഠോ ഭവത്വം. നീ ആരാണെന്ന് നീ ചോദിക്കണില്ലേ, നീ ഒരു കാര്യം ചെയ്യ, ഒരു കിണറ്റിലോട്ട് എടുത്ത് ചാടണം. ഏത് കിണറ്? നിന്റെ ഹൃദയ ഗുഹയാകുന്ന കിണറ്റില്. അവിടെ ചാടിയിട്ട് എന്ത് ചെയ്യണം? ആ ചിന്വതാ മജ്ജത, അവിടെ നീ താഴ്ന്ന് 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 ഒരുപാട് താഴ്ചയിലോട്ട് നീ പോണം. അവിടെ എന്ത് ചെയ്യും? അവിടെ നീ നിന്റെ സ്വരൂപത്തെ കണ്ടെത്തും. ചിന്വതാ മജ്ജ പവനചലന, അവിടെ കാറ്റില്ല, വെളിച്ചമില്ല, പവന ചലന രോധ, അവിടെ പവനന്റെ കാറ്റിന്റെ ഒരു ചലനം പോലും ഇല്ലാത്ത നിശ്ചലാവസ്ഥ. അത് തന്നെ സാക്ഷാൽ പരശിവ തത്വം. ആ തത്വത്തിൽ എന്താ നമ്മൾ പറഞ്ഞു, ആ ശിവോഹം ശിവോഹം എന്ന് പറയുമ്പോഴത്തേക്ക് ആ ശിവൻ ആരാണ്? നിർവികൽപ്പം, നിരാകാരം, ഓങ്കാര ബ്രഹ്മം, ഗുണാതീതം, അവ്യക്തം, ഏകം തുരീയം. ആ ഒരു ഏകമായിട്ടുള്ള വസ്തു. അവിടെ കാറ്റില്ല. നമ്മുടെ ആജ്ഞാചക്രത്തിന് മേളിലോട്ട്, കൈലാസത്തിന്റെ മേളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പറയുന്നു നാദം അവസാനിക്കുന്നു, നാദത്തിന്റെ ചലനങ്ങൾ അവസാനിക്കുന്നു, ശബ്ദങ്ങളില്ല, നിശബ്ദദേശം. അവിടെയാണ് ശിവപാർവതിമാര് ആനന്ദമായിട്ടിരിക്കുന്നത്. ബിക്കോസ് അവർക്ക് ബാക്കിയുള്ള ബാഹ്യ പ്രപഞ്ചത്തിൽ നിന്ന് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ലാതെ അവരെപ്പോഴും എന്താ, യോഗത്തിലിരിക്കുക. എന്താ ഈ ബാഹ്യ സംസാരം എന്ന് പറയുന്നത്, അവിടെ നിന്ന് വരുന്ന ചലനങ്ങളും സംസാരങ്ങളും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കയറി നമ്മുടെ മനസ്സിനെ മതിപ്പിക്കും. അതൊന്നുമില്ലാത്ത ഏകാന്തമായിട്ടുള്ള ആ ഒരു പർവ്വത സാനുക്കളില് ഐസ്, അതായത് അവർക്ക് അവിടെ സന്തോഷമായിട്ടിരിക്കുക. എന്താ അവിടെ ഈ ഐസിന്റെ മധ്യത്തിൽ എങ്ങനെയാ ശിവൻ ഇരിക്കണം? നമ്മൾ കണ്ടു, കൈലാസത്തിന്റെ പടികൾ പോലും ഐസ് കൊണ്ട് നിറഞ്ഞിരിക്കുക. ആ ഉള്ളിലുള്ള ചിദഗ്നി, ആ ഒരു അകത്തു നിന്നുള്ള ജ്വാലകള് എപ്പോഴും അവിടെ പ്രതീകമായിട്ട്, ആ ഒരു വെളിയിൽ കത്തിച്ചു വച്ചിരിക്കുന്ന വിളക്ക് പോലെ അവരുടെ ഉള്ളില് ചിദഗ്നിയുടെ ചൂട്, ആ ശിവപാർവതിമാരുടെ ഉള്ളിലുള്ള അത് നമ്മള് ചിന്താമണി ഗ്രഹത്തിൽ കാണുന്നുണ്ട്. അവര് എന്താ പറയുക, അഗ്നികോണില്, ചിദഗ്നി കുണ്ടത്തില് നിത്യ ഹോതാക്കളെ ഇരിക്കുക. അപ്പൊ എന്താ ഈ ഹോതാക്കൾ എന്ന് പറയാ? തന്റെ തത്വങ്ങൾ, അതായത് 36 തത്വമായിട്ടിരിക്കുന്ന സൃഷ്ട പ്രപഞ്ചമാകുന്നതിന് അവര് ചിദഗ്നിയിൽ ആ ജ്ഞാനത്തിനെ ഹോമിച്ചിരിക്കുക. അവിടെ എന്താ ഹോമിക്കുക എന്ന് പറഞ്ഞാൽ ആ ബോധത്തിൽ നിന്ന് വിട്ടു നിൽക്കുക. അവരുണ്ടാക്കുന്ന സൃഷ്ടപ്രപഞ്ചം 36 തത്വങ്ങളിലൂടെ പ്രപഞ്ചബോധമായി പരിണമിക്കുമ്പോൾ ശിവതത്വം നമ്മൾ ഓരോരുത്തരുമായിട്ടുള്ള ജീവനായിട്ട് തീരുന്നു. ആ ശിവതത്വത്തിൽ ഇരിക്കുന്നു. ആ ശിവതത്വത്തെ മറന്ന് നമ്മൾ പ്രപഞ്ചത്തിലെ ജീവനായിട്ട് ഓരോ ജന്തുക്കളായിട്ട് ജീവിച്ചിട്ട് ഈ ശരീരം, പഞ്ചഭൂതാത്മകമായിട്ടുള്ള ഈ ശരീരം, ആ മനസ്സ്, ബുദ്ധി, അന്ധകരണമാകുന്ന 16 തത്വങ്ങള്, 24 തത്വങ്ങൾ എന്ന് പറയാം, 36 തത്വങ്ങളും, ഇതെല്ലാം ഒന്ന് തന്നെ. ഓരോന്നിന്റെയും ആ ഒരു സബ് ഡിവിഷൻ വരുമ്പോഴേ എണ്ണം കൂടുന്നു എന്നേ ഉള്ളൂ. ഇതെല്ലാം ശൈവ സിദ്ധാന്തത്തില് 36 തത്വങ്ങൾ, ദേവീ തത്വത്തിൽ 24 തത്വങ്ങൾ, എങ്ങനെ വേണമെങ്കിലും പറയാം. അതാണ് ഏകാവിംശതി എന്നൊക്കെ നമ്മൾ പറയുന്നത്. ആ ഒരു തത്വങ്ങളിലൂടെ ഞാനായി തീർന്ന ശിവൻ ഞാനായി തീർന്നു. നമ്മള് എന്താ ആ നിത്യ ഹോതാക്കൾ എന്ന് പറഞ്ഞാൽ അവർക്ക് അനുഗ്രഹം, സൃഷ്ടിസ്ഥിതി സംഹാരം മാത്രം പോരാ, അവർക്ക് തിരോധാനവും അനുഗ്രഹവും കൂടെ ചെയ്തേ പറ്റൂ. ഈ പറഞ്ഞ ജീവൻ, ഈ ശിവനായിരിക്കുന്ന ജീവൻ എന്ത് ചെയ്തു? ശരീരമാകുന്ന കൂട് ഉപേക്ഷിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നു, ഞാൻ ഇതല്ലായിരുന്നു, എന്തൊക്കെയാണോ ഞാനെന്ന് വിചാരിച്ചിരുന്നത്, എന്റെ ഈ ശരീരവും ഈ പ്രപഞ്ചവും എന്താ നശ്വരമാണ്, ഇത് വിട്ടുപോകുന്ന ജീവൻ വീണ്ടും ശിവനിലേക്കുള്ള പ്രയാണം തുടങ്ങുകയാണ്. അപ്പൊ അവിടെയാണ് നമ്മൾ തിരോധാനം. അവിടെ നമ്മൾ എവിടെയാണെന്ന് കുറെ കാലത്തേക്ക് നമുക്ക് അറിയില്ല. ഈ ശരീരം വിട്ടുപോകുമ്പോൾ നമ്മളൊരു എന്താ പറയാ, മായ തിരശീലയ്ക്ക് പുറകിലോട്ട് നമ്മൾ പോവുകയാണ്. എവിടെയോ അജ്ഞാനമാണ്, അവിടെ നമുക്ക് ഒരിക്കലും പ്രവേശിക്കാൻ പറ്റുന്നില്ല. അത് യമന്റെ സ്ഥലമാണോ, നമുക്കെന്താ അവിടെ ഒരു മാറ്റം വരികയാണോ, നമ്മുടെ പാപത്തെ ക്ഷയിപ്പിക്കുകയാണോ, അവിടെ എന്താണ് നടക്കണം നമുക്കറിയില്ല. പക്ഷെ അമ്മയാണ് അവിടുത്തെ ഭരണാധികാരി എന്ന് മാത്രമേ നമുക്കറിയൂ. നമ്മുടെ ഒരാൾ ഇരിക്കുന്നിടത്ത് നമ്മൾ എന്തിനാ പേടിക്കുന്നത്? അവിടെ എന്തോ മാറ്റം വരട്ടെ.
നമുക്ക് എപ്പോഴും പറയില്ലേ, ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും ഇല്ലെങ്കിൽ ഏത് ഓഫീസിൽ ചെന്നാലും ഏത് ഹയർ അതോറിറ്റിയെ കാണാൻ ചെന്നാലും നമ്മൾ പറയും എന്റെ ഒരാൾ അവിടെയുണ്ട്, എനിക്ക് പെട്ടെന്ന് കാര്യം നടക്കും. അതുപോലെ നമുക്ക് ദേവി ഉണ്ടെങ്കിൽ ഈ തിരോധാനം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്തിനാ പേടിക്കുന്നത്? അവിടെയാണ് മാറ്റങ്ങൾ വരേണ്ട സമയം, അവിടെയാണ് പാപപുണ്യങ്ങൾക്ക് വിധി കൽപ്പിക്കുന്ന സമയം. ആ മാറ്റങ്ങൾ വന്നതിന് ശേഷം എന്താ? പിന്നെയാണ് അനുഗ്രഹം. ഏത് ജീവനായിട്ട് ഈ ജീവൻ ഇനി ഏത് രൂപമെടുത്ത് ഏത് ഉടുപ്പിട്ട് വരണം എന്നുള്ളത് ആ അനുഗ്രഹത്തിന്റെ തീരുമാനിക്കും. ബിക്കോസ് അത് പാപപുണ്യങ്ങളെ ബേസ് ചെയ്ത് തന്നെയാണ് വരുന്നത്. പക്ഷേ നമുക്ക് ദേവിയുടെ അനുഗ്രഹം എന്നുള്ള ഒരെണ്ണം തീർച്ചയായിട്ടും കാണും. ആ അനുഗ്രഹത്തിന് പാത്രീഭൂതരാവാനാണ് നമ്മൾ ആയിരക്കണക്കിന് കോടിക്കണക്കിന് ഈ പറഞ്ഞ ജീവജാലങ്ങൾ ഉള്ളതിൽ നമ്മൾ എന്താ ദേവിയെ ആശ്രയിക്കുന്നത്? നമുക്ക് അനുഗ്രഹം വേണം. ആ ഒരു അറിഞ്ഞുകൂടാത്ത അവ്യക്തമായിട്ടുള്ള സ്റ്റേറ്റില്, ഒരു ഈതറിക് സ്റ്റേറ്റിൽ, ഒരു ചെറിയ അമീബയുടെ അത്രയും പോലും ഒരു ഈ പറഞ്ഞ കൊറോണ വൈറസിനെക്കാളും ചെറുതായിരിക്കുന്ന ഒരു ആത്മതത്വമായിട്ടിരിക്കുന്ന നമ്മള് നമുക്ക് എന്താണ് അവിടെ സംഭവിക്കുന്നത്? എന്ത് രൂപാന്തരമാണ് വരുന്നത്? നമുക്കറിയില്ല. അറിയുന്ന ഒരാളുണ്ട്, ആ ആളിനെ ശരണാഗതി ചെയ്താല് ആ അമ്മ വേണ്ടത് ചെയ്തോളും. അമ്മയ്ക്കറിയാം അമ്മയുടെ ആയിട്ട് അടുപ്പമുള്ളവരെ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പൊ അവരെന്തിനാ ചിതഗ്നി കുണ്ടത്തിൽ ഹോമിക്കുന്നത്? തിരിച്ച് അവിടെ നിന്ന് അനുഗ്രഹ ഭാവത്തില് ഈ പറഞ്ഞ സൃഷ്ടപ്രപഞ്ചത്തിൽ വരണം. ആ ജീവൻ വീണ്ടും വരികയാണ്. ഈ ശിവൻ ജീവനായിട്ട് വരിക. അപ്പൊ അതിനുവേണ്ടി അവർ നിത്യ ഹോതാക്കളായിരിക്കണം. എന്നാണ് പ്രപഞ്ചം നിൽക്കുന്നത്, അപ്പൊ മാത്രമേ ഈ പറഞ്ഞ ചിതഗ്നികുണ്ടം അവിടെ അണയുള്ളൂ. ചിത്താകുന്ന അഗ്നികുണ്ടം. ചിത്തം എന്ന് പറഞ്ഞാൽ മനസ്സ്. ആ മനസ്സാകുന്ന, നമ്മൾ എപ്പോഴും ആലോചിക്കണം, എല്ലാത്തിന്റെയും ബേസ് ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട് മനസ്സാണ്. അപ്പോ ഈ രമണ മഹർഷി പറഞ്ഞ പോലെ എവിടെയാണ് നീ ആരാണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം? നിന്റെ ഹൃദയ കുഹരമധ്യേ, കുഹരം എന്ന് പറഞ്ഞാൽ ഗുഹ, ആ ഗുഹയ്ക്കകത്ത് നീ എന്ത് ചെയ്യണം? അതിനകത്ത് പോയി പവന ചലന രോധാ, ആ പവനത്തിന്റെ കാറ്റും വെളിച്ചവും ഇല്ലാത്ത അതിനെല്ലാം നിയന്ത്രിച്ചുകൊണ്ട്, അതായത് തന്റെ പ്രാണനെ നിയന്ത്രിച്ചുകൊണ്ട്, ഏതില് യമനിയമാദികളിലൂടെ ശ്വാസോച്ഛ്വാസത്തിലൂടെ ഏതിലോ ആവട്ടെ നിയന്ത്രിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? അവന് ആത്മനിഷ്ഠോ ഭവത്വം, നീ ആത്മാവില് നിഷ്ഠയായിട്ട് അവിടെ ഇരിക്കൂ. എന്താ ഹനുമാൻ ഇരിക്കുന്ന? ഈ പറഞ്ഞ സുന്ദരകാന്ഡം എന്ന് പറയുന്ന മുഴുവനും ഒരു സാധകന്റെ തത്വങ്ങളാണ്. നമുക്ക് എന്താ പറയുക, ഈ മെയിൻ കഥാപാത്രം അവിടെ ഇല്ല. രാമൻ എന്ന് പറയുന്ന വ്യക്തിത്വം, അദ്ദേഹം ഈ പറഞ്ഞ രാമായണത്തിൽ എല്ലാ കാണ്ഡങ്ങളിലും നിറഞ്ഞു നിൽക്കണമെങ്കിൽ സുന്ദരകാന്ഡം എന്തുകൊണ്ടാ ഈ സുന്ദരകാന്ഡത്തിന് ഇത്രയും പ്രാധാന്യം? നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ എന്താ പറയുക സാധിക്കാൻ വായിക്കാൻ പറയുന്നുണ്ട്. ആ സുന്ദരൻ എന്താണ്? ഈ സുന്ദരകാന്ഡം നമ്മുടെ വിചാരം ആ ഒരു വൃത്തം കൊണ്ടാണ്, നല്ല ഭംഗിയാണ്, ഇല്ലെങ്കിൽ സീതയെ കണ്ടെത്തുന്നതാണ്. അല്ല, ഈ സുന്ദരകാന്ഡത്തിലെ ഓരോ വരിയും സാധകനുള്ള തത്വങ്ങൾ നിറഞ്ഞതാണ്. ആ ഹനുമാൻ എന്ന് പറയുന്ന ഒരു മഹാശക്തി, പ്രപഞ്ചശക്തി, ആ പ്രപഞ്ചശക്തി പ്രാണനായിട്ട് നിന്ന ഒരു സാധകനെ തന്റെ മൂലാധാരത്തിൽ നിന്ന് എങ്ങനെ സഹസ്രാരത്തിൽ എത്തിക്കുന്നു എന്നുള്ള ഒരു മഹത്തത്വമാണ് സുന്ദരകാന്ഡം. നമ്മള് സുന്ദരകാന്ഡം വായിക്കുന്നത് നിസ്സാരമായിട്ട് ജോലി കിട്ടാനും കുഞ്ഞുങ്ങളൊക്കെ എന്താ കല്യാണം കഴിഞ്ഞവർക്ക് ഗർഭം ഉണ്ടാവാനും കേസുകൾ വിജയിക്കാനാണ് ഹനുമാനെ കാണുന്നത്. ഈ ഹനുമത് ശക്തി എന്താ? ഈ നിസാരമായിട്ടുള്ള കാര്യങ്ങൾക്കുള്ളതാണോ? ഈ രാമകാര്യത്തിന് വേണ്ടി തന്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച ഹനുമാനെ സുന്ദരകാന്ഡത്തിൽ തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ കാണുകയാണ്. അപ്പൊ അവിടെ രാമനില്ല. അപ്പൊ നമുക്ക് ചോദിക്കാം, സുന്ദരകാന്ഡം വായിച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് അനുഗ്രഹം കിട്ടുന്നത്? സുന്ദരകാന്ഡത്തിൽ സുന്ദരനായിട്ട് നിൽക്കുന്ന, ദൂതനായിട്ട് നിൽക്കുന്ന ഹനുമാൻ ആരെ തമ്മിൽ ഘടിപ്പിക്കുന്നു? ഈ പറഞ്ഞ നഷ്ടപ്പെട്ടു പോയ മനസ്സാകുന്ന സീതാദേവിയെ അന്വേഷിച്ച് കണ്ടെത്തുകയാണ്. നമ്മുടെ സീതാദേവി എവിടെയാ? നമ്മുടെ മനസ്സാകുന്ന സീതാദേവി ഇന്ന് മൂലാധാരത്തിൽ അടച്ച് പെട്ടിക്കകത്ത് കിടക്കുക. അതിനെ കണ്ടെത്താൻ നമുക്ക് പറ്റുന്നില്ല. ആ കണ്ടെത്താനാണ് ഒരു സാധകൻ സാധനയിൽ പ്രവേശിക്കുന്നത്. ആ രാമതത്വത്തിൽ കൊണ്ട് എത്തിക്കണം, ശിവതത്വത്തിൽ കൊണ്ട് എത്തിക്കണം. അത് നമുക്ക് പറ്റുന്നില്ല. നമുക്ക് അനുഭവം കിട്ടുന്നില്ല. വി ആർ നോട്ട് കണക്റ്റഡ് ടു ഇറ്റ്. അതെന്താ കാരണം? ഈ ഇന്ദ്രിയങ്ങളും നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ആ പറഞ്ഞ പാപകർമ്മങ്ങളും അതിൻ്റെതായിട്ടുള്ള അനുഭവങ്ങളും എല്ലാമാണ് നമുക്ക് അവിടെ എത്താത്തത്. അപ്പൊ സുന്ദരകാന്ഡം സുന്ദരമാവാൻ കാരണം എന്താ? നമുക്ക് ആഗ്രഹ സാഫല്യം വരുന്നുണ്ട്. ഒരു മനുഷ്യന്റെ, ഒരു മുമുക്ഷുവിന്റെ ലക്ഷ്യം എന്താ? തന്റെ മനസ്സിനെ ബുദ്ധിയിൽ ഘടിപ്പിക്കുക, ഇല്ലെങ്കിൽ തന്റെ ജീവാത്മാവിനെ പരമാത്മാവിൽ ഘടിപ്പിച്ചിട്ട് തന്റെ മരണഭയത്തിൽ നിന്ന് ഒഴിവാകുക. അതാണ് സുന്ദരകാന്ഡം. അതിന് വടമാലയും ചാർത്തി വെറ്റിലമാലയും ചാർത്തി ഭഗവാൻ അഭിഷേകവും ചെയ്ത് തന്റെ ഹൃദയത്തിൽ തന്റെ ഗുരുക്കന്മാരെ രാമനും സീതയും ഹൃദയത്തിൽ വെച്ച് എപ്പോഴും വലിച്ചു കീറിയാൽ പോലും തന്റെ ഹൃദയത്തിലും തന്റെ ശിരസിലും രാമപാദങ്ങളെ സൂക്ഷിക്കുന്ന ഹനുമാന്റെ മുമ്പിൽ ചെന്ന്, ജിതേന്ദ്രിയനായിട്ടുള്ള ഹനുമാന്റെ മുമ്പിൽ ചെന്ന് നമ്മൾ പറയുന്നു നമ്മുടെ നിസാര കാര്യങ്ങളൊക്കെ. ഒരിക്കലും ഹനുമാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, പക്ഷെ അവിടെ ചെന്ന് ഹനുമാന്റെ ബലം കൊണ്ട് നമ്മൾ ഹനുമാനെ ചിന്തിക്കുന്നത് നമ്മുടെ ഉള്ളിലെ ബലം കൊണ്ടാണ് നമുക്ക് കാര്യസാധ്യം ഉണ്ടെന്ന്. അല്ലാതെ ഭഗവാൻ ഒരിക്കലും ഹനുമത് തത്വം എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു സാധകനെ സംബന്ധിച്ച് ഒരിക്കലും ഈ ഭൗതികമായിട്ടുള്ള ചില്ലറ കാര്യങ്ങൾ ചെയ്യാനല്ല ഹനുമാൻ ഇരിക്കുന്നത്, ആ യോഗം ചെയ്യാൻ.
ശരിക്കും അതും നമുക്ക് കിട്ടും അവസാനം. ഹനുമാനെ ഉപാസിക്കുന്നവർക്കെല്ലാം തന്നെ ആ യോഗാവസ്ഥയെ പ്രാപിക്കാൻ, തന്റെ കളഞ്ഞുപോയ നഷ്ടപ്പെട്ടു പോയ സീത, എന്താ ബാഹ്യമായിട്ടൊരു പൊന്മാനിനെ കണ്ട് അതിന്റെ പിറകെ മനസ്സ് പോയ സീത രാവണനാൽ അപഹരിക്കപ്പെട്ട് രാവണന്റെ ആ അശോകവനത്തിൽ കഴിഞ്ഞ സീത. നമുക്കും ഇതുപോലെയാണ്. നമ്മളെ പൊന്മാനാണ്. ഈ പറഞ്ഞ പ്രപഞ്ചത്തിൽ മുഴുവനും നമ്മളെ കാണാനായിട്ട്, നമ്മളെ എന്താ പറയുക, വലിച്ചു കൊണ്ടുപോകാനായിട്ട് പല പല ആളുകൾ നിൽക്കുകയാണ് ഇല്ലേ? ഇന്ദ്രിയങ്ങൾ കൊണ്ടുവരുന്ന സുഖങ്ങൾക്ക് പിറകെ പാഞ്ഞു പോണു. അങ്ങനെ മനസ്സ് നഷ്ടപ്പെട്ടു പോയി. രാമനിൽ നിന്ന് സീത വേർപിരിഞ്ഞു. ആ സീതയെ കണ്ടെത്തുകയാണ്. ആരാ പോകുന്നത്? എത്രയോ ദൂതന്മാര് പല ദിക്കുകളിൽ പോയി. രാമൻ എന്തുകൊണ്ട് ഈ ഹനുമാനെ വിശ്വസിച്ചു? ഹനുമാൻ അതിനുള്ള ഇന്ദ്രിയ നിഗ്രഹണമുണ്ട്, ആ ഒരു വിധേയത്വമുണ്ട്, അദ്ദേഹത്തിന് കഴിവുണ്ട്, പഠിത്തമുണ്ട്. അദ്ദേഹത്തിന് ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. ശരീരബലമുണ്ട്, മനോബലമുണ്ട്. മനോജവം മാരുത തുല്യവേഗം വായുപുത്രനാണ്. ഒരുപാട് നമ്മൾ ഇനി ആ സുന്ദരകാന്ഡം എന്ന് പറയുന്നത് നമ്മുടെ ഒരു മാറ്റാണ് സാധകന്റെ. അപ്പൊ നമ്മള് എന്താ പറയാ, ദൂത് എന്ന് പറഞ്ഞാൽ എന്താ ഈ ദൂത്? ഒരാളുടെ സന്ദേശം വേറൊരാളുടെ അടുത്ത് എത്തണം. നമ്മുടെ ജീവാത്മാവ്, പരമാത്മാവ് പറഞ്ഞു വിടുന്നു, അമ്മ പറഞ്ഞു വിടുന്നു, എനിക്ക് എന്റെ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞുങ്ങളെ കാണണം, അവര് എന്നെ മറന്നുപോയി എന്ന് പറയുന്നു. നമ്മുടെ അമ്മ കാത്തിരിക്കുന്നു ചിന്താമണി ഗൃഹത്തിൽ. ആ നമ്മൾ ഓരോരുത്തരും ഈ പറഞ്ഞ പ്രപഞ്ചത്തിൽ വീണ്ടും വീണ്ടും പല രൂപങ്ങളിലും പല ഭാവങ്ങളിലും വന്ന് എന്തിന്റെയൊക്കെയോ പിറകെ നടക്കുന്നു ഇല്ലേ? അപ്പൊ ദൂതായിട്ട് പറഞ്ഞു വിടുകയാണ്. ആരെ? നമ്മുടെ പ്രാണനെ. ഓരോ പ്രാവശ്യവും വായുപുത്രനായിട്ടുള്ള ഹനുമാൻ നമ്മുടെ ഉള്ളിൽ പ്രാണനായിട്ട് വന്ന് നമുക്ക് പ്രാണശക്തി ചെന്ന് ഈ പ്രപഞ്ചത്തില് ജീവിക്കാൻ നമ്മളെ സഹായിക്കുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കും, പ്രാണൻ എപ്പോ പോകുന്നു അപ്പൊ നമ്മുടെ ശരീരം വിട്ടുപോകും. അപ്പൊ അതുപോലെ ഈ ഹനുമാൻ എന്ത് ദൂതും കൊണ്ടാ വന്നേക്കുന്നത്? ഇവിടെ നിന്റെ മനസ്സ്, ഈ സീതയാകുന്ന നിന്റെ മനസ്സ് നീ അറിയാതെ നിന്റെ ഉള്ളിൽ കിടക്കണു, അത് നീ മനസ്സിലാക്കൂ എന്ന് പറഞ്ഞ് പല എന്താ പറയാ, പല ഒരു പ്രയാസങ്ങളെയും തരണം ചെയ്ത് രാവണന്റെ പിടിയിലകപ്പെട്ട, അത് മോഹത്തിന്റെ കാമത്തിന്റെ പിടിയിലകപ്പെട്ട മനസ്സിനെ ചെന്ന് കണ്ടുപിടിച്ച് തിരിച്ച് ആ രാമന്റെ അങ്കുലീയം കൊടുക്കുകയാണ്. സാധനയിൽ പ്രവേശിക്കുമ്പോൾ ഇനിസിയേഷൻ ആണ് ഗുരുവിന്റെ. ആ ഗുരുവിന്റെ ഇനിസിയേഷൻ അങ്കുലീയം. രാമൻ ഇങ്ങനെ ഒരാളുണ്ട് കുഞ്ഞെ, നിനക്ക് ശരീരം വിട്ട് പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരാളുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. നീ ഇത് കണ്ടുപിടിക്കണം. അപ്പൊ ആ സീത ഭയങ്കര സന്തോഷമായി. ഉറങ്ങിക്കിടന്ന സീത സദാ രാമനാമം പറഞ്ഞ് കണ്ണുനീര് വാർത്തുകൊണ്ടിരുന്ന സീത എന്ത് ചെയ്തു? ഈ അങ്കുലീയം കണ്ടപ്പോ സന്തോഷമായിട്ട് തന്റെ ചൂടാമണി കൊടുക്കുകയാണ്. അടയാളവാക്യവും. എന്താ അടയാളവാക്യം? നമുക്ക് കിട്ടുന്ന മന്ത്രങ്ങള്, ആ അടയാളവാക്യത്തിലൂടെ. ചൂടാമണി എന്ന് പറഞ്ഞാൽ തലയിൽ ചൂടുക എന്ന് പറഞ്ഞാൽ എന്താ? സഹസ്രാര പത്മത്തിൽ വെക്കേണ്ടതായിട്ടുള്ള ചൂടാമണി ആരെ കൊടുത്തു വിടുന്നു? ഈ പ്രാണനാകുന്ന ഹനുമാന്റെ കയ്യിൽ കൊടുത്തയച്ചിട്ട് പറയാ, രാമനെ ഏൽപ്പിക്കൂ. എവിടെയാണ് ഈ ചൂടാമണി ഇരിക്കേണ്ടത്? ശിരസിലാണ്. നമ്മുടെ ദേവി ഇരിക്കേണ്ടത് സഹസ്രാര പത്മത്തിലാണ്. ഇതെനിക്ക് മനസ്സിലായി. ഞാൻ ചെയ്ത തെറ്റുകൾക്ക് പ്രായശ്ചിത്തം വരട്ടെ. എന്റെ ആ ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങളെ വിട്ടിട്ട് എന്റെ മനസ്സ് ഒരു ചെറിയ മാനിന്റെ പിറകെ പോയതിന് രാമനാമം ജപിച്ച് ഒരു വർഷക്കാലം ഞാൻ പശ്ചാത്താപ വിവശയായിട്ട് അദ്ദേഹത്തെ എന്താ പറയുക, എന്റെ കണ്ണുനീരിലൂടെ ആ പാദപത്മങ്ങളെ കഴുകി എന്റെ ഭർത്താവായിരിക്കുന്ന രാമൻ, ഭർത്താവല്ല, എന്റെ ആത്മനാഥനായിട്ടിരിക്കുന്ന ആത്മാവിന്റെ നാഥൻ, അതാണ് ദേവി, അതാണ് നമ്മുടെ ആ ഒരു പുരുഷൻ, പുരത്തിൽ ശയിക്കുന്നവൻ. ആ ആത്മനാഥന്റെ അടുത്ത് എത്തണമെങ്കിൽ എനിക്ക് എന്ത് വേണം? എന്റെ പുറത്തുള്ള അഴുക്കുകൾ, എന്റെ ശരീരത്തില് ഞാൻ ഇരിക്കുന്ന സ്ഥലം, ആ രാവണനാകുന്ന ആ മനുഷ്യന്റെ, ആ രാക്ഷസന്റെ കൈകളിൽ പെട്ട് അദ്ദേഹത്തിന്റെ പുഷ്പവിമാനത്തിൽ കയറി ഇദ്ദേഹത്തിന്റെ ഈ നശിച്ച ഈ ലങ്ക, എന്താ പറയാ, പുറമേ നല്ല ഭംഗിയുണ്ടെങ്കിലും മുഴുവൻ രാക്ഷസീയത നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം, അവിടെ ഒരു വർഷം എന്റെ ശരീരവും മനസ്സും ഇരുന്നതിന് പ്രായശ്ചിത്ത കർമ്മം ഞാൻ രാമനാമം കൊണ്ട് ജപിച്ച് തീർക്കട്ടെ ഹനുമാനെ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വന്ന് എന്നെ കൊണ്ടുപോട്ടെ. നോക്കൂ, ഇത് ഒരു സാധകന്റെ തലത്തില് നമ്മൾ സുന്ദരകാന്ഡം ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഭംഗിയുള്ള ഒരു എന്താ പറയാ, ഒരു ഏറ്റവും രാമായണത്തിലെ ഏറ്റവും ഉയർന്ന തലമാണ് സുന്ദരകാന്ഡം. നമ്മളത് നല്ലവണ്ണം ഒന്ന് പഠിച്ചു കഴിഞ്ഞാല്, രാമതത്വത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ഹനുമത് തത്വത്തെ നമ്മൾ വടമാലയും കൊണ്ട് ഇങ്ങനെ നടക്കില്ല. ആ വടമാലയിട്ട് പാവം അദ്ദേഹത്തെ എത്രയോ താഴെയാണ് കൊണ്ടുവരുന്നത് ഹനുമാന്. ശരി, നമുക്ക് അറിഞ്ഞൂടാത്ത സമയത്തൊക്കെ നമ്മൾ ചെയ്തു അറിയണം. ഈ സാധകനെ സംബന്ധിച്ച് ഹനുമാന്റെ പ്രാധാന്യം നമ്മുടെ ശരീരത്തിൽ, ആ ഹനുമാൻ എന്താണ് നമുക്ക് ചെയ്യുന്നത് എന്ന് ഏത് കാര്യവും നമ്മൾ അറിയാതിരിക്കുമ്പോഴെന്താ, നമ്മള് ഒരിക്കലും മനസ്സിലാവില്ല. അത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോ തുടക്കത്തിൽ തന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് സമയം എടുത്താലും ശരി ഈ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ നന്നായിട്ടൊന്ന് അറിഞ്ഞു കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ലളിതാ സഹസ്രനാമം പഠിക്കാൻ കുറച്ചുകൂടെ നമ്മുടെ മനസ്സ് പാകപ്പെടും. അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞത് എന്താ, ഈ പറഞ്ഞ ഗുഹ, അപ്പൊ എല്ലാരും പറയുന്നു ഈ എന്തോ ഒരു ഹൃദയ ഗുഹയിലാണ് ജീവാത്മാവ് ഇരിക്കുന്നതെന്ന്. അപ്പൊ ഹൃദയം ഒരു ഗുഹയാണ്. ഗുഹ എന്ന് പറഞ്ഞാൽ എന്താ? ആരും അധികം കടന്നു ചെല്ലാത്ത ഒരു സ്ഥലം. അവിടെയാണ് നമ്മൾ ഈശ്വരനെ ഇരുത്തിയിരിക്കുന്നത്. അവിടെ നമ്മളും കടന്നു ചെല്ലുന്നില്ല. ബിക്കോസ് പഞ്ചകോശങ്ങളെ ഭേദിക്കണം, അത് നമ്മളെ കൊണ്ട് പറ്റുന്നില്ല.
വലിയ വലിയ മതിലുകൾ ചാടിക്കടക്കാൻ നമ്മൾ തയ്യാറല്ല. മതിലിന്റെ മുമ്പിൽ വന്നിട്ട് നമ്മൾ തിരിച്ചു പോകും. എന്നിട്ട് എന്ത് ചെയ്യും? സ്ഥൂല ശരീരത്തിൽ മാത്രം നിൽക്കും. നമുക്കൊരു പ്രാണശരീരം ഉണ്ടെന്നറിയില്ല, മനോമയ ശരീരം ഉണ്ടെന്നറിയില്ല, വിജ്ഞാനമയ ശരീരം. ഇത് 4 ശരീരത്തെ അറിയാത്ത ഒരാൾ എങ്ങനെയാ ആനന്ദമയ ശരീരത്തിനകത്തിരിക്കുന്ന ഹൃദയ കുഹരത്തിലിരിക്കുന്ന അമ്മയുടെ അടുത്ത് എത്തിച്ചേരുക? പറ്റില്ല. പല ജന്മങ്ങൾ കടന്നു പോകണം. അത് ഭേദിക്കണം. നമ്മളെന്താ ബ്രഹ്മഗ്രന്ഥിയും വിഷ്ണുഗ്രന്ഥിയും രുദ്രഗ്രന്ഥിയും ഭേദിക്കണം. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഈ ഗുഹൻ എന്താണ്? ഈ ഗുഹയിലിരിക്കുന്ന ആ ജീവാത്മാവിന്റെ രൂപത്തിലിരിക്കുന്ന പരമാത്മ ശക്തി, ചിത് ശക്തി, പറഞ്ഞ പരാശക്തി ദേവി, ആ അമ്മയെ നമ്മൾ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഗുഹയെ ആദ്യം അറിയണം, ഗുഹനെ അറിയണം. അപ്പൊ വേദങ്ങൾ പോലും പറയുന്നു, അണിയോരണിയാൻ മഹതോ മഹിയാൻ ആത്മാം ഗുഹായ നിഹതോസി ജന്തു. വേദങ്ങൾ പറയുന്നത് എന്താ? ഏറ്റവും വലുതും ഏറ്റവും ചെറുതും എന്തോ ആയിക്കോട്ടെ, ആനയാവട്ടെ, ഒരു ചെറിയ പുഴുവാവട്ടെ, എന്താ മഹതോ മഹിയൻ, എല്ലാവരുടെ ഉള്ളിലും ആത്മാവെന്ന് പറയുന്നത് എവിടെ താമസിക്കുന്നു? ഗുഹായാം, ഗുഹയിലാണ് താമസിക്കുന്നത്. നിഹദോസി, അത് എവിടെ ഇരിക്കുന്നു ആ ഗുഹ? ജന്തുവിന്റെ ഉള്ളിലിരിക്കുന്നു ഈ ഗുഹ. അതിനെയാണ് നമ്മൾ ഹൃദയ ഗുഹ, ഹൃദയ ഗ്രന്ഥി എന്നൊക്കെ പറയണ. ചിത് ശക്തി, ചിച്ചട ഗ്രന്ഥി, ചിച്ചട ഗ്രന്ഥി ഭേദനം എന്നൊക്കെ പറഞ്ഞ എന്താ? ഹൃദയ ഗുഹ ബുദ്ധിയുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഒരു ഗ്രന്ഥിയുമാണ്. നമ്മൾ ഒരു ചിത്രണി നാഡിയെ കണ്ടു, നമ്മുടെ സുഷുമ്ന നാഡിയുടെ താഴെ. അതുപോലെ നമ്മുടെ ഹൃദയത്തിനെ ബുദ്ധിയുമായിട്ട് ഘടിപ്പിക്കുന്ന ഒരു എന്താ പറയാ ഗ്രന്ഥിയുണ്ട്. അതിനെയാണ് നമ്മൾ ചിച്ചട ഗ്രന്ഥി. അതാണ് ശ്രീനാരായണ ഗുരുവിന്റെ ഒരു കവിത തന്നെ ഉണ്ട്, ചിച്ചട ഗ്രന്ഥി ഭേദനം എന്ന് പറഞ്ഞിട്ട്. ഒരു വല്ലാത്ത എന്താ പറയുക, ജീവാത്മാവിനെ പരമാത്മാവുമായിട്ട് ഘടിപ്പിക്കാൻ ഏക മാർഗം ഇതേ ഉള്ളൂ. ആ ഹൃദയ ഗ്രന്ഥി പൊട്ടണം, അത് തുറക്കണം. തുറന്നിട്ട് എന്താ? ബുദ്ധിയുമായിട്ട് ഘടിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവാത്മ പരമാത്മ ഐക്യമുണ്ടാവും. അപ്പോ നമ്മൾ കണ്ടു, നമ്മൾ ഈശ്വരനെ തേടേണ്ടത് എവിടെയാ? അപ്പോ വെളിയിലാണോ? അല്ല, ഹൃദയ ഗുഹയിലാണ് നമ്മൾ തേടേണ്ടത്. അതാണ് ക്ഷേത്രത്തിന്റെ ഗർഭഗൃഹം. ക്ഷേത്രം എന്ന് പറയുന്ന ശരീരം, ശരീരത്തിനകത്തിരിക്കുന്ന ഗുഹ. നമ്മൾ വെളിയിൽ കാണുന്നത് ക്ഷേത്രം, അതിന്റെ മതിൽക്കെട്ടുകള്, നടപ്പാതകള്, നാലമ്പലം, ചുറ്റമ്പലം, അകത്ത് കയറി വരുമ്പോ പഞ്ചകോശങ്ങളെ ഭേദിച്ച് അകത്ത് ഗർഭഗൃഹം, ഹൃദയ ഗുഹ. അതിനകത്ത് ആരിയിരിക്കണു? ഭഗവാനാകുന്ന പ്രതിഷ്ഠ. ആ പ്രതിഷ്ഠയിൽ നമ്മൾ ആരോപിക്കുന്നു ഈ പറഞ്ഞ ഈശ്വരീയ ശക്തി. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തില് ഈ പറഞ്ഞ ഗുഹയിലാണ് ഇരിക്കുന്നത്. ഇപ്പൊ ഹിമാലയ സാനുക്കൾ ആത്മതത്വം തേടി തപസ് ചെയ്യുന്ന ഋഷീശ്വരന്മാരെല്ലാം എന്താ ചെയ്യുന്നത്? അവര് ഗുഹയ്ക്കകത്താണ് ഇരിക്കുന്നത്. കാരണം പ്രാപഞ്ചികമായിട്ടുള്ള കാര്യങ്ങളൊന്നും അവരെ അഫക്ട് ചെയ്യില്ല. അവർക്കതൊന്നും വേണ്ട. അവര് ത്യജിച്ചിട്ട് ത്യാഗത്തിൽ മാത്രമേ നമുക്ക് അത്യുന്നതി ഉണ്ടാവുള്ളൂ. എന്തൊക്കെ ത്യജിക്കാൻ നമ്മൾ തയ്യാറാവണോ അതെല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. എല്ലാം കൂടെ 2 കയ്യിൽ വെച്ച് നടക്കില്ല. എനിക്ക് ഭൗതികവും വേണം, മറ്റതും വേണം. രണ്ടും വേണമെന്ന് പറഞ്ഞ് പിടിച്ചോണ്ടിരിക്കാൻ പറ്റും. എന്ന് പറഞ്ഞ് ത്യജിക്കണം എന്നല്ല, രണ്ടും ഒരു ബാലൻസ് ആയിട്ട് കൊണ്ടുപോകണം. ഒന്നിന് അമിത പ്രാധാന്യം കൊടുക്കുക, ഒന്നങ്ങ് രണ്ടും ധർമ്മമാണ്. ഒരു ഗൃഹസ്ഥാശ്രമിയെ സംബന്ധിച്ച് ഈ പറഞ്ഞ പ്രാപഞ്ചികമായിട്ടുള്ള എല്ലാ കർമ്മങ്ങളും ധർമ്മമാണ്. പക്ഷേ ഈ പറഞ്ഞ ആധ്യാത്മിക സാധനയ്ക്കും നമ്മൾ പ്രാധാന്യം കൊടുക്കണം. രണ്ടും ഒരേപോലെ ഒരേ തട്ടിൽ തൂങ്ങണം. പക്ഷെ കാലം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ മാറ്റം വരുത്തുമ്പോൾ നമ്മൾ ഈ സനാതന ധർമ്മം കൊടുത്തിരിക്കുന്ന ചില മൂല്യങ്ങൾ നമ്മൾ മാനിക്കണം. കാരണം നമ്മൾ ബ്രഹ്മചര്യം, ഈ പറഞ്ഞ പോലെ ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, ഈ 4 തലങ്ങൾ. അപ്പൊ അതിന്റെ സമയമാകുമ്പോൾ നമ്മൾ ഓരോരുത്തരും വിട്ടുകൊള്ളുകയും ചെയ്യണം. നമ്മളെന്ന് പറഞ്ഞാൽ ഒന്നിനെ അടുത്ത ആശ്രമത്തിൽ പിടിച്ചു വെക്കും, ആ അടുത്ത ആശ്രമത്തിൽ അടുത്തതിൽ കൊണ്ടുപോകും. ഇങ്ങനെ ലാസ്റ്റിൽ കൊണ്ടുവരുമ്പോൾ എല്ലാം കൂടെ ഒരു എന്താ പറയാ അവിയൽ പരുവായിട്ടാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. അങ്ങനെ അല്ല, ഓരോന്നിനും വ്യക്തമായിട്ടൊരു കാലയളവ് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയില്ല നമ്മൾ ശരീരം വിട്ട് എപ്പോഴാ പോകണമെന്ന്. അപ്പോ എന്താ, ഈശ്വരനെ കുറിച്ചുള്ള സത്യം അവര് ലോകത്തിന് കൊടുത്തത് എവിടെ ഇരുന്നിട്ടാ? ഈ ഗുഹയിൽ ഇരുന്നിട്ടാണ്. അപ്പൊ എന്താ, അങ്കുഷ്ടമാത്രം വലിപ്പമുള്ള ഈശ്വരൻ എവിടെയാണ് ഇരിക്കുന്നത്? അങ്കുഷ്ടമാത്രം എന്ന് പറയുന്ന ആ ഭഗവാൻ ഇരിക്കുന്നത് ഹൃദയ ഗുഹയിലാണ്. അപ്പൊ ഗുഹൻ എന്ന ഒരാള് കാട്ടാളന്മാരുടെ നിഷാദ രാജാവാണ്. നമ്മൾ കണ്ടു, അദ്ദേഹം അപരിഷ്കൃതനാണ്. ഇദ്ദേഹമാവട്ടെ എന്താ അപരിഷ്കൃതൻ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാ അദ്ദേഹത്തെ തീരുമാനിക്കുന്നത്? അദ്ദേഹത്തിന്റെ ബാഹ്യ വേഷങ്ങൾ. കാട്ടാളന്മാരുടെ, കാട്ടുജാതിക്കാരുടെ ഒരു തലവനാണ്, രാജാവായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഉയർന്ന മനസ്സൊന്നും നമുക്കറിയില്ല. പക്ഷെ അദ്ദേഹത്തെ നമ്മൾ എങ്ങനെ കാണുന്നു? ആ ഒരു വേഷഭൂഷാദികൾ വെച്ച് ആരെയും നമുക്ക് ഒരാളുടെ ബാഹ്യമായിട്ടുള്ള വേഷം, അതാണ് അഴകിയ രാവണൻ എന്ന് പറയുന്നത്. രാവണൻ പല വേഷം ധരിച്ചു വന്ന് സീതയുടെ മുമ്പിൽ നിന്നു, എന്തിന് വിവാഹ അഭ്യർത്ഥന നടത്തി. എന്നിട്ട് എന്താ അവർക്ക് ഈ രാക്ഷസിമാർക്ക് വലുതാണെന്ന് തോന്നി, സീതയ്ക്ക് തോന്നിയോ? യഥാർത്ഥമായിട്ട് തന്റെ ആത്മശക്തിയിൽ, തന്റെ ആധ്യാത്മിക സാധനമുള്ള ഒരു വ്യക്തിക്ക് ഏത് അഴകിയ രാവണൻ വന്ന് പുറമേ നിന്ന് പല വേഷം കെട്ടിയാലും നമുക്ക് സത്യത്തെ തിരിച്ചറിയാൻ പറ്റും. അതാണ് ആധ്യാത്മികത, അതാണ് നമുക്ക് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. നമുക്കൊരു നിത്യാനിത്യ വിവേകം നമ്മുടെ സാധനയിലൂടെ നമുക്ക് കണ്ടെത്തും. ഏത് സത്യം ഏത് മിഥ്യ എന്ന് 1 മിനിറ്റ് ഒന്ന് കണ്ണടച്ച് ചിന്തിച്ചാൽ അത് നമ്മുടെ മുമ്പിൽ കാണിച്ചു തരും.
അപ്പൊ അതുപോലെ ഈ പറഞ്ഞ അപരിഷ്കൃതൻ എന്ന് പറയുന്നത് ശരിക്കും ഗുഹൻ അപരിഷ്കൃതനല്ല, ഉയർന്ന മനസ്സിന്റെ ഒരാളായിരുന്നു. അപ്പൊ ആരായിരുന്നു ഈ ഗുഹൻ എന്ന് നമ്മൾ അറിയണം. എന്തെന്ന് വെച്ചാൽ ഗുഹൻ പൂർവ്വജന്മത്തിൽ ശിവപുരാണത്തിൽ വരുന്നുണ്ട്. ശിവപുരാണത്തിലാണ് ഈ പറഞ്ഞ ഗുഹന്റെ പരാമർശമുള്ളത്. അതായത് ഒരു ശിവരാത്രി ദിവസം ഒരു വേടൻ, അത് ഈ ഗുഹൻ എന്ന് പറയണില്ല, ഒരു വേടൻ തന്റെ ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരു എരയെ തേടി നടന്നു. ഭാര്യ പറഞ്ഞു, എന്റെ കുഞ്ഞുങ്ങൾക്കൊന്നും വെച്ചു കൊടുക്കാനൊന്നുമില്ല. ഈ പറഞ്ഞ രത്നാകരന്റെ ഭാര്യ പോലെ തന്നെ ആ നിഷാദ പത്നി എന്ത് പറഞ്ഞു, നമുക്കിന്ന് ഇവിടെ ഭക്ഷണത്തിനൊന്നുമില്ല. അത് എന്തായിരുന്നു, ഒരു ശിവരാത്രി ദിവസമായിരുന്നു, ഒന്നുമില്ല, എന്തെങ്കിലും നിങ്ങൾ പോയി, നിങ്ങളാണ് ഈ വീട്ടിന്റെ നാഥൻ, പോയി എന്തെങ്കിലും ഒരു എരയെ തേടി പിടിച്ചുകൊണ്ട് വന്നേ പറ്റുള്ളൂ. അത് പാചകം ചെയ്ത് നമ്മൾക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ വേടൻ പോവാണ്. ആ ഒരു എരയെ തേടി അമ്പും വില്ലും ഒക്കെ ആക്കി ഒരു വൃക്ഷത്തിന്റെ മുകളിൽ ഇരിക്കുകയാണ്. ആ വൃക്ഷത്തിൽ ഇരിക്കുമ്പോൾ അതിന്റെ അടുത്തൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്. നദിയിൽ വെള്ളം കുടിക്കാൻ സന്ധ്യയായി. വെള്ളം കുടിക്കാനായിട്ട് ജന്തുക്കൾ വരും, ഇല്ലെങ്കിൽ അതിന്റെ താഴെ കൂടെ പോകുന്ന ജന്തുക്കളെ നമുക്ക് അമ്പും വില്ലും വെച്ച് കൊല്ലാൻ പറ്റുമെന്ന് പറഞ്ഞ് ഈ പറഞ്ഞ വേടൻ ഈ പറഞ്ഞ വൃക്ഷത്തിന്, ഒരു വലിയ വൃക്ഷമാണ്, അതിന്റെ മേളിൽ കയറിയിരുന്നു. ഇപ്പൊ രാത്രിയും പകലിനും നമുക്കറിയാം 4 യാമങ്ങളുണ്ട് രാത്രിക്ക്, അല്ലെ? രാത്രിക്ക് 4 പകലും രാത്രിയും. ഒരു യാമം എന്ന് പറയുന്നത് 3 മണിക്കൂർ. അപ്പൊ 4 യാമം പകലും 4 യാമം രാത്രി, അപ്പൊ 24 മണിക്കൂർ. അപ്പൊ അങ്ങനെ രാത്രിക്കും പകലിനും യാമം ഉള്ളത് നമുക്ക് എന്തിനാ? നമ്മുടെ സന്ധ്യാവന്ദനങ്ങൾക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ യാമങ്ങളായിട്ട് തിരിക്കുന്നത്. മധ്യസന്ധ്യ, പ്രാതസന്ധ്യ, സന്ധ്യ എന്നൊക്കെ ഉള്ള നേരത്തിന് 3 സന്ധികളുണ്ട്, ഒന്നിലോട്ട് മാറുന്ന സമയം. അതിനുവേണ്ടി നമ്മൾ യാമങ്ങൾ നോക്കാറുണ്ട്. അപ്പൊ രാത്രിയുടെ ആദ്യ യാമത്തിൽ ഈ പറഞ്ഞ വേടന്, ഒരു വൃക്ഷത്തിന്റെ മേളിൽ ഇരിക്കുന്ന വേടൻ ഇങ്ങനെ ഇരിക്കുകയാണ്, തനിക്ക് എന്തെങ്കിലും ഒരു ഇര കിട്ടുമെന്ന്. അപ്പൊ ഒരു മാൻ എന്ത് ചെയ്തു, അടുത്തൊഴുകുന്ന ആ ഒരു ജലാശയത്തിൽ വെള്ളം കുടിക്കാനായിട്ട് വന്നു. വെള്ളം കുടിക്കാനെത്തി. അത് കണ്ട വേടൻ എന്ത് ചെയ്തു, തന്റെ അമ്പ് വില്ലിൽ തൊടുത്തി. ആ അമ്പ് വില്ലിൽ തൊടുത്തിയ ശബ്ദം കേട്ട് ഈ മാൻ എന്ത് ചെയ്തു, പെട്ടെന്ന് മരത്തിന്റെ മുകളിലേക്ക് നോക്കി. ആ ഉന്നം വെക്കുന്ന വേടനെ കണ്ടു. അത് വേടനോട് പറഞ്ഞു, പണ്ടത്തെ കാലത്ത് മനുഷ്യര് ഈ പറഞ്ഞ പോലെ അവർക്ക് സമ്മതിക്കാൻ പറ്റുമായിരുന്നു. അതായിരുന്നു അത്ര സത്യസന്ധതയുള്ള ഒരു കാലം ഈ ത്രേതായുഗം എന്നൊക്കെ പറയുമ്പോൾ. അപ്പോ ഈ മാൻ മോളോട് അതിന്റെ മനസ്സുകൊണ്ട് അത് പറയുകയാണ്. വേടനോട് പറഞ്ഞത്, എന്നെ കൊല്ലരുത്, ഞാൻ വീട്ടിൽ പോയി എന്റെ കുടുംബാംഗങ്ങളോട് പറഞ്ഞിട്ട് തിരിച്ചു വരാം, തീർച്ചയായിട്ടും അങ്ങയുടെ ഇര ഞാൻ ആകാം, ഇത് സത്യവാക്കണം, എന്നെ വിശ്വസിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇന്നത്തെ പോലെ സത്യസന്ധതയ്ക്ക് ഒരു വിലയില്ലാത്ത കാലമല്ലേ. നമ്മൾ സ്വന്തം അച്ഛനമ്മമാർ പ്രോമിസറി നോട്ട് എഴുതി കൊടുക്കണം, പണയ വസ്തുക്കൾ കൊടുക്കണം. നമ്മൾ എവിടെ പോയാലും നമ്മൾ എന്തെങ്കിലും തീർപ്പ് കൊടുക്കും. ഒരെണ്ണം അങ്ങോട്ട് കൊടുത്തെങ്കിലേ പണം കിട്ടുള്ളൂ. മറ്റത് ഒരു മൃഗത്തിന് പോലും ആ വാക്കിൽ വിശ്വാസം. അതാണ് ആ ഒരു മൃഗത്തിന്റെ വാക്ക് കേട്ടിട്ട് ഇദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം പറഞ്ഞു, ശരി, വേടനാണെങ്കിലും ഇദ്ദേഹത്തിന് ധർമ്മിഷ്ഠമായിട്ടുള്ളൊരു മനസ്സുണ്ടായിരുന്നു. ഈ മാനിനെ വിശ്വാസം തോന്നി ആ മാനിന്റെ കണ്ണുകൾ കണ്ടിട്ട്. ശരി, അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം കാത്തിരുന്നു. അങ്ങനെ അടുത്ത യാമമായി, രണ്ടാമത്തെ യാമത്തിലുണ്ട് വേറൊരു മാൻ വരുന്നു. ചേട്ടാ, ഇത് ആദ്യത്തെ മാൻ പോയി, അതിനെ ഞാൻ വിട്ടുകളഞ്ഞു, ഇതിനെ എനിക്ക് എന്തായാലും കൊന്നേ പറ്റൂ. ഇനി എന്റെ ഭാര്യയ്ക്ക്, എന്റെ കുഞ്ഞുങ്ങൾ പട്ടിണിയാണ്, എന്റെ ഭാര്യ വിശന്നിരിക്കണു, ഇത് കൊണ്ടുപോയിട്ട് വേണം പാചകം ചെയ്യാൻ, ഇനി ഇതിനെ കൊന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം എന്ത് ചെയ്തു, ഇനി ആ ഒരു ഇതിലും ഞാൻ തിരിച്ച് പോകാൻ പോണില്ല, ആരുടെയും ദയക്കൊന്നും ഞാൻ നിൽക്കാൻ പോണില്ല, എനിക്ക് എന്റെ ഭക്ഷണം കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, തന്റെ അമ്പും വില്ലും എടുത്തു. ഈ രണ്ടാമത്തെ മാൻ എന്ത് ചെയ്തു, വെള്ളം കുടിക്കാൻ അതുപോലെ കുനിഞ്ഞ് ഞാണലി ശബ്ദം കേട്ടപ്പോ അത് തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് തന്നെ അമ്പ ചെയ്യാനായിട്ട് അമ്പും വില്ലും വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേടൻ. പക്ഷെ ആ പാവം വിശപ്പും ദാഹവും കൊണ്ട് ക്ഷീണിച്ച മാൻ പെട്ടെന്ന് വെള്ളം കുടിച്ചിട്ട് എന്ത് പറഞ്ഞു, അങ്ങ് എന്നെ കൊല്ലരുത്, ദേവിയത് എന്നെ കൊല്ലരുത്, എന്റെ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടാ വന്നേക്കുന്നത്, എന്റെ അത്രയും സ്നേഹമുള്ള എന്റെ ഭർത്താവും കുഞ്ഞുങ്ങളും എല്ലാം എന്നെ കാത്തിരിക്കും, തീർച്ചയായിട്ടും ഇത് സത്യവാക്കാണ്, ഞാൻ വരാം, തിരിച്ചു വരാം, എന്നെ വിശ്വസിക്കൂ, ഞാൻ വീട്ടിൽ പോയിട്ട് പറഞ്ഞിട്ട് തീർച്ചയായിട്ടും വരാം. ഇത്രയൊക്കെ ഈ മാനിന്റെ ആ ഒരു വേടന്റെ മനസ്സ് വളരെ ആർദ്രമായി. അവിടെ ഇരുന്ന് ഓരോ യാമങ്ങൾ കഴിയുമ്പോഴും എന്താണ് കാരണം എന്ന് നമ്മൾ പിന്നെ അറിയുന്നത്, മനസ്സിൽ വല്ലാത്ത ഒരു സ്നേഹം മൃഗങ്ങളോട്. എന്താ എനിക്കിങ്ങനെ തോന്നുന്നത് ഈശ്വര, ഇതിനെ എനിക്ക് കൊല്ലാതെ വിട്ടാൽ ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് വേടൻ ദുഃഖിച്ചു. പക്ഷെ മനസ്സ് പറഞ്ഞു, നീ അതിനെ വിട്, ആ പാവപ്പെട്ട മൃഗത്തിന്റെ കണ്ണ് നോക്കൂ, നിനക്ക് എങ്ങനെ അമ്പെയ്ത് കൊല്ലാൻ പറ്റും, അതും ആ ഈശ്വര ചൈതന്യമുള്ള ഒരു മൃഗമല്ലേ, വിട്ടേക്കൂ എന്ന് പറഞ്ഞ് വിശന്നിട്ടാണെങ്കിലും എന്ത് ചെയ്തു, ശരി എന്ന് പറഞ്ഞു. പക്ഷെ അവസാനം ഈ വേടൻ എന്ത് ചെയ്തു, വിശപ്പും ദാഹവും ഒന്നും കിട്ടാതെ അവിടെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. മൂന്നാമത്തെ യാമത്തില് ഇനി എനിക്ക് ഒന്നും പറ്റില്ല, ഇനി ആര് വന്നാലും ശരി എനിക്ക് വധിച്ചേ പറ്റൂ, എനിക്ക് മാനായാലും ശരി മയിലായാലും ശരി എന്തായാലും ഞാൻ വധിക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു. മൂന്നാമത്തെ യാമത്തില് വീണ്ടും ഒരു മാൻ, ആദ്യത്തെ മാൻ അല്ല രണ്ടാമത്തെ മാൻ, രണ്ടാമത്തെ മാൻ അല്ല മൂന്നാമത്തെ മാൻ,
മൂന്നാമത്തെ മാൻ വന്ന് വെള്ളം കുടിക്കാനായിട്ട് ഇങ്ങനെ ഇതേപോലെ അമ്പും വില്ലും എടുത്തു. ഇത് എന്താ, ഈ ആ അമ്പും വില്ലിന്റെ ശബ്ദം കേട്ട ഉടനെ തന്നെ ആ ഒരു മാൻ തിരിഞ്ഞു നോക്കി. അതിന്റെ കണ്ണുകള് സാധാരണ ഒരു മാതൃവാത്സല്യമുള്ള കണ്ണുകളായിരുന്നു ആ മാനിന്. അത് എന്താ, ദയനീയമായിട്ട് നോക്കിക്കൊണ്ട് വേടന്റെ അടുത്ത് പറയണ, എന്നെ കൊല്ലരുത്, ഞാൻ ഗർഭിണിയാണ്, ഞാനൊരു അമ്മയാവാൻ പോവുകയാണ്, എന്റെ കുഞ്ഞിന്, എന്റെ വയറ്റിലൊരു കുഞ്ഞു കിടപ്പുണ്ട്, അതിനെ എനിക്ക് ഈ പറഞ്ഞ പ്രപഞ്ചത്തിൽ കൊണ്ടുവരണം, അങ്ങനെ കൊല്ലരുത്, സമാധാനമായിട്ടിരിക്കൂ, ഞാൻ വീട്ടിൽ ചെന്നിട്ട് തീർച്ചയായിട്ടും എന്റെ ഭർത്താവും എനിക്ക് വേറെ മക്കളുണ്ട്, ആരെങ്കിലും ഒരാളെ തീർച്ചയായിട്ടും അങ്ങേക്ക് ഞാൻ ഭക്ഷണമായിട്ട് കൊണ്ടുവരാം, ഇപ്പോ ഞാനൊരു വേറൊരു ജീവനെ എന്റെ ഉദരത്തിൽ വഹിക്കുകയാണ്, എന്നെ കൊല്ലരുതേ എന്ന് പറയുക. അപ്പൊ ഇത് കണ്ടിട്ട് അദ്ദേഹത്തിന് വല്ലാത്ത വിഷമം തോന്നി. വേടന് ഓരോ യാമങ്ങൾ കഴിയും തോറും ദുഃഖവും മനസ്സിൽ എല്ലാവരോടുള്ള ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു സ്നേഹവും കൂടിക്കൂടി, അയാൾക്ക് തന്നെ അറിയില്ല ഇത് എന്താ കാര്യം എന്ന്, എനിക്ക് കൊല്ലാൻ പറ്റുന്നില്ല, അതാണ് അദ്ദേഹം വിചാരിക്കുന്നത്. ഇനി ഈ ശരി എന്തോ ആയിപ്പോട്ടെ, ഇപ്പൊ എത്ര മാനുകൾ വന്നു, 3 പേരായി, അതുകൊണ്ട് എന്താ, ഈ 3 മാനുകളും എനിക്കിനി ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ എന്തായാലും കൊല്ലുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വളരെ വിഷമിച്ച് ഈ പറഞ്ഞ മരത്തിന്റെ മേളിൽ ഇരിക്കുകയാണ്. രാത്രിയുടെ 4-ാം യാമത്തിലെത്തി. അതാ 4-ാം യാമം, അതായത് ഈ നേരം വെളുക്കാറായ ആ ബ്രാഹ്മ മുഹൂർത്തമായപ്പോ വളരെ കൂട്ടമായിട്ട് മാനുകൾ വരിക. ഒരു 3 മാനുകള് അവരുടെ കുടുംബം മുഴുവനും വന്ന് ഈ മരത്തിന്റെ ചുറ്റും നിൽക്കുക, ഒന്നിന് പിറകെ മറ്റൊന്ന്, ഒന്നിനു വേണ്ടി എയിം ചെയ്തു അനേകം മാനുകള്. അതായത് അതിന്റെ ആ സത്യസന്ധത, അതിന്റെ സ്നേഹം, ആ കുടുംബാംഗങ്ങൾക്ക് പരസ്പരമുള്ള സ്നേഹം, ഒരാൾ മരിക്കണമെന്ന് പറഞ്ഞപ്പോ മറ്റേയാൾക്ക് താങ്ങാൻ പറ്റുന്നില്ല, അവരും കുഞ്ഞുങ്ങളും വന്ന് നിൽക്കുക. ഈ മാനുകൾ ഒരിടത്ത് ഭർത്താവും കുട്ടികളും, ഒരിടത്ത് ഭാര്യയും കുട്ടികളും, ഈ പറഞ്ഞ ഗർഭിണിയായിട്ടുള്ള മാൻ അതിന്റെ ഭർത്താവും അതിന്റെ മറ്റു മക്കളും, എല്ലാരും പറയുന്നു ആരെ വേണോ കൊന്നോളൂ, ഞങ്ങൾ ഒരാളെ വിട്ടുതരാനായിട്ട് പറ്റില്ല, ഞങ്ങളെ എല്ലാവരെയും കൊന്നിട്ട് അങ്ങ് ഒരു കാര്യം ചെയ്യും, അങ്ങക്ക് വിശപ്പടക്കാം, വിൽക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷെ ഞങ്ങളെ എന്താ പറയാ, ഇണയെ പിരിക്കരുതേ, ഞങ്ങളെ സെപ്പറേറ്റ് ചെയ്യരുതേ, ഞങ്ങൾക്കത് സഹിക്കാൻ വയ്യ. അത്രയ്ക്കൊരു സ്നേഹം അവരുടെ ഉള്ളില്, പിരിയാനാകാത്ത ഒരു സ്നേഹം. അയ്യോ, അപ്പൊ ഈ വേടൻ വിചാരിക്കണം, നോക്കൂ എന്താണ് ഞാൻ ഈ ചെയ്യാൻ പോയത്. ഇന്ന് ആ ഒരു ലജ്ജ തോന്നി. ഈ മാനുകള് അവരുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞപ്പോ കുട്ടികളും അച്ഛനമ്മമാരും ചേർന്ന് ഒന്നിനെ മറ്റൊന്ന് പിരിയാനാകാതെ അത്രയ്ക്ക് സ്നേഹത്തോടെ കൊണ്ടുവന്നിരിക്കുന്നു. സ്വയം വന്ന മനുഷ്യന് ഭക്ഷണമാകാൻ നിൽക്കുന്നു. ആ വേടന്റെ മനസ്സ് ഇത് കണ്ട് വളരെയധികം ദുഃഖിച്ചു, ലജ്ജിച്ചു. ഈ സത്യസന്ധരായിട്ടുള്ള ഈ മിണ്ടാ പ്രാണികള് മനുഷ്യരെക്കാൾ എത്രയോ ഉയർന്നവരാണ്. ഈശ്വര, ഞാൻ എവയാണല്ലോ കൊല്ലാൻ തീരുമാനിച്ചെന്നോർത്ത് കണ്ണുനീര് ധാരധാരയായിട്ട് ഒഴുകി ഈ കാട്ടാളന്. എന്താ പെട്ടെന്ന് ഒരു മിന്നൽ പിണറുണ്ടാവുകയും അവിടെ സാക്ഷാൽ ശിവഭഗവാൻ പാർവതി സമേതനായിട്ട് പ്രത്യക്ഷപ്പെടുകയും ചെയ്യാണ്. വൃക്ഷത്തിൽ നിന്ന് ഇറങ്ങി വന്ന ആ കാട്ടാളൻ ഭഗവാൻ, അദ്ദേഹം പൂർവ്വജന്മത്തിലൊക്കെ ശിവ ഉപാസകനായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു, സാഷ്ടാംഗം അദ്ദേഹത്തെ നമസ്കരിച്ചു. അല്ലയോ ഭഗവാനെ, ഞാൻ എത്ര വലിയ ഒരു എന്താ പറയുക തെറ്റാണ് ഞാൻ ചെയ്യാൻ പോയത്. പാവപ്പെട്ട ഈ മാനുകളെ ഞാൻ കൊല്ലാൻ തീരുമാനിച്ചു. എന്റെ ഈ എന്താ പറയാ ഈ നികൃഷ്ട പ്രവൃത്തിക്ക് അങ്ങ് എനിക്ക് എന്ത് കുറ്റം, എന്താണ് ശിക്ഷ തരുന്നത്, ഞാനത് ഏൽക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ശിവഭഗവാനെ നമസ്കരിക്കുകയാണ്. അപ്പോ ശിവൻ പറയുകയാണ്, ഈ ജന്മത്തിൽ നിന്റെ കർമ്മങ്ങൾ അവസാനിച്ചിരിക്കുന്നു. അല്ലയോ നിഷാദ രാജാവേ, നിഷാദ കാട്ടാള, നിന്റെ ഈ ജന്മത്തെ ആ കർമ്മങ്ങളെല്ലാം തീർന്നു. കാരണം എന്താണെന്ന് നിനക്കറിയാമോ? ഇന്ന് ശിവരാത്രിയാണ്. നീ ഇരുന്ന മരമോ കൂവള മരമാണ്. ഓരോ യാമത്തിലും നീ അമ്പും വില്ലും തൊടുക്കാനായിട്ട് അനങ്ങുമ്പോൾ ഓരോ കൂവളത്തിലായി എന്റെ ശിരസിലാണ് വധിച്ചുകൊണ്ടിരുന്നത്. മാത്രമല്ല, മഴ പെയ്ത് നനഞ്ഞിരിക്കുന്ന ഓരോ കൂവളത്തിന്റെ ഇലയിൽ നിന്നും തുള്ളിത്തുള്ളികളായിട്ട് ജലമുണ്ടായിരുന്നു. നോക്കൂ, ഈ പറഞ്ഞ കൂവളത്തിലയും ജലവും കൂടെ അഭിഷേകവും നീ എനിക്ക് തന്നിരിക്കുകയാണ്. ഈ താഴെ ഉണ്ടായിരിക്കണം എന്താണെന്ന് നോക്കുമ്പോ ഒരു വലിയ ശിവലിംഗമാണ് ഈ പറഞ്ഞ കൂവളത്തിന്റെ താഴെ ഇരുന്നത്. ആ ധാരയോ, അപ്പൊ ഈ പറഞ്ഞ 4 യാമങ്ങളിലും നമുക്കറിയാം ശിവരാത്രിക്ക് ചതുർയാമ പൂജയാണുള്ളത്. ഓരോ യാമങ്ങൾക്ക് ഭഗവാന്റെ പഞ്ചമുഖമായിട്ടുള്ള ശിവഭഗവാന്റെ 4 മുഖത്തിന് കൊടുക്കും. അവസാനം ഇരിക്കുന്ന ഊർത്ത മുഖത്തിന്, 5ാമത്തെ മുഖത്തിന് നമ്മൾ നേരം വെളുക്കാറാകുമ്പോൾ ക്ഷേത്രത്തിൽ ചെന്നില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ആ അഭിഷേകം കൊടുക്കാറുണ്ട്. അപ്പൊ നമുക്കറിയാം വാമദേവം സദ്യോജാതം തത്പുരുഷം എന്നൊക്കെ പറഞ്ഞ പോലെ, അഘോരം എന്നൊക്കെ പറഞ്ഞ പോലെ ഈശാനം, 5 മുഖമാണ്. അതിൽ ഈ പറഞ്ഞ 4 മുഖം 4 യാമങ്ങളെ കുറിക്കുന്നു. ശിവരാത്രി എന്ന് പറഞ്ഞ പ്രത്യേകിച്ച് ശിവഭഗവാന്റെ ആ വിഷം കുടിച്ചത് അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് കയറാതെ പാർവതി കഴുത്തിൽ പിടിച്ച ആ ഒരു സമയമാണ്. അപ്പൊ എല്ലാരും ഉറങ്ങാതിരിക്കണം. എന്താ വിഷം കഴുത്തി പിടിക്കുക, ഇതിനൊക്കെ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് താത്വികം അർത്ഥമുണ്ട്. ഈ പ്രപഞ്ച ഇന്ദ്രിയങ്ങളിൽ കിട്ടുന്ന ആ ഇന്ദ്രിയങ്ങളിലൂടെ വരുന്ന വിഷങ്ങള് നമ്മുടെ ഉള്ളിൽ കയറാതെ പാർവതി ദേവിയാകുന്ന ഭഗവതി ആ ശിവന്റെ കണ്ഠത്തിൽ പിടിച്ചു നിർത്തിയിരിക്കുക. അപ്പൊ നമ്മുടെ ശരീരത്തെ രക്ഷിക്കാൻ, എന്തിനാ, ഈ ശരീരം ഒരു സാധനമാണ്, ഒരു സത്യ കാര്യമുണ്ട്. നമ്മുടെ ജീവാത്മാവിനെ തിരിച്ചറിഞ്ഞത് പരമാത്മാവിൽ എത്തിക്കണം. അതാണ് ശിവരാത്രി. ആ ഓരോ യാമങ്ങളിലും ഉറങ്ങാതിരുന്നിട്ട് എന്താ
ആ നമ്മുടെ ആത്മതത്വത്തെ ചിന്തിക്കുകയാണ്. ഇദ്ദേഹം ഈ പറഞ്ഞ വേടൻ എന്താ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ അറിയാതിരുന്ന് പൂർവജന്മാർജിതം പുണ്യം ന അദ്ദേഹം എന്ത് ചെയ്തു? നിനക്ക് ഈ പറഞ്ഞ ചതുർയാമത്തിൽ നീ കൂളത്തലയും വെള്ളവും വെച്ച് എനിക്ക് അഭിഷേകം ചെയ്തു, അതിന്റെ ഫലം എനിക്ക് തന്നേ പറ്റൂ. നോക്കൂ, അറിയാതെ ചെയ്ത പുണ്യ കർമ്മങ്ങൾക്ക് കൂടെ എത്രയാ ഫലം? ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയാണ്. കാരണം പൂർവ്വജന്മങ്ങളിൽ ഇദ്ദേഹം ശിവന്റെ ഉപാസകൻ എന്തോ കർമ്മത്തിലെ പിഴവ് വന്നിട്ടാണ് അദ്ദേഹം കാട്ടാളനായിട്ട് അപരിഷ്കൃതനായിട്ട് ജനിച്ചത്. അല്ലാതെ ആരും എന്താ പറയുക, ജന്മം കൊണ്ട് നമ്മൾ താഴെ ജനിക്കുന്നില്ല, കർമ്മം കൊണ്ട് നമ്മൾ ഏറ്റുവാങ്ങുന്നതാണ് നമ്മുടെ ജന്മങ്ങൾ. താഴെ ഉയർന്നത് ജന്തുക്കളുടെ, ഉയർന്ന ഋഷിമുനിമാരുടെ, ഇതൊക്കെ എന്താ കർമ്മങ്ങളാണ് ഡിസൈഡ് ചെയ്യുന്ന ജന്മത്തെ. നമ്മൾ ഓരോരുത്തരും സാധകർ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോ അദ്ദേഹം പറഞ്ഞു, നീ ഒരു ബില്വപത്രം കൊണ്ട് എന്നെ അർച്ചിച്ചാൽ, ശിവരാത്രി ദിവസം ഒരു ബില്വപത്രം, ഒരു കൂവളത്തല, നിനക്കറിയാം എന്താണ് എനിക്ക് ആ ബില്വപത്രത്തിനോട് ഇത്ര ഇഷ്ടം നീ നിനക്കറിയായിരിക്കും. ത്രിഗുണം ത്രിഗുണാകാരം ത്രിനേത്രം ച ത്രിയായുധം ത്രിജന്മ പാപ സംഹാരം ഏക ബില്വം ശിവാർപ്പണം. ഒരു ബില്വം കൊണ്ട് ആ 3 ജന്മത്തെ, ഒരു ബില്വം കൊണ്ട് ശിവരാത്രി ദിവസം എന്നെ അർച്ചിച്ചാല് നിന്റെ 3 ജന്മത്തെ പാപം കഴിഞ്ഞു. അപ്പൊ നീ 4 യാമങ്ങളിൽ അർച്ചന ചെയ്തിട്ട് നിന്റെ പൂർവ്വജന്മാർജിത കർമ്മങ്ങളും പാപങ്ങളും എല്ലാം നീ എന്താ പറയുക ദ്രവിപ്പിച്ചു കളഞ്ഞു. നീ അടുത്ത ജന്മം ഒരു രാജാവാകും. അതായത് രാമനെ ഗംഗ കടത്തി വിടുന്നത് നീ ആയിരിക്കും. രാമസീത സംഗമം കൊണ്ട് നിനക്ക് എല്ലാ പുണ്യങ്ങളും നേടും. മാത്രമല്ല രാമനെ അന്വേഷിച്ചു വരുന്ന ഭരതശത്രുഘ്നന്മാരെ നീ ഗംഗാതടത്തിൽ തോണിയിൽ കയറ്റി നീ അവിടെ എത്തിക്കും. അപ്പോ ഈ പറഞ്ഞ അനുഗ്രഹമാണ് ഇന്ന് ഈ പറഞ്ഞ നിഷാദ രാജാവായിട്ടുള്ള ഗുഹൻ. നോക്കൂ, ഓരോ ജന്മത്തില് നമ്മൾ പറയുന്നു ജന്മമില്ല എന്ന്. എങ്ങനെ പറയാൻ പറ്റും ജന്മമില്ലെന്ന്? ആ ഒന്നിന്റെ ഒരു കണ്ടിന്യൂവേഷൻ, ആ അനുഗ്രഹങ്ങളൊക്കെ തന്നെ സാധ്യമാവണമെങ്കിൽ നിഗ്രഹങ്ങൾ ഉണ്ടാവണം, അനുഗ്രഹം ഉണ്ടാകണം, സംയോഗ വിയോഗങ്ങൾ ഉണ്ടാവണം. ഇതാണ് രാമായണം, ഇതാണ് മനുഷ്യ ജീവിതം. മനുഷ്യന് പലരുമായിട്ട് കൂടിച്ചേരുന്നു, വിട്ടുപോകുന്നു, കർമ്മഫലങ്ങൾക്കനുസരിച്ച് വീണ്ടും ജനിക്കുന്നു, വീണ്ടും ഈ പറഞ്ഞ പാപങ്ങളെ ക്ഷയിപ്പിക്കാൻ ജനിക്കുന്നു. നമ്മളെ വീണ്ടും പാപങ്ങളുടെ വലിയൊരു ഭാരവും പേറി നമ്മൾ യാത്ര തുടരുകയാണ്. അല്ല, പാപങ്ങളെ ക്ഷയിപ്പിക്കണ്ടേ? ക്ഷയിപ്പിക്കാനാണ് സാധന, ക്ഷയിപ്പിക്കാനാണ് ഉപാസനാ മാർഗം. അപ്പൊ ഈശ്വരനായ രാമൻ എന്താ ഈ ഇവിടെ വരുമ്പോ നീ എന്ത് ചെയ്യണം? അദ്ദേഹത്തെ ഈ ഗംഗാനദി, ഗംഗയാകുന്ന പവിത്രമായ ജ്ഞാന ആ ഒരു സാഗരത്തെ നീ കടത്തിക്കാൻ, ആ നദിയെ കടത്തി അപ്പുറത്ത് വിടണം. രാമൻ തത്വം എന്ന് പറയുന്നത് പരമാത്മ ചൈതന്യം. നിനക്ക് അതിനുള്ള ഭാഗ്യം, നീ കാട്ടാളനായിട്ട് ഇരുന്നാലും നിനക്ക് അതിനുള്ള ഭാഗ്യം ശിവൻ കൊടുക്കുകയാണ്. ഈ പറഞ്ഞ കാട്ടാളൻ അദ്ദേഹമാണ് ഈ പറഞ്ഞ ഈ ത്രേതായുഗത്തിലെ രാമനെ കടത്തിവിട്ട ഒരു ഗുഹനായിട്ട് ജനിച്ചത്. അപ്പോ രാമസമാഗമത്തിന്റെ പുണ്യമാണിത്. അദ്ദേഹം പറയാ, ശിവൻ പറയാ, സമാഗം ഒന്ന് കണ്ടാൽ തന്നെ, അദ്ദേഹത്തെ ഒരു നോക്ക് കണ്ടാൽ പോലും ആ ഒരു പുണ്യമാണിത്. ഇതേ ഗുഹൻ തന്നെയാണ് ലക്ഷ്മണനെ എന്താ പറയാ ഈ ലക്ഷ്മണനെ ഉപദേശിക്കുന്നുണ്ട്. നമ്മൾ അധ്യാത്മ രാമായണത്തിൽ കാണുന്നുണ്ട്, വാൽമീകി രാമായണത്തിലും ഉണ്ട്. അതായത് എന്താ പറയാ ലക്ഷ്മണൻ ഭയങ്കര സങ്കടത്തിലും ദേഷ്യത്തിലും ഇരിക്കുമ്പോൾ ഈ ഗുഹൻ പറയുന്നുണ്ട്, ഭോഗത്തിനായി കൊണ്ട് കാക്ഷിക്കുകയും വേണ്ട, ഭോഗം വിധികൃതം വർജിക്കുകയും വേണ്ട എന്ന് ആര് പറയണു? ഈ ഗുഹൻ എങ്ങനെ നമുക്ക് അപരിഷ്കൃതനാണെന്ന് പറയാ? അദ്ദേഹം കാട്ടാളനാണോ? അദ്ദേഹം വേദവാക്യങ്ങളാ പറയുന്നത്. ഭോഗത്തിനായി കൊണ്ട് കാക്ഷിക്കുകയും വേണ്ട, നീ ഭോഗത്തിന്റെ പറയാ നടക്കണ്ട ലക്ഷ്മണ. ഭോഗം നിനക്ക് എന്താ പറയാ അത് മോശമൊന്നുമല്ല, പക്ഷെ എന്താ ഭോഗം വിധികൃതം, വിധിയായിട്ട് നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ചുള്ള ഭോഗം എന്താ വർജിക്കുകയും വേണ്ട എന്ന് പറയണം. അതായത് സുഖങ്ങളെല്ലാം അതിന്റെ ആവശ്യത്തിന് നമുക്ക് എന്താ പറയാ ഭാര്യ ഭർത്തൃ ബന്ധമാവട്ടെ, കുഞ്ഞുങ്ങളാവട്ടെ, നല്ല വീടാകട്ടെ, ഐശ്വര്യമായിട്ടുള്ള ഒരു ജീവിതം. അതെന്താ തെറ്റ്? ദേവി തന്നെ പറയുന്നു, ദേവി ഇരിക്കുന്നിടത്ത് ഐശ്വര്യം ഇല്ലാണ്ടിരിക്കോ? അത് നന്നായിട്ട് വിധിവിഹിതമായിട്ട് എന്താ നിനക്ക് അനുഭവിക്കാം. പക്ഷെ എന്താ ലോകത്തിന്റെ ഭോഗസുഖങ്ങൾക്ക് പിന്നാലെ പാഞ്ഞു നടക്കാൻ ചെയ്യണ്ട. യദൃച്ഛിയ വന്നു ചേരുന്നതിനെ ഉപേക്ഷിക്കുകയും വേണ്ട. ഇതായിരിക്കണം ഒരു മുമുക്ഷുവിന്റെ ചിന്താഗതി. നമ്മളെ പോലെ ഓരോ സാധകരും എന്താ മുമുക്ഷു, മോക്ഷം ആഗ്രഹിക്കുന്നവൻ എന്ത് വേണം? എല്ലാം നമുക്കൊരു സമചിത്തതയോടെ ആ ഒരു സുന്ദരമായിട്ടുള്ള സന്ദേശത്തെ നമ്മൾ ഉൾക്കൊള്ളാൻ പഠിക്കണം. അതായത് ഒന്നിനും ഭയക്കണ്ട. നമ്മൾ കൂടുതൽ സുഖത്തിരുന്ന ഉടനെ അയ്യോ ഞാൻ ഒരുപാട് സുഖിച്ചോ, എനിക്ക് പേടിയാവുന്നു, ഇനി ദുഃഖം വരുമോ? എന്തിനാ ദുഃഖം വരുന്നത്? ആ ദുഃഖം എന്ന് പറയുന്നത് നമ്മുടെ പാപകർമ്മങ്ങളുടെ ഫലമല്ലേ. സുഖം അമ്മ തരുന്നതല്ലേ നമുക്ക് ഐശ്വര്യം. നമ്മൾ ആരുടെയും തട്ടിപ്പറിച്ചിട്ടല്ല, ആരുടെയും പുറകെ പോയിട്ടില്ല, ആരുടെയും പിടിച്ചു വെച്ചിട്ടില്ല, തട്ടിപ്പറിച്ചിട്ടില്ല, കെട്ടിപ്പടുത്തിട്ടില്ല, ഒന്നുമില്ല. എന്താ വിധിവിഹിതമായിട്ട് നമുക്ക് പൂർവികരായിട്ട് നമ്മുടെ ഭർത്താവ്, നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാവരും ആർജിക്കുന്ന ധനം വെച്ച് സന്തോഷമായിട്ട് ജീവിക്കണം. അതിൽ എന്താ തെറ്റ്? ഒരു കാറ് വാങ്ങിച്ചു, ഒരു വീട് വെച്ച് സന്തോഷമായിട്ട് എന്തൊക്കെയോ ആഗ്രഹങ്ങളുള്ളതെല്ലാം പൂർത്തീകരിക്കാതെ അർജുനനാവാൻ പറ്റില്ല.
ഋജുവാകണം. നമ്മുടെ മനസ്സ് ആഗ്രഹങ്ങളുടെ പിറകെ പായാതെ സന്തോഷമായിട്ടിരിക്കണം. എന്താ ആ ഒരു ധാർമ്മികമായിട്ട് വരുന്നതെല്ലാം അനുഭവിച്ച് എന്താ മനുഷ്യ ജന്മത്തിന്റെ ലക്ഷ്യം മറക്കാതിരിക്കണം. അതാണ് ജന്മലക്ഷ്യം. നമ്മുടെ ജന്മലക്ഷ്യം എന്താണ്? മോക്ഷമാണ്. മോഹങ്ങളെല്ലാം ക്ഷയിപ്പിക്കുകയാണ്. നമുക്കൊരു ലക്ഷ്യമുണ്ട്, അതായത് അത് മറന്നു പോകരുതെന്നേ ഉള്ളൂ. സുഗ്രീവന് തന്നെ രാജാഭിഷേകം കഴിയുമ്പോഴത്തേക്ക് സുഗ്രീവനെ രാജാവാക്കി കഴിഞ്ഞപ്പോ എന്താ വലിയ വീറും വാശിയായിരുന്നു ബാലിയെ കൊല്ലാനും. ഞാൻ ഇപ്പൊ കണ്ടുപിടിച്ചു തരാം സീത എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ ഒരു സുഖം കിട്ടിയപ്പോ, തന്റെ ഭാര്യയുമായിട്ട് വീണ്ടും രാജ്യസുഖങ്ങൾ കിട്ടിയപ്പോ എന്താ ഒരു എത്രയോ മാസക്കാലം, 3-4 മാസക്കാലം അദ്ദേഹം മഴയാണ്, വർഷമാണ്, മറ്റതാണ്, മറിച്ചാണെന്നും പറഞ്ഞ് സുഖമായിട്ട് ഭോഗ ആലസ്യങ്ങളിൽ മുഴുകി തന്റെ രാജ്യത്തിലിരിക്കുക. ലക്ഷ്മണന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്, നമ്മൾ ഇനി കാണുന്നുണ്ട്. അപ്പോ സുഖം കിട്ടുമ്പോൾ നമ്മുടെ ലക്ഷ്യത്തെ മറന്നു പോകരുത്. അത് ആര് തന്നു എന്നുള്ളത് നമ്മൾ മറക്കരുത്. രാമനോ തന്റെ ഭാര്യയെ വിരിഞ്ഞ് ആ വിരഹ ദുഃഖത്തില് നീറുന്ന അദ്ദേഹത്തിനടുത്താണ് സത്യം ചെയ്തത്, എന്താ ഭാര്യയെ കണ്ടുപിടിച്ചു കൊടുക്കാന്ന്. അത് മറന്നുപോയി സുഗ്രീവൻ. അവിടെ ചെന്ന് കൊട്ടാരത്തിന്റെ മുന്നിൽ ലക്ഷ്മണൻ അലറുന്നുണ്ട്. അപ്പൊ അതുപോലെ നമ്മൾ ഇന്ദ്രിയ സുഖങ്ങള്, നമുക്ക് ഈ പ്രപഞ്ചത്തിൽ അമ്മ തരുന്ന ആ ഒരു സുഖങ്ങളിൽ നമ്മൾ മതിമറന്നു പോവില്ല, അതിൽ ആണ്ടു പോകരുത്. അതെല്ലാം അമ്മ തന്നതാണ്, മിതമായിട്ട് നമുക്ക് എന്താ പറയുക ഉപയോഗിക്കാം. പക്ഷെ നമ്മുടെ ജന്മലക്ഷ്യവും മറന്നുപോകില്ല. ഇതിനെയാണ് അജഗര മുനിയുടെ അജഗരം എന്ന് പറയുന്ന മലമ്പാമ്പിന്റെ ജീവിതവൃത്തി. നമുക്കറിയാം ഒരു ഏകാദശ സ്കന്ധത്തില് ഭാഗവതത്തിന്റെ മുക്തി സ്കന്ധം, ആ ഒരു ദത്താത്രേയ മഹർഷിയുടെ 24 ഗുരുക്കന്മാർ, അതിൽ ഒരെണ്ണം മലമ്പാമ്പാണ്. നമ്മൾ വിചാരിക്കും എന്താ ഈ മലമ്പാമ്പിന്റെ എന്നൊക്കെ നമ്മൾ പഠിക്കുക എന്നുള്ളത്. ഓരോ ഗുരുക്കന്മാരും പ്രകൃതിയാണ്. അദ്ദേഹം ആ ഒരു ഗുരുക്കന്മാരുടെയും കീഴിൽ അദ്ദേഹം അവധൂതനായിരുന്നു. നമ്മുടെ ദത്താത്രേയ പരമ്പരയാണ്. അദ്ദേഹം പ്രപഞ്ചത്തിൽ നിന്ന്, പഞ്ചഭൂതങ്ങളിൽ നിന്ന്, സൂര്യൻ, ചന്ദ്രൻ, ഓരോ പ്രാവിൽ നിന്ന്, അങ്ങനെ ഓരോന്നിൽ നിന്നും ഓരോ തത്വങ്ങൾ, അത് വളരെ ആ 24 തത്വങ്ങൾ അറിഞ്ഞാൽ തന്നെ ശരിക്കും പറഞ്ഞ ഒരു സാധനയിൽ എത്രയോ പെട്ടെന്ന് നമുക്ക് മേളിപ്പോവാം. ഒരു ചലന്തി എല്ലാത്തിൽ നിന്നും അത് ഓരോന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. പക്ഷെ ഈ അജഗരം എന്ന് പറയുന്ന ഒരു മലമ്പാമ്പ്, അത് അജഗര മുനിയാണ് കേട്ടോ. ഈ മലമ്പാമ്പ് എന്ന് പറയുന്നത് ശരിക്കും ഒരു മുനിയുടെ ഒരു പാമ്പായിട്ട് അദ്ദേഹം കിടക്കുകയാണ്. അപ്പൊ ഈ അജഗര മുനി ജീവിത വൃത്തി എന്ന് പറയാൻ കാരണം എന്താ? അജഗര മുനിയുടെ ഈ അജഗര എന്ന് പറഞ്ഞിട്ട് മുനി വൃത്തി എന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറയാ, ഒരു സേയിങ്, ഒരു എന്താ പറയാ, നമ്മളിങ്ങനെ പറയില്ലേ, ഒന്നിനെ സംബന്ധിച്ച് ഒരെണ്ണം ഒരു എന്താ പറയാ, അത് ഒരു ഭാഷയിൽ തന്നെ ഒരു പ്രോവർബായിട്ട് വരും. അപ്പൊ ഇദ്ദേഹത്തിന്റെ അജഗര വൃത്തി എന്നും പറഞ്ഞ ഒരു പ്രോവർബായിട്ട് വന്നു. അതെന്താ കാരണം? എതിർച്ചയാ ലാഭസന്തുഷ്ടൻ. അതായത് എതിർച്ചയായിട്ട് പ്രകൃതിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ജീവൻ. നമ്മളെന്താ ആലോചിച്ചിട്ട് നമ്മുടെ ഇഷ്ടത്തിനാണോ കടന്നു വരുന്നത്? നമ്മൾ മരിക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനാണോ? അല്ല, ഇതെല്ലാം യാദൃച്ഛികതയാണ്. നമ്മൾ എപ്പോ മരിക്കണമെന്ന് നമുക്കറിയില്ല, എപ്പോ ജനിക്കണമെന്ന് നമുക്കറിയില്ല. അപ്പൊ ഇതിന്റെ ഈ രണ്ടിന്റെയും ചരട് ആരുടെ കയ്യില്ല? ആ ഒരു ശക്തിയുടെ കയ്യിലല്ലേ. അപ്പൊ നമ്മളത് ചിന്തിക്കണം. അപ്പൊ എന്ത് വേണം? നമുക്ക് എതിർച്ചയാ പ്രകൃതിയിലേക്ക് കടന്നു വന്ന നമ്മള് ഈ ജീവൻ കിട്ടിയിട്ട് ഈ ശരീരം എടുക്കുമ്പോൾ സന്തോഷമായിട്ടിരിക്കുക. കാരണം നമ്മുടെ താൽക്കാലിക താമസ സ്ഥലമാണിത്. നമ്മൾ എവിടുന്നോ പൊട്ടി ഇങ്ങോട്ട് വന്ന് വീണതാ അല്ലെ, ഈ താഴെ ഭൂമിയിൽ. നമ്മൾ വിചാരിക്കണോ നമ്മള് മോളിൽ ഇരുന്നവരാണെന്ന്? അറിയില്ല. നമ്മൾ താഴേന്ന് കയറി വന്നവരാണോ ഈ പറഞ്ഞ എന്താ അതല വിതല സുതല പാതാളത്തിൽ നിന്ന് കയറി വന്നതാണോ, നമ്മൾ മോളിൽ ഇരുന്നോ, ഒന്നും നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ദേവിയുടെ ശ്രീവിദ്യാ മന്ത്രം ഉപാസിക്കണമെങ്കിൽ താഴേന്ന് കയറി വരാൻ പറ്റില്ല. ആ ഒരു ഭൂമിക്കും താഴെയുള്ള പ്രതലങ്ങളിൽ നിന്ന് ഒരു ശ്രീവിദ്യാ ഉപാസകൻ വരില്ല. തീർച്ചയായിട്ടും മുകളിൽ നിന്നേ വരാൻ പറ്റൂ. ഇല്ലെങ്കിൽ മനുഷ്യ ജന്മത്തിൽ തന്നെ അനേക ജന്മം ചെയ്ത പുണ്യ കർമ്മങ്ങളാണ്, അത് ഉറപ്പാണ്. അപ്പോ നമ്മൾ ഈ ഒരു അജഗര വൃത്തി എന്ന് പറയുന്നത് എന്താ? നമ്മള് ഈ അതായത് എതിർച്ചയാ വന്ന ജീവൻ, എതിർച്ചയാ കിട്ടിയ ശരീരം, അതിനെന്ത് ചെയ്യണം? എതിർച്ചയാ ലാഭസന്തുഷ്ടനായിരിക്കണം. നമുക്ക് കിട്ടുന്നതിലൊക്കെ സന്തോഷമായിട്ടിരിക്കണം. നമുക്ക് എന്ത് കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ സത്യത്തെ മറന്നുകൊണ്ടല്ലേ നമ്മൾ ഒന്നിനും എന്താ പറയുക, നമുക്കിത് പോരാ, ഇത് പോരാ, അത് വേണം, ഈ സ്വന്തം ഈ പറഞ്ഞ മൂടിയത് വെക്കുക, എന്റെ സ്വന്തമാക്കി വെക്കുക, നമ്മൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. എവിടെ നിന്ന് വന്നെന്ന് അറിഞ്ഞൂടാ. ആരാണ് നമുക്ക് ഈ ശരീരം തന്നെന്ന് പറഞ്ഞത്? ഒന്നും നമ്മുടേതല്ല. പക്ഷെ ഇവിടെ വന്നപ്പോഴും നമ്മൾ കാണുന്നില്ലേ, എത്രത്തോളം കടത്തിക്കൊണ്ട് വന്നിട്ടും മതിയാവുന്നില്ല. ഒന്നിലും ഒരു തൃപ്തിയില്ലായ്മ. ആ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെ മനസ്സ് എപ്പോഴും തുടിച്ചുകൊണ്ടേയിരിക്കും. എന്താ? അത് വേണം, ഇത് വേണം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. കൊണ്ടുവരാത്തപ്പോൾ എന്താണ് കൊണ്ടുപോകാനുള്ളത്? കയ്യും വീശി വന്ന നമ്മള് എന്താ നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകാനുള്ളത്? കയ്യും വീശി വന്നതിന്റെ സൂക്ഷ്മ ശരീരത്തിന്റെ പുറകില് ശരി കുറെ കർമ്മങ്ങൾ ചെയ്തു, അത് ശരിയാ. പക്ഷെ സ്ഥൂലമായിട്ട് കാണാൻ പറ്റുന്നതായിട്ട് നമ്മൾ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല, ഒന്നും കൊണ്ടുവന്നിട്ടില്ല. പക്ഷെ എന്തൊക്കെയോ പിടിച്ച് കെട്ടി കൊണ്ടുവന്ന് വെക്കുക. എന്റേത്, എന്റെ മക്കൾ, എന്റെ കുടുംബം, എന്റെ സ്വത്ത്. ആ എന്റെ എന്നുള്ളത് വിട്ടിട്ട് എന്ത് ചെയ്യാ? എതിർച്ചയാ ലാഭ സന്തുഷ്ട. ഇത് ഭഗവാൻ ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്. യാദൃച്ഛികമായിട്ട് വന്ന ശരീരം
യാദൃച്ഛികമായിട്ട് കിട്ടിയ കുടുംബം, യാദൃച്ഛികമായി കിട്ടിയ സന്തോഷം എല്ലാം എന്താ, അതിൽ സന്തുഷ്ടനായിട്ട് നീ കഴിയൂ. ഇതാണ് മലമ്പാമ്പ്. മലമ്പാമ്പ് ചുമ്മാ ഇങ്ങനെ കിടക്കും ഒരിടത്ത്, അതിലേക്കൂടെ പോകുന്ന ഒരു മുയലോ എലിയോ അത് വാ തുറന്നു വെക്കും, അത്രേ ചെയ്യുള്ളൂ. ഇത് അറിയാതെ ചെന്ന് ഈ പറഞ്ഞ പാമ്പിന്റെ വായാണെന്നറിയാതെ ഈ പറഞ്ഞ ഇര അതിന്റെ ഉള്ളിൽ പോകും. അത് 10 ദിവസം സുഖമായിട്ട് ഇരയെ വിഴുങ്ങിയിട്ട് എന്താ, ആരെയും തേടി പോകുന്നില്ല, കിട്ടാത്തതിൽ വിഷമിക്കുന്നതിന് തലതല്ലി ചാകുന്നില്ല, എനിക്ക് ഭക്ഷണം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ദൈവത്തിന് ശപിക്കണില്ല. പാമ്പ് എന്ത് ചെയ്യണു? മിണ്ടാതെ അവിടെ കിടക്കണു. വന്നെങ്കിൽ വന്നു, ഇല്ലെങ്കിൽ ഇല്ല, അത്ര തന്നെ. അതാണ് അജഗര വൃത്തി എന്ന് പറയുന്നത്. അപ്പൊ ഈ സത്യത്തെ, അതായത് പ്രകൃതിയിലെ മലമ്പാമ്പ് ദത്താത്രേയ മുനിയുടെ 24 ഗുരുക്കന്മാരിൽ ഒരാള് ആകണമെങ്കിൽ ഈ ഏകാദശ സ്കന്ധം, മുക്തി സ്കന്ധം, നമുക്ക് ഈ പറഞ്ഞ മോഹങ്ങളുടെ ക്ഷയം വരണമെങ്കിൽ ഈ സത്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം, ഇല്ലേ? ഈ പറഞ്ഞ നമ്മളും ഇതുപോലെയാണ്. അതായത് ഗുഹന് ഉപദേശം കൊടുക്കുന്നത് ലക്ഷ്മണനാണ്. അതായത് നമ്മൾ കാണുന്നുണ്ട് രാമന്റെ രാജ്യാഭിഷേകം നടക്കുന്ന ഈ ലക്ഷ്മണനും ഒരു ഉപദേശം തിരിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ കാണുന്ന ഗുഹൻ കൊടുക്കുന്ന ഉപദേശമാണ്. അപ്പോ രാമന്റെ രാജ്യാഭിഷേകം നടക്കാതെ വന്നപ്പോൾ ക്രൂദ്ധനായിട്ട് എല്ലാവരെയും നിഗ്രഹിച്ച് ജ്യേഷ്ഠനെ രാജാവാക്കും എന്ന് പറഞ്ഞ അതേ ലക്ഷ്മണൻ തന്നെ ഈ ഗുഹന് എന്താ, ഉയർന്ന തലത്തിൽ, അതായത് ആ ഒരു ഉയർന്ന തലം പറഞ്ഞു കൊടുക്കുന്ന കാരണം എന്താ, ലക്ഷ്മണോപദേശം രാമൻ ചെയ്തു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ കൊള്ളേണ്ട തലങ്ങളിൽ അദ്ദേഹം അത് ഉൾക്കൊണ്ടു എന്നുള്ളതിന്റെ ആ ഒരു ബാഹ്യമായിട്ടുള്ള ലക്ഷണമാണ് ലക്ഷ്മണൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് സാധകന്റെ ബോധതലത്തെ എങ്ങനെയാണ് ഉണർത്തുന്നത്, അതിന് നമ്മൾ എന്താ വേണ്ടത്? സാധകന്റെ ബോധതലം. സാധകൻ എന്ന് പറഞ്ഞാൽ ലക്ഷ്മണനും ഒരു സാധകനാണ്. അദ്ദേഹത്തിന്റെ ബോധതലം എങ്ങനെ ഉണർന്നു? രാമന്റെ ഉപദേശം കൊണ്ട്, രാമനുമായിട്ടുള്ള സംഘം കൊണ്ട്, രാമനുമായിട്ട് ജീവിച്ചത് കൊണ്ട്, അദ്ദേഹത്തിന്റെ ഉപദേശത്തെ ശിരസാ വഹിച്ചുകൊണ്ട്, തിരിച്ചൊന്നും ചോദിക്കാതെ ജ്യേഷ്ഠ അങ്ങ് എന്ത് പറയുന്നു അതുപോലെ ആ കാലടികള് രാമതത്വത്തെ പിന്തുടർന്നുകൊണ്ട് ലക്ഷ്മണന് ബോധതലത്തിൽ മാറ്റം ഉണ്ടായി. അതുപോലെ നമ്മൾ സാധകരെന്താ ചെയ്യേണ്ടത്? ഉയർന്ന സാധനകൾ അനുഷ്ഠിക്കണം, സത്സംഗങ്ങൾ വേണം. ജീവന്റെ ആ ഒരു ജീവൻ വരുന്ന വഴി, ജീവന്റെ ഗതി, കർമ്മഗതി, ഇതെല്ലാം നമ്മൾ അറിയണം. എങ്കിൽ മാത്രമേ നമ്മുടെ പാപത്തെ നശിപ്പിച്ചിട്ട് നമുക്ക് ജ്ഞാനത്തെ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് സത്സംഗത്തെ നിസ്സംഗത്വം എന്ന് ആ ഭഗവത്പാദര് ഭജഗോവിന്ദത്തിൽ പറയുന്നത്. സത്സംഗം കൊണ്ട് മാത്രമേ നമുക്ക് നിസ്സംഗം വരൂ. നിസ്സംഗം കൊണ്ട് മാത്രമേ, സംഘമില്ലായ്മ കൊണ്ട് മാത്രമേ നിർമോഹത്വം വരുള്ളൂ. മോഹം, ആഗ്രഹങ്ങൾ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. നിർമോഹത്തെ, ആ മോഹങ്ങൾ ഇല്ലാതിരിക്കുന്ന മനസ്സിൽ നിശ്ചല തത്വം. ആ നിശ്ചല തത്വം തന്നെയാണ് നമ്മൾ കണ്ടു. ആ പറഞ്ഞ കൈലാസത്തിന്റെ മേളിലുള്ള ഭാഗം എന്ന് പറയുന്നത് നിശ്ചലമായ, ഏകമായിട്ടുള്ള, നിർവികാരം, നിരാകാരം, ആ ഒരു നിശ്ചല തത്വത്തിൽ എവിടെ നിൽക്കൂ, അതാണ് ജീവൻ മുക്തി. അവിടെ ചെന്ന് ആ ഒരു ജീവൻ ശിവനായിട്ട് തീരുന്നത് തന്നെയാണ് നമ്മുടെ മുക്തി. അപ്പൊ ജ്ഞാനവിഹീനം, നമ്മളല്ലാതെ എന്ത് കർമ്മങ്ങൾ ചെയ്താലും നമുക്കറിയാം, ഇതിൽ തന്നെ പറയുന്നുണ്ട്, കുരുതേ ഗംഗ സാഗര ഗമനം വൃത പരിപാലനം അഥവാ ദാനം. എന്ത് ചെയ്യൂ, നിങ്ങൾ എന്തൊക്കെ വേണമെങ്കിലും ചെയ്യൂ, അതൊന്നും ജ്ഞാനവിഹീനം, അറിവില്ലാതെ ചെയ്യരുത്. ആർക്കൊക്കെ എന്തൊക്കെയോ വാരിക്കൊടുത്തു, അല്ലെ? നമ്മൾ കണ്ടിട്ടില്ലേ വലിയ സഞ്ചിയിലൊക്കെ കുറെ നമ്മൾ ഉഴിഞ്ഞിട്ട പൈസ. നമ്മുടെ വീട്ടിൽ ഓരോ കുട്ടികൾ പോകുമ്പോൾ, അല്ലെങ്കിൽ കുട്ടികൾക്ക് നന്മ വരുത്താൻ ബർത്ത്ഡേക്കൊക്കെ ഒരു വലിയ പെട്ടിക്കകത്ത് തലയിൽ ഇങ്ങനെ ഉഴിഞ്ഞ് നമ്മുടെ പാവങ്ങളെല്ലാം കൂടെ ഒരു പെട്ടിക്കകത്ത് സൂക്ഷിച്ചു വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും? പാവപ്പെട്ട കുറെ ഭിക്ഷക്കാര് അവരുടെ ജന്മം കൊണ്ട് അവർ ഭിക്ഷ യാചിക്കേണ്ടി, നാളെ നമ്മളും ഒരു ഭിക്ഷുവായിട്ട് ഇരിക്കില്ലെന്ന്. നമ്മളെ ശരിക്കും നമ്മളൊക്കെ ഭിക്ഷുക്കളല്ലേ? നമ്മൾ ഈ കിട്ടിയ ജീവന് നിലനിർത്തണേന്ന് പറഞ്ഞ അമ്പലങ്ങളിൽ തേടി നടക്കുക, ശരീരത്തിന് രോഗം വരരുതേ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക, കിട്ടിയത് പോരാഞ്ഞിട്ട് എനിക്ക് ഇനി സമ്പത്ത് തരണേ. നമ്മൾ ഏറ്റവും വലിയ ഭിക്ഷക്കാരെന്താ? ഏറ്റവും വലിയ ധനികരാണ്. അവർക്കത് നിലനിർത്താനുള്ള ഭിക്ഷ. ഓരോ ക്ഷേത്രത്തിലും ചെന്ന് തന്റെ മക്കൾക്ക് ഇനി അത് കിട്ടണേ, തന്റെ മക്കൾക്ക് ഇത് കിട്ടണേ, എനിക്ക് കിട്ടണേ, എനിക്ക് രോഗം വരരുത്, എനിക്ക് നല്ല മുക്താവസ്ഥ തരണേ, എനിക്ക് സുഖം തരണേ. എന്തൊക്കെയാ അത് ചോദിക്കാത്തത്? എന്റെ ഭർത്താവിന് ആയുസ് കൊടുക്കണേ, എനിക്ക് ആയുസ് തരണേ, എന്റെ കുഞ്ഞുങ്ങൾക്ക് ആയുസ് കൊടുക്കണേ, ഞാൻ ജീവിച്ചിരിക്കുമ്പോ എനിക്കിതൊന്നും സംഭവിക്കരുത്. എങ്ങനെ നമുക്കിത് ചോദിക്കാൻ പറ്റും ഭഗവാനോട്? ഭഗവാൻ അറിയില്ലേ? നമ്മൾ ഈ പറഞ്ഞ എതിർച്ചയായിട്ട് വന്നവരാ. അദ്ദേഹത്തിന് ആ എതിർച്ചയായിട്ട് തിരിച്ചു കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് അറിയാം. അവിടെ നമുക്ക് എന്താണ് നിയമങ്ങൾ വെക്കാൻ നമുക്കുള്ള നമുക്കുള്ള പവർ എന്താ? നമുക്കുള്ള അധികാരം എന്താ? നമ്മൾ എന്തെങ്കിലും അമ്മയെ അറിഞ്ഞിട്ടുണ്ടോ? നമ്മൾ എന്തെങ്കിലും നേടിയിട്ടുണ്ടോ? അമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എല്ലാ കർമ്മങ്ങളും നമുക്ക് വേണ്ടിയിട്ടല്ലേ ചെയ്യണത്. ഓരോന്ന് ചെയ്യുമ്പോഴും അത് വെച്ചിട്ട് എനിക്ക് തരണേ, ഇത് വെച്ചിട്ട് എനിക്ക് തരണേ, അമ്മ ഞാൻ അത് തരാം, എനിക്ക് ഇത് തരണേ. നിസ്സാരമായിട്ടുള്ള ഒരു വലിയ സാഗരത്തിന്റെ അടുത്ത് ചെന്ന് ഒരു സ്പൂൺ വെള്ളം ചോദിക്കുന്നവരാണ് നമ്മൾ. നമ്മൾ ജ്ഞാനഭിക്ഷ ഇതുവരെ ചെയ്യുന്ന ജ്ഞാന വൈരാഗ്യ സിദ്ധാർത്ഥം ഭിക്ഷാം ദേഹീജ പാർവതി. ആ പറഞ്ഞ ഒരു ശങ്കരാചാര്യരെ പോലെ ജ്ഞാനവും വൈരാഗ്യവും തരണേ. കാശി വിശാലാക്ഷിയോട് ചോദിക്കുക, അമ്മ എനിക്ക് ജ്ഞാന വൈരാഗ്യങ്ങൾ തരൂ. നമ്മൾ ഇതുവരെ ചോദിച്ചിട്ടില്ല. നമ്മൾ പാവപ്പെട്ട ഭിക്ഷക്കാരെ, അവര് ശരീരം കൊണ്ട് അവര് പാവപ്പെട്ടവരായിപ്പോയി, ദാരിദ്ര്യം കൊണ്ട് അവരെന്ത് ചെയ്യണു? ക്ഷേത്രങ്ങളുടെ നടയിലിരുന്ന്
അവരുടെ പുണ്യം, അവർക്ക് പൈസ കണ്ടല്ലോ നമ്മൾ അതെന്ന് പറയണ്ട. നമ്മളോ നമ്മുടെ ദോഷങ്ങളെ തീർത്ത് നമ്മുടെ തലയ്ക്കൊഴിഞ്ഞ് നമ്മളെല്ലാം ക്ഷേത്രങ്ങളുടെ നടയിൽ നമ്മൾ ചെയ്യണം തലയ്ക്കൊഴിയുക. എന്താ ഈ തലയ്ക്കൊഴിയുന്നത്? നമ്മൾ എന്നിട്ട് വേണമെങ്കിൽ അതിൽ ശ്വാസവും കൂടെ വെക്കുമായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. വീട്ടില് നല്ല കാര്യങ്ങൾ വരുമ്പോൾ കുറച്ച് പൈസ എടുത്ത് 10 രൂപ എടുത്ത് കെട്ടിവെക്കും, ഇന്ന ക്ഷേത്രത്തിലേക്ക്, ഇല്ലെങ്കിൽ ഇത് ഭിക്ഷക്കാർക്ക്. ഒരിക്കലും ചെയ്യരുത്. നമ്മുടെ കർമ്മം എങ്ങനെയാ നമ്മൾ ബാക്കിയുള്ളവർക്ക് കൊടുക്കുക? അവരങ്ങനെ തരം താണല്ല, അവരുടെ ഉള്ളിൽ അമ്മയായിരിക്കുന്നത്. ഒരു ക്ഷേത്രത്തിന്റെ നടയിലിരിക്കുന്ന ഒരു ഭിക്ഷക്കാരന്റെ ഉള്ളിൽ നോക്കൂ, ആ സർവൈശ്വര്യ പ്രദാനം ചെയ്യുന്ന ആ അമ്മ പഞ്ചപ്രേത മഞ്ചത്തിൽ ഇരിക്കുക. ആ അമ്മയ്ക്കാണോ കൊണ്ട് ഭിക്ഷ കൊടുക്കുന്നത്? അതോ അവിടെ കൈനീട്ടിയിരിക്കണ മനുഷ്യനോ? കൊടുക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ആ ഭാവം നമ്മുടെ ഒരിക്കലും ഒരു ആഹാരം ഇല്ലാത്ത മനുഷ്യന് ആഹാരം കൊടുക്കാം. പക്ഷെ എന്താ, നമ്മളെക്കാളും താണവനാണ് അവൻ വന്ന് നമ്മുടെ മുമ്പിൽ കൈനീട്ടുകയാണെന്നുള്ള ഭാവത്തിൽ കൊടുത്താൽ ആ കർമ്മം ഒരു കാലത്തും നമുക്ക് പുണ്യത്തെ തരില്ല. നമ്മുടെ തലയ്ക്കൊഴിഞ്ഞ് ഏത് പാപമാണ് ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നത്? എത്രയോ പേര് നമ്മൾ എപ്പോഴും തലയ്ക്കൊഴിഞ്ഞിടൂ. ഒരു കാലം സാധകന് ചെയ്യാൻ പറ്റില്ല. തലയുടെ ഒഴിഞ്ഞ എന്താ, ആ ഒരു ശിവശക്തി പാദങ്ങളെ, നമ്മുടെ ഗുരുപാദകങ്ങളെ നമ്മൾ ഒഴിയുന്നത്. അവിടെ എന്ത് പാപം ഇരിക്കണം? സഹസ്രാരത്തില് പുണ്യം, ഒരു ശിവഗംഗ ഇരിക്കുന്ന സ്ഥലം, ശിവഗംഗയുടെ ഉത്ഭവ സ്ഥാനമാണ് നമ്മുടെ സഹസ്രാരം. അവിടെയാ ഒഴിഞ്ഞിട്ട് പറയുന്നത് എന്റെ പാപങ്ങളെ തീർക്കണേ. ക്ഷേത്രത്തിലും അങ്ങനെയാ, ഒഴിഞ്ഞിടുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണോ ഒഴിഞ്ഞിടുന്നത് നമുക്കറിയില്ല. ഭൗതികമായിട്ടുള്ള ദുഃഖങ്ങളാണോ പാപം, ഒന്നും ഒഴിഞ്ഞു മാറ്റാൻ പറ്റില്ല. എന്തുകൊണ്ട് മാറ്റാൻ പറ്റും? ജ്ഞാനപ്രവാഹം കൊണ്ട് മാറ്റാൻ പറ്റും. അന്യർക്ക് കൊടുക്കുന്നതിന്റെ ഭാവം നമ്മൾ മാറ്റണം. നമുക്കെന്തോ ഒരുപാടുണ്ട്, ബാക്കിയുള്ള ഒരു ഭിക്ഷക്കാരാണ്. വലിയ സഞ്ചിയിൽ കൊണ്ടുവന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്, വലിയ വലിയ ആൾക്കാര് വലിയ കാറിൽ വന്നിറങ്ങി അവർ കുറെ ഭിക്ഷക്കാരെ പോലെ കുറെ ജോലിക്കാർ താങ്ങിക്കൊണ്ടുവരും. അവർക്ക് ഫുഡ് ഐറ്റംസും രൂപയും ഒക്കെ. എന്താ, ഞാൻ ധനികൻ, എനിക്കെല്ലാം ഉണ്ട്, എന്റെ പുണ്യകർമ്മങ്ങളുടെ ഫലം ഞാനിതാ, നിങ്ങൾക്ക് പാവങ്ങൾ അവിടെ ഇരിക്കണം. ആ പാവങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്ന അമ്മ നമ്മുടെ ഉള്ളിൽ ഇരിക്കണം അമ്മ. ആ ഭിക്ഷക്കാരനെ തൊഴുത് എന്റെ ഭിക്ഷ മേടിക്കാൻ ഞാനൊരു എന്താ പറയുക പുണ്യകർമ്മം ചെയ്യണം, നിങ്ങൾ ഇത് സ്വീകരിക്കൂ എന്ന് പറഞ്ഞിട്ട് ആ ഒരു വിനയത്തോടെ കൊടുക്കുന്നത് മാത്രമേ ഭിക്ഷയാവുള്ളൂ. പണ്ട് കാലത്ത് ഭിക്ഷ എന്ന് പറഞ്ഞൊരെണ്ണം എന്താ, ജ്ഞാനവൃദ്ധന്മാരെ, നമ്മൾ സന്യാസികളെ, ഋഷിമുനിമാരെ, അങ്ങനെ ജ്ഞാനത്തില് ഇരിക്കുന്നവരെ മാത്രമാണ് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഭിക്ഷ കൊടുക്കുന്നത്. ഇന്നും ആശ്രമങ്ങളിൽ നിന്ന് വരുന്നവര് നമ്മൾ പറയും ഭിക്ഷയ്ക്ക് വന്നു. നമ്മുടെ ഗുരുജിയൊക്കെ വരുമ്പോൾ അദ്ദേഹത്തിന് ഭിക്ഷ കൊടുക്കുക. എന്താ, അദ്ദേഹം വീട്ടിൽ വന്നതിന്റെ, അദ്ദേഹത്തിനെ പോലെ ഒരു പുണ്യ ആളിന്റെ പാദം നമ്മുടെ വീട്ടിൽ വച്ചതുകൊണ്ട് ആ ഒരു, നമ്മൾ എപ്പോഴും എല്ലാ സന്യാസിമാരെയും വീട്ടിൽ വിളിക്കും. നമ്മുടെ വിചാരം അവര് വന്ന് കാല് വയ്ക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെല്ലാം പോകുന്നു. ഒന്നും പോയില്ല. അവരുടെ കാല് വയ്ക്കും, നമ്മൾ അതേപോലെ തന്നെ ഈ കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല. അവര് വന്ന് ഭക്ഷണം കഴിച്ചിട്ട്. പക്ഷെ ഏത് അറിവോടുകൂടി ഇവര് ബ്രഹ്മജ്ഞാനികളാണ്, ഇവര് ബ്രഹ്മത്തെ അറിഞ്ഞവരാണ്, ഇവര് ബ്രഹ്മവുമായിട്ട് എന്താ പറയാ ആ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്തവരാണ്. അവര് വരുമ്പോ എന്റെ ഉള്ളില് ഭഗവാനെ എനിക്ക് മാറ്റം വരണേ, എന്റെ വീട്ടില് ഈ ഐശ്വര്യങ്ങളെല്ലാം നിലനിർത്താനല്ല, എന്റെ മനസ്സില് ഐശ്വര്യങ്ങൾ നിറഞ്ഞ ആ ശക്തിയെ എനിക്ക് നിലനിർത്താൻ പറ്റണേ, എവരുടെ അറിവ് എനിക്ക് കിട്ടണേ എന്നാണ് നമ്മള് ബ്രഹ്മജ്ഞാനികളെ, അതായത് ഋഷിമാരും ഈ പറഞ്ഞ ആശ്രമത്തിൽ ആരെ വിളിക്കുമ്പോഴും നമ്മൾ കേട്ടു നോക്കും. നമ്മൾ പറയുന്ന വാക്കാണ് ഭിക്ഷ എന്ന്. ആ ഭിക്ഷ അവര് ഭിക്ഷ സ്വീകരിക്കാൻ വരിക. ബിക്കോസ് അവര് പ്രാപഞ്ചികമായിട്ടുള്ള സുഖങ്ങളെ ത്യജിച്ചിട്ട് അവർ ഈ പറഞ്ഞ ഒരു ഒറ്റ വസ്ത്രം എടുത്ത് അവര് ഈ പറഞ്ഞ പ്രപഞ്ച നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതാണ് ദേവന്മാര്, അതാണ് ഋഷിമാര്. അവരെ നമ്മൾ വിളിച്ചുകൊണ്ടുവന്ന് അവർക്ക് എന്താ കാല് കഴുകി അവര് നമ്മുടെ വീട്ടിൽ കയറ്റി അവർക്ക് സ്വർണ്ണത്തളികയിൽ ഭക്ഷണം കൊടുക്കണം, ഇല്ലെ വെള്ളിത്തളികയെ കൊടുക്കണം. കാരണം അവരുടെ ഒരു അനുഗ്രഹം നമ്മുടെ 1000 ജന്മത്തെ പാപത്തെ ഇല്ലാതാക്കും. അതാണ് ബ്രഹ്മജ്ഞാനി എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് അതെല്ലാം മാറിയിട്ട് എന്താ, ആ ഭിക്ഷ കൊടുക്കുക എന്നുള്ളത് വലിയ ധനികനും അഹങ്കാരമുള്ളവനും കൊണ്ട് എറിഞ്ഞു കൊടുക്കുന്ന നോട്ടുകൾ. വീട്ടിൽ നിൽക്കുന്ന ജോലിക്കാർക്ക് ടെറസിൽ നിന്ന് പൈസ എറിഞ്ഞു കൊടുക്കാറുണ്ട്. ഒരു എന്താ പറയാ ഒരു വീട്ടമ്മ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അവര് ജോലി ചെയ്ത കർമ്മത്തിന്റെ പൈസ, ആ പൈസ എന്ന് പറയുന്നത് എന്താ, ലക്ഷ്മി ദേവിയാണ്. തൊട്ട് കണ്ണി വെക്കണം ആ അമ്മയെ. ആ അമ്മ അവിടെ നിൽക്കണമെങ്കിൽ എന്താ, ആ എത്രയോ ജന്മത്തെ പുണ്യം വേണം ലക്ഷ്മി ദേവി വരണമെങ്കിൽ, ഐശ്വര്യം വരണമെങ്കിൽ. അത് നമ്മൾ എന്താ, ആ രൂപ എടുത്ത് നീ ഒരു ജോലിക്കാരി ഇന്നാ പിടിച്ചോന്ന് പറഞ്ഞ് ടെറസിൽ നിന്ന് പറത്തി കൊടുക്കുക രൂപ. പാവപ്പെട്ട ആ സ്ത്രീ ജോലി ആ ജന്മം കൊണ്ട് ജോലിക്കാരിയായി തൊട്ട് കണ്ണി വെച്ച് ആ പൈസ എടുത്ത് കൊണ്ടുപോകണം. ഇങ്ങനെയാണോ നമ്മുടെ പ്രവൃത്തി? അപ്പൊ എന്താ ഇതിനൊക്കെ കാരണം? ജ്ഞാനവിഹീനം, നമുക്ക് അറിവില്ല. നമുക്ക് എന്താ ഒന്നിനെ കുറിച്ചുമുള്ള അറിവില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ ആ ഒരു എതിർച്ചയാ ലാഭസന്തുഷ്ടരല്ല, നമ്മൾ എതിർച്ചയാ വന്നതാണ് എന്ന് നമുക്കറിയില്ല. നമ്മൾ വീണ് കിട്ടിയ ഒരു സൗഭാഗ്യമാണ് നമ്മുടെ ജീവിതം എന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. അപ്പൊ എന്താ, ഏത് ഗംഗയിൽ സ്നാനം ചെയ്താലും എന്താ, എന്തൊക്കെ ചെയ്താലും, വ്രതം ചെയ്താലും പരിപാലനം ചെയ്താലും ഗംഗയിൽ പോയാലും എന്താ, ജ്ഞാനവിഹീനം, അറിവില്ലാതെ ചെയ്യുന്ന കർമ്മങ്ങള് മുക്തിം ഭജതി ന ജന്മശതേന, നിനക്ക് മുക്തിയെ തരില്ല എത്ര ജന്മങ്ങൾ നീ ജനിച്ചോട്ടെ.
ഈ ഒരു അറിവ് കിട്ടി നീ ചെയ്യുന്നു, നിനക്ക് ഇപ്പൊ ഇതാ ഈ ദിവസം ഈ നിമിഷം നിനക്ക് മുക്തി കിട്ടും. അങ്ങനെ എന്താ ആ ശങ്കര ഭഗവത് പാദർ പറഞ്ഞ പോലെ അങ്ങനെ ഭരതശത്രുഘ്നന്മാർ എന്താ മാതാക്കളും വസിഷ്ഠ ഗുരുവും എല്ലാവരും ഒരു ചതുരംഗ സേനയോടുകൂടി പറഞ്ഞു പോയാൽ ഒരുപാട് നീണ്ടുപോകും. ഇപ്പൊ നമുക്ക് കഥയിലോട്ട് വരാം. അവരെല്ലാരും കൂടെ എവിടെയാ വരുന്ന ഭരദ്വാജ ആശ്രമത്തിൽ വന്ന് സൽക്കാരങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. അവരാരെ കാണാൻ പോകുന്നു? രാമനെ കാണാൻ പോവുകയാണ്. രാമൻ ഇരിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞു ഭരദ്വാജ മുനിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് മന്ദാകിനി എന്ന ഗംഗ ഒഴുകുന്ന സ്ഥലത്ത് ചിത്രകൂടം എന്ന് പറയുന്ന പർവ്വത നിരയുണ്ട്. അവിടെ കാണാം രാമചന്ദ്ര പ്രഭു താമസിക്കുന്ന ഗുഹ അഥവാ പർണശാല. രാമൻ താമസിക്കുന്ന ഗുഹ, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താ രാമൻ താമസിച്ചത് എവിടെയാണ്? കൊട്ടാരത്തില്. പട്ടുമത്തെ കിടന്ന ആൾ. ഇദ്ദേഹം ഇപ്പൊ താമസിക്കുന്നത് ഗുഹയിലാണ്, പർണശാലയിലാണ്. പർണം ഉണങ്ങിയ ഇലകൾ ഉണ്ടാക്കിയ കമ്പുകളും ഇലകളും കൊണ്ടുണ്ടാക്കിയ ഒരു പർണശാലയില് അദ്ദേഹത്തിന് കൊട്ടാരവും കുടിലും എന്താ ഒരുപോലെ സന്തോഷത്തോടുകൂടി അദ്ദേഹം അവിടെയും കഴിഞ്ഞു, ഇവിടെയും കഴിയുന്നു. അപ്പോ എന്താ അവിടേക്ക് വഴി കാണിച്ചു കൊടുക്കണം. അതായത് ഈ പറഞ്ഞ നിങ്ങൾ പോണത് ശ്രദ്ധിച്ചു വേണം. അപ്പൊ ഗുഹൻ തന്നെ നിങ്ങളെ കടത്തിവിടും. പക്ഷെ ആ ഒരു പർണശാലയിൽ അടുത്ത് ചെല്ലാൻ നിങ്ങൾക്ക് എന്തിനാണ് ഈ ചതുരംഗപ്പട? അച്ഛനമ്മമാരെ മനസ്സിലാക്കാം. അമ്മമാര് 3 പേരുണ്ട്, എന്താ പറയാ വസിഷ്ഠ ഗുരുവുണ്ട്, ഈ പറഞ്ഞ ഭരതശത്രുഘ്നന്മാരുണ്ട്. ഈ ചതുരംഗപ്പടയൊക്കെ എന്തിനാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ പറഞ്ഞു ഞങ്ങള് രാമനെ തിരിച്ചു കൊണ്ടുപോകണം. അതായത് രാജ്യാഭിഷേകം, രാമൻ രാജാവാണ്, തിരിച്ചു കൊണ്ടുപോയി അദ്ദേഹത്തെ സിംഹാസനത്തിലിരുത്തി അഭിഷേകം ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അദ്ദേഹത്തെ ഞാൻ കൊണ്ടുപോയിരിക്കും. ഭരതൻ അത്ര ദൃഢനിശ്ചയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ആനയിച്ച് ചതുരംഗപ്പട വേണം എന്നാണ്. ഒരു രാജാവ് തന്റെ അതിർത്തി കടന്ന്, രാജാവ് ആകേണ്ട ആള് അതിർത്തി കടന്നു വരുമ്പോൾ അദ്ദേഹത്തെ ചതുരംഗപ്പടയോടുകൂടി വന്ന് സ്വീകരിക്കണം. കുലഗുരു വേണം, അച്ഛനമ്മമാര് വേണം, എല്ലാം വേണം. അതുകൊണ്ട് ആ സന്നാഹങ്ങളോടുകൂടിയാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് ഭരതൻ പറയുകയാണ്. അപ്പൊ എന്താ ഇത് ദൂരെ നിന്ന് ഈ പറഞ്ഞ ആ ലക്ഷ്മണൻ എപ്പോഴും എന്താ രാമനെയും സീതയും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും വരുന്നുണ്ടോ, എവിടുന്നെങ്കിലും ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കി. ഇദ്ദേഹം എന്താ ലക്ഷ്മണൻ മരത്തിന്റെ മേളിൽ കയറിയിരുന്ന് നോക്കിയപ്പോ ദൂരെ നിന്ന് കണ്ടു ചതുരംഗപ്പട വരുമ്പോ ശബ്ദം ഇല്ലേ, ആന, കുതിര, തേരാള് എല്ലാം ഇങ്ങനെ ഭയങ്കര ശബ്ദത്തോടു കൂടി വരികയാണ് ആ ഒരു വസിഷ്ഠ ഗുരു ഇവരെല്ലാം. അപ്പൊ ലക്ഷ്മണന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ലക്ഷ്മണൻ എന്താ അമ്പും വില്ലും എടുത്ത് തയ്യാറായി മരത്തിന്റെ മേളിൽ കയറിയിരുന്നു. രാമനോട് പറയുകയാണ്, രാമ അല്ലയോ ജ്യേഷ്ഠ, നമുക്ക് ഈ കാട്ടിലും സൗകര്യം തരില്ല, രാജ്യം കിട്ടിയിട്ടും പോരാതെ ഇതാ വരുന്നു. അതാ ഒരിക്കലും തിരിച്ചു വരാത്ത രാമൻ, അതായത് രാമൻ 14 വർഷക്കും തിരിച്ചു വരില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്റെ കുതന്ത്രങ്ങളെല്ലാം തന്റെ അമ്മയിലൂടെ നേടിയെടുത്ത ഭരതൻ ഇതാ വരുന്നു ഈ പറഞ്ഞ ചതുരംഗപ്പടയുമായിട്ട് നമ്മളെ ആക്രമിക്കാൻ എന്ന് പറയണം. നോക്കൂ ഓരോരുത്തരുടെ ആ ഒരു കാഴ്ചപ്പാട്, ഓരോന്നിനും നമ്മൾ എങ്ങനെ ആ ഒരു നമ്മുടെ ഏത് കാര്യത്തെക്കുറിച്ച് നമുക്കൊരു ചിന്തയുണ്ട്. അത് മനസ്സിന്റെ തലമാണ്. നമ്മൾ ഒന്നിനെ കാണുമ്പോൾ ഒരാൾ വിചാരിക്കുന്ന പോലെയല്ല വേറൊരാൾ വിചാരിക്കുന്നത്, ഇല്ലേ? ആ ഒരു കാര്യം തന്നെ നമ്മൾ എന്താ ട്വിസ്റ്റ് ചെയ്ത് വരുന്നതെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ഒരാൾ പറയുന്നത് ഒരാൾ ഏറ്റെടുക്കുന്നത് ആ രീതിയിലായിരിക്കില്ല, പറയുന്ന രീതിയിലായിരിക്കില്ല കേൾക്കുന്നത്, കാണുന്നതായിരിക്കില്ല തിരിച്ച് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ലക്ഷ്മണൻ കണ്ടത് എന്താ? ഈ പറഞ്ഞ ഭരതൻ വരുന്നത് ഈ പറഞ്ഞ രാമനെ കൊല്ലാൻ അല്ലെങ്കിൽ ലക്ഷ്മണനെ കൊല്ലാനാണ്. എന്താ കംപ്ലീറ്റ് അദ്ദേഹത്തെ ഇല്ലാതാക്കിയാലല്ലേ 14 വർഷം കഴിഞ്ഞും ഭരതൻ ഇരിക്കാൻ പറ്റൂ. എത്ര മനസ്സിന്റെ ഒരു തലം. ലക്ഷ്മണൻ പാമ്പിന്റെ ജന്മമാണ്, ക്രൂദ്ധനാണ്, പെട്ടെന്ന് ദേഷ്യം വരും. അതുകൊണ്ട് ദേഷ്യം എന്താ സമനില തെറ്റിക്കും. കാമം എന്താ ക്രോധത്തിൽ കൊണ്ടുവരും, ക്രോധം എന്താ ആ മോഹത്തിൽ കൊണ്ടുവരും. അത് കഴിഞ്ഞ് ബുദ്ധിനാശ പ്രണശ്യതി, ആ ബുദ്ധിയെ നശിപ്പിക്കും. പെട്ടെന്ന് വരുന്ന ദേഷ്യം എന്താ നമ്മുടെ ബുദ്ധിക്ക് ഒരു സ്ഥിരബുദ്ധി ഇല്ലാതായി തീരും. അപ്പോ ആ ഒരു ക്രോധം ബുദ്ധിയെ നശിപ്പിച്ചതാണ് നമ്മൾ കാണുന്നത് എവിടെ? ഈ ലക്ഷ്മണന്റെ ഒരു പ്രതികരണത്തിൽ. അപ്പോ പുഞ്ചിരിയോടെ രാമൻ പറയാണ്, ചിരിച്ചോണ്ട് രാമൻ പറയാണ്, അനുജ നീ വിഷമിക്കണ്ട, നീ സമാധാനിക്കൂ, ഞാനൊരു കാര്യം നിന്റെ അടുത്ത് മുൻകൂറായി പറയാണ്, നീ മുൻകൂറായിട്ട് ഒരു തീരുമാനവും എടുക്കരുത്. ഈ പറഞ്ഞ പോലെ വന്ന് കണ്ട് അവരെ പരിചയപ്പെട്ട് എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം പെട്ടെന്ന് അവര് നമ്മളെ കൊല്ലാൻ പോകുന്നില്ലല്ലോ, നമ്മുടെ കൂടെ ജനിച്ചവരല്ലേ. ആ കാര്യം പറയട്ടെ ഭരതനെ, അതിനുശേഷം നീ ക്രൂദ്ധനാവൂ, നീ സമാധാനിക്കൂ എന്ന് പറയാ. എന്നിട്ട് അദ്ദേഹം രാമൻ എന്ത് ചെയ്തു? ഭരതനെയും സംഘത്തെയും സന്തോഷമായിട്ട് സ്വീകരിച്ചു. ആദ്യം ചോദിക്കുന്നത് എന്താ അവരോട്? രാജ്യഭരണത്തെ കുറിച്ചാണ് ചോദിക്കുന്നത്. ആ രാജ്യം, അതാ നോക്കൂ, ഒരു രാജാവിന്റെ ഡ്യൂട്ടി. കാട്ടിലിരുന്നാലും അദ്ദേഹം അത് ശ്രദ്ധിക്കുകയാണ്. അദ്ദേഹം ചോദിക്കുന്നു, എല്ലാം നന്നായിട്ട് നടക്കുന്നില്ലേ ഭരത? അച്ഛൻ, അമ്മ, മാതാ, പിതാ, ഗുരു, പിതൃതുല്യര്, വൃദ്ധര്, വൈദ്യസഹായം ആവശ്യമുള്ളവര്, ഇവരെല്ലാം നീ നല്ലതായിട്ട് നോക്കുന്നുണ്ടോ? ഒരു രാജാവിന്റെ ധർമ്മമാണ് ഇതെല്ലാം. ഭരതനെ പറഞ്ഞു കൊടുക്കണം വെച്ചാൽ ഭരതന് അനിയനാണ്, ഇതെല്ലാം അറിയില്ല. പെട്ടെന്നൊരു രാജ്യസ്ഥാനത്തേക്ക് വന്നപ്പോ മൂത്ത ആളാണ് ഉപദേശം കൊടുക്കേണ്ടത്. അതുകൊണ്ട് പറയാണ്,
നീ ഇതെല്ലാം ചെയ്യുന്നുണ്ടോ? ഭരണാധികാരികളെ കുറിച്ച് പറയാനുള്ള എന്താ പറയാ, അവരൊക്കെ എങ്ങനെയാണ്, സത്യധർമ്മങ്ങളുണ്ടോ അവർക്ക്? അത് നീ ഒരിക്കലും സത്യധർമ്മങ്ങളെ വിട്ടവരെ നീ രാജ്യത്തിൽ വയ്ക്കരുത്. എല്ലാവർക്കും എന്താ ഇന്നത്തെ കാലത്ത് ദീപസ്തംഭം മഹാശ്ചര്യം എന്നാണ്, എല്ലാവർക്കും പണം. നീ അത് ഒരിക്കലും ആ ഒരു രീതിയിലുള്ളവരെ നിന്റെ അമാത്യരായിട്ട് വയ്ക്കരുത് എന്ന് പറയുക. അപ്പൊ എന്താ നമ്മൾ പറയേണ്ടത്? യാതൊരു എത്തിക്സും ഇല്ല അല്ലെ? നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നിയമങ്ങള് എന്താ, ഒരു കൊച്ചു നിയമം പോലും അത് പാലിക്കുന്നുണ്ടോ നമ്മുടെ നിയമപാലകര്? നമുക്കുണ്ടാക്കി വെച്ചിട്ടുണ്ട് നിയമങ്ങൾ, അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതേസമയം ആ ജനങ്ങൾക്കാണ് ഇന്ന് പാലിക്കേണ്ടത്, അവർക്ക് അതിനൊന്നും ബാധ്യതയില്ല. ആ ഒരു ധാർമ്മികമായിട്ടുള്ള അധപ്പതനം, അതാണ് സമൂഹം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ പറഞ്ഞ പ്രപഞ്ചത്തിൽ ഇത്രയും ഒരു നെഗറ്റിവിറ്റി വന്ന് നമ്മളെ തന്നെ കൊന്നൊടുക്കാനും നമ്മളെ വീട്ടിനകത്ത് തന്നെ ഇരുത്താനും എന്താ കാര്യം? മനുഷ്യരുടെ ഈ പറഞ്ഞ പ്രവർത്തികളാണ്. ആ ഒരു മഹാരാജാവിന്റെ ഭരണകാലം എന്ന് പറയുന്ന, പണ്ടൊക്കെ നമ്മൾ പറയായിരുന്നു, എനിക്കറിയില്ല, എന്നാലും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ ഒരു മഹാരാജാവിന്റെ ഭരണകാലത്ത് പ്രജകൾക്കെല്ലാം എന്താ, അത് ഇഷ്ടമായത് ആ ഭരണകർത്താക്കള് ഒരിക്കലും ഇഷ്ടമായതൊക്കെ സാധിച്ചു കൊടുക്കാറുണ്ട്. അവിടെ ധർമ്മച്യുതി എന്ന് പറയുന്ന ഒരെണ്ണം ഇല്ല എന്നൊക്കെ അവർ പറയാറുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പൊ വന്നിരിക്കുന്നതോ, നമുക്ക് മൂക്കത്ത് വിരൽ വെച്ച് നമ്മൾ വീട്ടിനകത്ത് ഇരിക്കുന്നത് ഈ ഭരണകർത്താക്കളെ എങ്ങനെ, എന്നിട്ടും നമ്മളെ വോട്ടിടാൻ സമയമാകുമ്പോൾ പോയി വോട്ട് ചെയ്ത് അവരെ ജയിപ്പിക്കുക. അതാണ് നമ്മുടെ ആ ഒരു ഉറപ്പില്ലാത്ത മനുഷ്യര്. പിന്നെയും അവരെ ജയിപ്പിച്ചു വിടും. കാരണം എന്താ? വോട്ട് ചെയ്യണ്ടേ, എന്റെ പൗരാവകാശം എങ്ങനെയാ വിനിയോഗിക്കേണ്ടത്? നല്ല ഭരണകർത്താക്കളെ തെരഞ്ഞെടുക്കണം, ഇല്ലെങ്കിൽ ചെയ്യാൻ പോകരുത്. അതാണ് ശരിക്കും വേണ്ടത്. ഒരാളുടെ രാഷ്ട്രീയ പാർട്ടി അല്ല വലുത്, അദ്ദേഹം ധർമ്മത്തിൽ ജീവിക്കണുണ്ടോ? നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ ഒരു രാഷ്ട്രത്തിന് വേണ്ടി, ഇല്ലെങ്കിൽ ഒരു ചെറിയ രാജ്യത്തിന് വേണ്ടി അവർ എന്ത് ചെയ്യണം, നമ്മൾ അതല്ല നോക്കുന്നത്. കുറെ ഇൻഫ്ലുവൻസസ്, ബന്ധുവായിരിക്കാം ചിലപ്പോൾ, ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്ത് പൈസയോ വല്ലതും മേടിച്ചിരിക്കുക, ഇല്ലെങ്കിൽ അയാളെ കൊണ്ട് കാര്യം കാണാൻ. നമ്മൾ ഇന്ന് ആ തലത്തിൽ അധപ്പതിച്ചുകൊണ്ട് എന്താ, നമുക്ക് ഒരുപാട് ദുഃഖങ്ങൾ, പ്രപഞ്ചം പോലും നമുക്കിന്ന് എതിരായിട്ടിരിക്കുകയാണ്. അപ്പോ ആ ഒരു അധർമ്മ പ്രവർത്തികളെല്ലാം തന്നെ ആ ഒരു ശരിക്കും പറഞ്ഞ രാജാവിന്റെ അധർമ്മ പ്രവർത്തികള് പ്രജകളെ ബാധിക്കും, സംശയമില്ലാത്ത കാര്യമാണ്. ഏത് ശാസ്ത്രം എടുത്തു നോക്കിയാലും നമുക്ക് കാണാം, യഥാ രാജ തഥോ പ്രജ എന്ന്. പക്ഷെ അവിടെ സ്ട്രഗിൾ ചെയ്ത് നമ്മളെ പോലുള്ളവർ ജീവിക്കണമെങ്കിൽ ഈ പറഞ്ഞ രാജാക്കന്മാരുടെ ഇടയിൽ, അതായത് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് രാജാക്കം, ഞാൻ ആരുടെയും പറയുന്നില്ല, അത്ര അധപ്പതിച്ച രാജാക്കന്മാരുടെ ഇടയിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ ഇന്ന് വലിയ പാടാണ്. നമുക്ക് നല്ലവണ്ണം സാധന ഉണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം കടന്നു പോകാൻ പറ്റുള്ളൂ. അപ്പൊ എന്താ, പണ്ട് നമ്മൾ രാജഭരണകാലത്ത് അശ്വതി തിരുനാൾ തമ്പുരാട്ടി ഒരുപാട് കാര്യങ്ങൾ ഇരുന്ന് അദ്ദേഹം പറയുമ്പോൾ തന്നെ അവർ ഒരുപാട് ഇമോഷണൽ ആവാറുണ്ടായിരുന്നു. അതായത് രാജാവ് അത് ചെയ്തിരുന്നു, ഇത് ചെയ്തിരുന്നു. ഈ പത്മനാഭസ്വാമി കോവിലിന്റെ കേസൊക്കെ പറയുമ്പോ ആ തമ്പുരാട്ടി പറയുമായിരുന്നു, പണ്ട് രാജാക്കന്മാരെന്താ, അത് പഴയ ഓർമ്മകളായി തീർന്നുമേ. കാരണം എന്ന് വെച്ചാൽ അന്ന് അവർ പ്രജാക്ഷേമ തൽപരരായിരുന്നു. പണ്ട് രാജഭരണകാലത്ത് പറവൂർ എന്ന സ്ഥലത്ത് എന്തോ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ മൂലം തിരുനാള് അദ്ദേഹം ബോധം കെട്ട് വീണു എന്നൊക്കെ ആ തമ്പുരാട്ടി പറയാറുണ്ട്. നമുക്കറിയില്ല. എന്തായാലും അതായത് പറഞ്ഞ ജനങ്ങൾക്ക് വന്ന ദുഃഖം അവരെന്താ, അവരുടേതായിട്ടില്ലെങ്കിൽ ബോധം കെട്ടു വീഴൂ. അവിടെ പ്രളയം വന്നെങ്കിൽ അവർ പോട്ടെ. ഇവിടെ പ്രളയത്തിൽ വന്ന ദുരന്തത്തിന് കൊടുക്കുന്ന സാധനങ്ങൾ വരെ മോട്ടിക്കുന്ന ഭരണാധികാരികളാണ് ഇന്ന്. അതേസമയം ഇദ്ദേഹം ബോധം കെട്ടു വീണു. അവിടെ അത്രയും ജനങ്ങൾ എന്ത് സംഭവിച്ചു? അവര് നന്നായിരിക്കുന്നു. അദ്ദേഹം ആദ്യം ഉണർന്നപ്പോ അതാ ചോദിച്ചതെന്ന്. അപ്പോ നമുക്ക് ഈ രാമൻ അതുപോലെയാണ് ഭരതനോട് ചോദിക്കുന്നത്, അല്ലയോ ഭരത, എല്ലാം നന്നായിട്ടിരിക്കുന്നു, നീ എല്ലാവരെയും നന്നായിട്ട് നോക്കുന്നുണ്ടോ? മൂർഖനെ, അതായത് ബുദ്ധിയില്ലാത്തവനെ തള്ളി പ്രാജ്ഞരെ നീ മന്ത്രിയായിട്ട് വെച്ചിട്ടുണ്ടോ? പ്രാജ്ഞരെന്ന് പറഞ്ഞാൽ എന്താ? പ്രാജ്ഞൻ, അതായത് പ്രകർഷേണ ജ്ഞാനമുള്ളവൻ, അറിവുള്ളവർ വേണം ഭരിക്കാൻ. അവരെ നീ വെച്ചിട്ടുണ്ടോ? വിശേഷമായിട്ട് പ്രാജ്ഞൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, തൈജസൻ, വിശ്വൻ, പ്രാജ്ഞൻ നമ്മുടെ ബോധമണ്ഡലത്തിന്റെ പല തലങ്ങളാണ്. ഉറങ്ങുന്നവൻ, താമസ ഗുണമുള്ളവൻ, അത് ഈ പറഞ്ഞ വിശ്വൻ എന്ന് പറഞ്ഞാൽ ഉണർന്നിരിക്കുന്നവൻ, ജാഗ്രതയുള്ളവൻ. പ്രാജ്ഞൻ എന്ന് പറഞ്ഞാൽ തുരീയാവസ്ഥയുള്ളവൻ, അതായത് തന്റെ ബോധതലം ഉണർന്നവനായിരിക്കണം ഭരിക്കുന്നവൻ. എന്താ പറയാ, അങ്ങനെ ഉള്ളവരെയാണോ നീ വച്ചിരിക്കുന്നത്? അതായത് 1000 മൂർഖന്മാര് വന്നാലും വിഡ്ഢികളെ നീ ഭരണം ഏൽപ്പിക്കരുത്. കാരണം എന്താ? ഒരു പ്രാജ്ഞൻ മതി നിന്നെ രക്ഷിക്കാൻ. കാരണം ഒരു പ്രജയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് രാജാവിന്റെ കടമ. നോക്കൂ, ആ രാമൻ ആദ്യം കണ്ടപ്പോ വേറെ കുശല പ്രശ്നമൊന്നും അല്ല ചോദിക്കുന്നത്, ഇതാണ് ചോദിക്കുന്നത്. അതാണ് ഒരു യഥാർത്ഥ രാജാവിന്റെ രാജ്യധർമ്മം. അതാണ് രാമന്റെ പേഴ്സണാലിറ്റി. ആ ധർമ്മം, ആ ധർമ്മ മാർഗം, അതാണ് അദ്ദേഹത്തെ നമ്മൾ ഇന്നും ലോകത്തില് വിശ്വവിജയിയായിട്ട് നിൽക്കുന്നത്. ആ കോദണ്ഡവും വെച്ച് അദ്ദേഹം കാലും വെച്ച് നിൽക്കുന്നത് നോക്കൂ. എനിക്ക് അതിൽ ഉറപ്പ്, ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ ആ ഉറച്ച വിശ്വാസം.
അപ്പോ എന്താ, ചോറ് ഇവിടെയും കൂറ് ഇവിടെയും ആയിട്ടുള്ളവരാണോ ഇപ്പൊ ഇരിക്കുന്നത്? ഒറ്റിക്കൊടുക്കുന്നവരാണോ? ചാരന്മാരാണോ? ഇതെല്ലാം ഇപ്പൊ രാമൻ ചോദിച്ചിരുന്നെങ്കിൽ എല്ലാം നമുക്ക് പറയാമായിരുന്നു. ഇപ്പൊ എല്ലാം നമ്മുടെ ഇവിടെ ഉണ്ട്, ഒട്ടും വിഷമിക്കേണ്ട. രാമരാജ്യം പോയി, ഇന്ന് നമുക്ക് ഇങ്ങനെയുള്ളവരാണ് ഉണ്ടെന്ന് നമുക്ക് പറയാം. പക്ഷെ എന്താ, ഒരു ജ്യേഷ്ഠന്റെ, അതായത് രാജാവായി ഇരിക്കേണ്ട ആളാണ് എന്ന് ഇദ്ദേഹം വിചാരിക്കുന്നു, രാമൻ വിചാരിക്കുന്നു ഭരതൻ രാജാവായി കഴിഞ്ഞു എന്ന് അദ്ദേഹത്തിന് അറിയില്ല. അപ്പോ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. അപ്പോ എന്താ പറയാ, നമുക്കും നമ്മുടെ രാജ്യത്ത്, നമ്മുടെ എന്താ ഈ പറഞ്ഞ കേരളത്തിന് ചരിത്രം ഉണ്ടായിരുന്നു. പഴശ്ശിരാജ, ഇരവിക്കുട്ടിപ്പിള്ള തലവൻ, വേലുത്തമ്പി ദളവ എന്നൊക്കെ പറഞ്ഞ് രാജ്യത്തിന് വേണ്ടി വളരെ തന്റെ ശരീരവും തന്റെ മനസ്സും ബലികഴിച്ച ഒരുപാട് പേര് നമുക്ക് അഭിമാനിക്കാനുണ്ടായിരുന്നു. ആ രാജ്യത്തിലാണ് ഇന്ന് ആരൊക്കെ ഭരിക്കണോ, ഞാൻ പേരുകളൊന്നും പറയണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് രാമരാജ്യം നമുക്കൊരു വിദൂര സ്വപ്നമാണ്, ഇല്ലേ? രാജ്യധർമ്മങ്ങളെ കുറിച്ച് ആ രാമനോട് ഭരതൻ പറയണ, ജ്യേഷ്ഠ, ഞാൻ രാജാവായിട്ട് അഭിഷേകം ചെയ്തിട്ടില്ല, അങ്ങ് മനസ്സിലാക്കൂ, അങ്ങ് എന്താണ് ഈ പറയുന്നത്? ഞാൻ രാജാവായിട്ടില്ല. അപ്പൊ എനിക്ക് രാജാവാൻ എന്ത് ധർമ്മമാണുള്ളത് ജ്യേഷ്ഠ? ജ്യേഷ്ഠൻ എന്താ പറയാ, കാട്ടിലേക്ക് അയച്ചിട്ട് എന്റെ അമ്മ നേടിയെടുത്തതാണ് ഈ പറഞ്ഞ രാജസിംഹാസനം. അതിൽ ഞാൻ ഇരിക്കുന്ന ജ്യേഷ്ഠന് തോന്നണുണ്ടോ? ധാർമ്മികമായിട്ടൊരു കടമയില്ലേ എനിക്ക്? അത് ഇതിലിരിക്കാൻ യോഗ്യൻ ആരാണ്? അങ്ങ് ജീവിച്ചിരിക്കുമ്പോ, അങ്ങ് കാട്ടിലിരിക്കുമ്പോ ഞാൻ എങ്ങനെയാണ് ഈ രാജ്യത്ത്, ഈ പറഞ്ഞ കേകയ രാജ്യത്തുണ്ടായിരുന്ന എന്നെ ഒരു വാക്കുപോലും അറിയിക്കാതെ എന്റെ അമ്മ എന്റെ അച്ഛനിൽ നിന്ന് നേടിയ വരം അത് പാലിക്കാനായിട്ട് അങ്ങ് ലക്ഷ്മണകുമാരനുമായിട്ട് സീതാദേവിയുമായിട്ട് കാട്ടിൽ വന്നു. ഇങ്ങനെ ഒരു കണ്ടീജൻസ്, ഇങ്ങനെ ഒരു വല്ലാത്ത ദുരന്തം നടക്കുന്ന സമയത്ത് അങ്ങ് എങ്ങനെയാണ് ഞാൻ രാജ്യാഭിഷേകം ചെയ്ത് രാജാവായിട്ടിരിക്കണമെന്ന് അങ്ങ് തെറ്റിദ്ധരിക്കുന്നത്? രാമ, അല്ലയോ ജ്യേഷ്ഠ, അങ്ങ് ക്ഷമിക്കണം, ഞാൻ ഇതുവരെ രാജാവായിട്ടില്ല. അങ്ങ് അറിഞ്ഞോ, അങ്ങ് വന്നതിന് ശേഷം നമ്മുടെ വൃദ്ധനായ പിതാവ്, അദ്ദേഹം ഇഹലോകവാസം പുത്ര ദുഃഖത്താല് ദിവംഗതനായി. നമ്മൾ ഒരു 4 പുത്രന്മാരുണ്ട്, 4 പേരും അടുത്തില്ലാതെ എങ്ങനെയാണോ ഈ പറഞ്ഞ വൃദ്ധ അന്ധദമ്പതികൾ തന്റെ പുത്രശോകത്താൽ മരിച്ചത്, അതുപോലെ അദ്ദേഹം രാമ രാമ രാമ, പക്ഷെ അദ്ദേഹം വിളിച്ചത് മുഴുവനും രാമമന്ത്രമാണ്. ഈ ദശരഥൻ രാമനെ ഓർത്ത് പുത്ര ദുഃഖത്താൽ അദ്ദേഹം ഹൃദയം പൊട്ടി മരിച്ചത് അങ്ങ് അറിഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് ലക്ഷ്മണനും രാമനും അതീവ ദുഃഖിതരായി പോയി. ഇത്രയും ഇങ്ങനെ സംഭവിച്ചു എന്ന് അവർക്കറിയില്ല. അപ്പൊ അത് എന്താ, വളരെ ദുഃഖിതരായിട്ട് അവരെന്ത് ചെയ്തു, എല്ലാവരും ചേർന്ന് ഉടനെ തന്നെ പറഞ്ഞു, രാമൻ പറയാണ് അച്ഛനുള്ള ഉദകക്രിയകൾ ചെയ്യണം, എന്നിട്ട് നമുക്ക് ആ കർമ്മങ്ങൾ ചെയ്ത് അദ്ദേഹത്തിന്റെ ആ ജീവന് മോക്ഷം കൊടുക്കണം. ഇവിടെ ചെയ്യുന്ന കർമ്മങ്ങൾ, രാമനെ പോലെ ഒരു സത്പുത്രൻ ചെയ്യുന്ന കർമ്മങ്ങൾ ഏറ്റാൽ മാത്രമേ ഈ പറഞ്ഞ ദശരഥന് തന്റെ കർമ്മങ്ങളിൽ നിന്നുള്ള മോചനം കിട്ടുള്ളൂ എന്ന് രാമൻ അറിയാം. രാമൻ ഈശ്വര അവതാരമാണ്. അദ്ദേഹം ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ഈ പറഞ്ഞ പിതൃ തലകുത്തി നിൽക്കാതെ, തലകീഴായിട്ട് കിടക്കാതെ എന്താ, ഓരോ ലോകങ്ങൾ കടന്നു പോകും. 7 പ്രാവശ്യം രാമൻ ഉദകക്രിയ ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഓരോ ലോകങ്ങളെ തന്റെ പിതാവിന് മോക്ഷം കൊടുത്ത് കടന്നുപോവുകയാണ്. അറിയാതെ ചെയ്ത പാപങ്ങൾ അറിഞ്ഞുകൊണ്ട് അദ്ദേഹം ദശരഥന് ഒന്നും ചെയ്തിട്ടില്ല. ദശരഥങ്ങൾ തന്റെ ഇന്ദ്രിയങ്ങളെ 10 ഇന്ദ്രിയങ്ങളെ നന്നായിട്ട് തെളിച്ചുകൊണ്ട് ആ കുതിരയെ പോയതാണ്. പക്ഷെ സാഹചര്യങ്ങൾ, ചിലരോടുള്ള അറ്റാച്ച്മെന്റ്, മമത്വം കൊണ്ട്, നമ്മുടെ സുരത സമാധിമാരെ പോലെ ആ ഭാര്യയോടുള്ള, കൈകേയിയോടുള്ള അമിത സ്നേഹം കൊണ്ട്, ഇല്ലെങ്കിൽ രാമനോടുള്ള അമിത വാത്സല്യം കൊണ്ട് അദ്ദേഹത്തിന് ചില പാളിച്ചകൾ സംഭവിച്ചു. അതിന്റെ വീഴ്ചകൾ രാമൻ അറിയാം. അദ്ദേഹം നല്ല ഒരു എന്താ പറയുക, നല്ല ഭരണാധികാരിയായിരുന്നു. അദ്ദേഹം ആ ഒരു പദത്തിന് അർഹനാണെന്ന് പറഞ്ഞ് രാമൻ ഉദകക്രിയ മനസ്സുകൊണ്ട് അദ്ദേഹം ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ഈ പറഞ്ഞ പിതൃവിനെ, ഈ പറഞ്ഞ ദശരഥൻ എന്ന് പറഞ്ഞ ആളിനെ ഓരോ തലങ്ങൾ 7 ലോകങ്ങൾ കടത്തിവിട്ടു എന്നാണ് പറയണത്. അദ്ദേഹത്തെ ആ ഒരു മോക്ഷപ്രാപ്തനാക്കി. എന്നിട്ട് എന്ത് ചെയ്തു, തന്റെ വന്നിരിക്കുന്ന അമ്മമാര്, ഒരമ്മയല്ല 3 അമ്മമാര് വന്നിട്ടുണ്ട്. അതിൽ തന്നെ കാട്ടിലയച്ച അമ്മ കൈകേയി മാതാവിനെ ആദ്യം പോയി നമസ്കരിക്കണം. നോക്കൂ, അവരോട് ഒരു ദേഷ്യമില്ല. ഭരതനോട് പറയുന്നു, നീ അമ്മയെ വിഷമിപ്പിക്കരുത്, ഇതൊക്കെ നിയതിയുടെ തീരുമാനമാണ്, മനുഷ്യ ജന്മത്തില് അതെല്ലാം അനുഭവിച്ചേ തീരൂ, അല്ലാതെ എന്താ പറയാ, നമ്മൾ ഇഷ്ടപ്പെടുന്നത് അല്ല അനുഭവിക്കേണ്ടത്, നമുക്ക് നിയതി തീരുമാനിച്ചിട്ടുണ്ട്, അതാണ് നമ്മൾ അനുഭവിക്കേണ്ടത്. ഭരത, നീ അതുകൊണ്ട് ഒരിക്കലും നിന്റെ അമ്മയോട് ദേഷ്യം കാണിക്കില്ല, നിനക്ക് ജന്മം തന്നെയാണ് അമ്മ, അമ്മയോട് ക്ഷമിക്കണമെന്ന് പറയാം. അപ്പൊ എന്താ, കുറെ ഉപദേശങ്ങള്, പിന്നെ ഈ പറഞ്ഞ ലക്ഷ്മണ ഉപദേശം പോലെ തന്നെ വളരെ വളരെ പ്രസക്തമായിട്ട് നമ്മുടെ സാധനയിലൊക്കെ നമുക്ക് ഒത്തിരി ഒരുപാട് ഉയർച്ച തരുന്ന കുറെ ഉപദേശങ്ങൾ ഭരതന് കൊടുക്കുന്നുണ്ട്. അതെല്ലാം നമുക്ക് ഓരോരുത്തർക്കും തന്ന ഉപദേശമാണെന്ന് നമ്മൾ കാണണം. രാമൻ ഇല്ലെങ്കിൽ എന്താ, രാമൻ ഇല്ലെങ്കിൽ ഈ രാജ്യം എങ്ങനെ ഭരിക്കും? ഭരതൻ അങ്ങ് കരയുക, ഒരിക്കലും എന്നെ കൊണ്ട് പറ്റില്ല, എന്റെ ഉള്ളില് അതിനുള്ള പ്രാപ്തിയില്ല, രാമൻ വരണം, രാമൻ വന്നേ പറ്റുള്ളൂ, ഞാൻ എങ്ങനെയായാലും ഞാൻ കൊണ്ടേ പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പൊട്ടി കരയുമ്പോൾ രാമൻ വളരെ അക്ഷോഭ്യനായിട്ട് നിന്നിട്ട്
വളരെയധികം പരിക്ഷീണനായി. ഭരതൻ എല്ലാം കൊണ്ട്, അച്ഛൻ മരിച്ചു, ചേട്ടൻ കാട്ടിപ്പോയി, ആരുമില്ല തന്റെ സഹായത്തിന്. അമ്മയാണെങ്കിലോ ഈ ഒരു ദുഷ്ടയായിട്ട് അവരുടെ മുഖം പോലും കാണണ്ടെന്ന് തീരുമാനിച്ചു. ഈ ഒരു തലത്തിൽ ആരുണ്ട് ഭരതന്റെ കൂടെ? ആലോചിച്ച് നോക്കൂ. അദ്ദേഹം വളരെ പരിക്ഷീണനായി പോയി. ആ ഒരു ജ്യേഷ്ഠന്മാരുടെ വനയാത്ര എല്ലാം കൂടെ തളർത്തിക്കളഞ്ഞ ഭരതൻ, പാവം ഭരതനെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് രാമൻ പറയാണ്, കുഞ്ഞെ നീ വിഷമിക്കണ്ട, ഞാൻ പറയുന്ന കേൾക്കൂ, തീർച്ചയായിട്ടും നിനക്ക് ഞാൻ വരും തിരിച്ച്. പക്ഷെ അച്ഛന്റെ വാക്ക് പാലിച്ചതിന് ശേഷം 14 വർഷം കഴിഞ്ഞേ ഞാൻ വരുള്ളൂ. ഈ തത്വങ്ങൾ നീ ഒന്ന് കേൾക്കൂ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. ഒന്ന് രണ്ടെണ്ണേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ, ഒരുപാട് എണ്ണം ഉണ്ട്. എന്നാലും നമ്മുടെ സമയപരിമിതി കൊണ്ട് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം നമുക്ക് കേൾക്കാം. രാമൻ ഭരതന് കൊടുക്കുന്ന തത്വോപദേശമാണ്. നമ്മളെ പലരും അഭിനന്ദിക്കും, പുകഴ്ത്തും. എപ്പോഴ്? നമുക്ക് നന്മയുള്ളപ്പോ, നമ്മൾ നന്നായിട്ടിരിക്കുമ്പോ. പക്ഷെ അതില് താൻ ചെയ്യുന്ന ഒരു കർത്തവ്യവും അതിൽ നമുക്ക് അഭിമാനം വരരുത്. അതായത് നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോൾ, നമ്മൾ നല്ല പൊസിഷനിൽ ഇരിക്കുമ്പോൾ നമ്മളെ പുകഴ്ത്താനായിട്ട് ഒരുപാട് സ്തുതിപാഠകർ കാണും. നീ ചെയ്തത് നന്നായി, നീ അത് ചെയ്തു, ഇത് ചെയ്തു. എന്താ? നമ്മൾ നല്ല ഐശ്വര്യത്തോടും ഇരിക്കുന്നു. അപ്പൊ എന്താ? ആ ഐശ്വര്യത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ആളുകൾ കാണും, ഇല്ലേ? അതേസമയം നമ്മുടെ ഐശ്വര്യങ്ങൾ ക്ഷയിച്ച് പതിക്കുമ്പോഴോ ഇതേ ആളുകൾ ഇതേ നാവ് കൊണ്ട്, ഇതേ ചൂണ്ടുവിരൽ കൊണ്ട് നമ്മളെ തിരിച്ച് പഴിക്കും. നീ അധപ്പതിച്ചുകൊണ്ടാണ് നിനക്കിത് വന്നത്, നിന്റെ കർമ്മമാണ് നിനക്കിത് വന്നത്. ആ ആളുകളൊന്നും നാളെ അവരുടെ വാതിക്കൽ ചെന്ന് നിന്നാൽ നമുക്ക് സഹായം കാണില്ല. അത് നീ പ്രത്യേകം ശ്രദ്ധിച്ചോളണം. കാരണം നമ്മൾ സ്വതന്ത്രരല്ല, നമ്മുടെ ഇഷ്ടത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് ഈശ്വരനാൽ വലിക്കപ്പെട്ട ഒരു നൂൽ പാവകളാണ് നമ്മള്. ആ അമ്മ നിയന്ത്രിക്കുന്നത്, ഭഗവാൻ രാമകൃഷ്ണ പരമഹംസർ പറഞ്ഞ പോലെ, അമ്മ യന്ത്രിയാണ്, ഞാൻ യന്ത്രമാണ്. അതുകൊണ്ട് കർത്തൃത്വ ഭോക്തൃത്വ അഭിമാനം അത് ദുരഭിമാനമായിട്ട് മാറും. അപ്പൊ നിന്നെ പുകഴ്ത്തുമ്പോ നീ വിചാരിക്കരുത് നിന്റെ സത്കർമ്മങ്ങളും, നിനക്ക് സത്കർമ്മം ചെയ്യാൻ ഒരു അനുകൂല സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ഈശ്വര ശക്തിയാണ്. അതിനെ നീ മറന്നു പോകരുത്. അപ്പൊ ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവം, ഞാനിത് ഇപ്പൊ നീ നന്നായിട്ട് ചെയ്തു, ഇത് നല്ലതായിട്ട് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ നമുക്കെന്താ ഒരു അഭിമാനം വരും. കണ്ടില്ലേ ഞാൻ ഇത്ര കേമനാണ്. നാളെ അമ്മ ഒന്ന് വിചാരിച്ചാല്, ഒരു തൊണ്ടയ്ക്ക് അസുഖം വന്നാല്, നാളെ അമ്മ ഒന്ന് നീ പറയണ്ട, നീ ചെയ്യുന്നത് ശരിയല്ല ഒന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ വാക്കുകളുടെ പ്രവാഹം അവിടെ നിൽക്കും. ഒരു തടയിട്ട പോലെ ഒരു വാക്ക് അമ്മയെ കുറിച്ച് പറയാൻ പറ്റില്ല. അതാണ് ആ അഭിമാനം. ഞാനല്ല അമ്മ ചെയ്യണത്, എന്നിലൂടെ അമ്മ പ്രവർത്തിക്കുന്നു, ആ ഒരു സറണ്ടർ. അതുകൊണ്ട് ഭരത, നീ ആലോചിക്കണം, കസേരയിൽ ഇരുത്തുന്നതും അമ്മ, നിന്നെ കസേരയിൽ നിന്ന് മാറ്റുന്നതും അമ്മ, നാളെ എന്നെ ഇരുത്തുന്നതും അമ്മ. അപ്പോ നമ്മള് അസ്വതന്ത്രരാണ്, നമ്മള് സ്വാതന്ത്ര്യമില്ലാത്തവരാണ്, നമ്മളൊരു ഈശ്വര ശക്തിയുടെ കയ്യിലെ പാവകളാണ്. ആ ചരട് ആരുടെ കയ്യിലാണ്? ഈശ്വരന്റെ കയ്യിലാണ്. അപ്പൊ എന്താ നമ്മുടെ ജീവിതം? പതനം വരെ നമ്മൾ നേട്ടം ഉണ്ടാക്കും, പിന്നെന്താ നമ്മൾ പതിക്കും, പിന്നെ നേട്ടം ഉണ്ടാക്കും. ജീവിതം എന്ന് പറയുന്നത് സുഖദുഃഖങ്ങളാൽ സമ്മിശ്രിതമാണ്. സംയോഗം ഉണ്ടാകുന്നു, വിയോഗം വരെ. സംയോഗം എത്ര വരെ? വിയോഗം വരെ. നമ്മൾ സംയോഗം ആരോടൊക്കെ? ഈ പറഞ്ഞ പ്രപഞ്ചത്തിൽ ഇരിക്കുന്ന കുറെ ആളുകളോട്, ബന്ധുക്കൾ എന്ന് പറയുന്നവരോട്, ഇല്ലേ? നമുക്ക് അടുപ്പപ്പെട്ടവരോട് സംയോഗം വരുന്നു. അതുപോലെ കാലം ആ പാവകള്, അതേപോലെ അമ്മയുടെ കയ്യിലിരിക്കുന്ന പാവകളെ അമ്മ പിൻവലിക്കുന്നു. അപ്പൊ എന്താ? നമുക്ക് വിയോഗം വരുന്നു. അതാണ് നമ്മൾ ശരിക്കും പറഞ്ഞ, പഴുത്ത കായകൾ എന്ത് ചെയ്യും? താഴെ വീണ് പോകും. നമുക്കവിടെ ഉറപ്പിച്ചു വെക്കാൻ പറ്റില്ല. നമ്മുടെ സംയോഗം മരണം വരെ മാത്രമേ ഉള്ളൂ, ശരീരം വിട്ടു പോകുന്ന മാത്രമേ ഉള്ളൂ. നമുക്ക് ശരീരത്തിന് ശേഷവും, നമ്മുടെ ശരീരം വരുന്നതിന് മുമ്പും അതിന് പിൻപും എപ്പോഴും നമ്മൾ ഒരാളുമായിട്ട് ചേർന്നിരിപ്പുണ്ട്. ആ തത്വത്തെ നീ അറിയൂ ഭരത. അതാണ് നമ്മുടെ ആത്മശക്തി, നമ്മുടെ പരമാത്മാവ്. ആ ഭയം, അതായത് പഴുത്ത കായകൾ വീണു പോകുമോ എന്നാണ് ഭയം. എന്താ? വയസ്സായാൽ മരിക്കും. അതായത് ശരീരത്തിന് പ്രായം, മനസ്സിനല്ല പ്രായം, ശരീരത്തിന്. അത് കാലമാണ് ഉണ്ടാക്കുന്നത്. ആ ഭയം ജനിച്ചു പോയാൽ മരിക്കുമെന്നുള്ള ഭയം, അത് നീ മാറ്റിവെക്കൂ. നന്നായി കെട്ടിയിട്ട വീട് കാലം കഴിയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നന്നായിട്ട് കെട്ടിയ ആ സമയത്തൊക്കെ ഒത്തിരി പേര് വീട് കാണാൻ വന്നു. ആ വീടിന്റെ ഭംഗി, കാലം എന്താ? അത് പഴകും. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം പഴകും. അപ്പോഴെന്താ? ആ വീടും ഒരു ദിവസം കാലക്രമത്തില് ആ വീട് വീണു പോകും. മർത്യന് ജരാനരകൾ വന്ന് വീണ് മരിച്ചു പോകും. പോയ രാത്രി പിന്നെ നാളെ വരില്ല. ഈ പറയുന്ന നിമിഷം കടന്നു പോകും. ഈ പ്രസന്റ് പാസ്റ്റ് ആവും, അത് ഫ്യൂച്ചറായി തീരും. ജീവിതം ഇതാണ്. അതാ നദി ഒഴുകി സമുദ്രത്തിൽ ചേരും. അപ്പൊ എന്താ? ആ ഒരു സത്യത്തെ നീ അറിയണം. ഓരോ ദിവസവും നമ്മള് 9 ദ്വാരങ്ങളുള്ള കുടത്തിലിരിക്കുന്ന വെള്ളം പോലെയാണ്. 9 ദ്വാരങ്ങളിലൂടെയും അത് നമ്മുടെ ആയുസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് നവദ്വാരേ ഒരേ ദേഹി. ഈ ശരീരത്തിന് ഈ കുടം പഴയതാവും, അത് ഉടഞ്ഞു പോകും. അപ്പോ എന്താ നമ്മൾ ചെയ്യേണ്ടത്?
വന്നി സന്തപ്ത ലോഹസ്ഥ, ഇത് ലക്ഷ്മണന് കൊടുക്കുന്നതാണ്. പക്ഷെ ഇവിടെ അത് എടുത്തു പറയുന്നുണ്ട്. വന്നി സന്തപ്ത ലോഹസ്ഥാം ബിന്ദുന മർത്യജന്മം ക്ഷണഭങ്കുരം. ഒരു ചൂട് പിടിച്ചു കിടക്കുന്ന ഒരു ചട്ടിയില് ഒരു തുള്ളി വെള്ളം വീഴുമ്പോൾ എത്ര സമയം നിൽക്കുന്നു, അതുപോലെ ആ വെള്ളം ഒരു ക്ഷണം കൊണ്ട് അപ്രത്യക്ഷപ്പെടുന്ന പോലെ വന്നി ചൂട് കൊണ്ട് ലോഹസ്തമാം ബിന്ദു, ഒരു തുള്ളി വെള്ളം വീണാല് ഒരു എങ്ങനെയാണോ അത് ഇവാപ്പറേറ്റ് ചെയ്ത് പോണ പോലെ ഒരു താമരയിലയില് ഒരു ജലം എത്ര സമയം നിൽക്കുന്നു, അതിങ്ങനെ ആടി 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 എപ്പോഴാണോ ആ താമര ഒന്ന് അനങ്ങുമ്പോ ഈ ജലം എന്ത് ചെയ്യും, മറ്റേ ജലത്തിൽ ചേർന്ന് പോകും. താമര എന്ന് പറയുന്നത് ഒരു ഹോൾഡർ മാത്രമാണ്, അതിങ്ങനെ നിൽക്കുന്നു. അതിനകത്ത് നമ്മൾ കാണും താമരയിലെ ജലം, അതായത് താമര ഇലയുമായിട്ട് ചേരാതെ നിൽക്കുന്ന ഒരു തുള്ളി ജലം. അത് നമ്മൾ ഈ പ്രപഞ്ച വസ്തുക്കളിൽ ചേരാതെ നിൽക്കുന്ന ആ വസ്തുവാണ് നമ്മുടെ ശരീരമായിരിക്കും. ബിക്കോസ് ഈ പ്രപഞ്ചത്തിലെ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള ഈ ശരീരം എത്ര കാലം ഇവിടെ നിൽക്കും നമുക്കറിയില്ല. ഈ വെള്ളം എന്ത് ചെയ്തു, ഒരു കാറ്റ് വന്നപ്പോ ഈ താമരയില ഒന്ന് അനങ്ങിയപ്പോ ഈ വെള്ളം മറ്റു വെള്ളത്തിൽ ചേർന്ന് അത് സമുദ്രമായിട്ട്, ഇല്ലെങ്കിൽ ഒരു പോണ്ടായിട്ട്, ഒരു കുളമായിട്ട് തീർന്നു. അപ്പോ നമ്മളൊക്കെ ഈ പറഞ്ഞ ഈ ഒരു തുള്ളി വെള്ളം എന്ന് പറയുന്ന നമ്മുടെ ശരീരമാകുന്നു. അതെന്ത് ചെയ്യണം, നമ്മൾ ഒരിടത്ത് ലയിക്കേണ്ടവരാണ്. എതിർച്ചയാ എങ്ങനെയോ വന്നു മനുഷ്യ ജന്മമെടുത്ത്, അതിൽ നമ്മൾ അഹങ്കരിക്കേണ്ട, ആ കർത്തൃത്വ ബോധവും വേണ്ട. ഞാൻ ചെയ്യണു, ആരോ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണം, ആരോ ആവട്ടെ, ഇഷ്ടദേവതയാവട്ടെ. അത് കഴിയുമ്പോ എന്താ, നമ്മള് ഈ പറഞ്ഞ ശരീരം വിട്ടുപോകണം. ചക്ഷുശ്രവണ കളസ്തമാം ദർദുരം, നമുക്കറിയാം, ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഭക്ഷണത്തിന് അപേക്ഷിക്കുക, കാലമാകുന്ന പെരുമ്പാമ്പിന്റെ വായിലോട്ട് പോകുന്ന തവള എന്താ, നാക്ക് നീട്ടി ഓരോന്നോരോന്ന് ഈ പിന്നെയും ആ ഒരു ക്ഷണമായിട്ടിരിക്കുന്ന ആ നാക്കിൽ ഒരു ഈച്ചയെ കിട്ടി അത് വിഴുങ്ങുക. ബിക്കോസ് അതേ വിഴുങ്ങിക്കൊണ്ടിരിക്കുക, അത് മരിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം. ജനിച്ചപ്പോ തന്നെ നമ്മുടെ ഒരേ ഒരു മിത്രം, സന്തത സഹചാരിയായിട്ട് ആരാ ഉള്ളത്, മൃത്യു, മരണം. ശരീരം എന്ന് പറയുന്നത് അത് വിട്ടുപോകണം. അത് എന്ന് പോകുമെന്ന് അറിയാൻ വേണ്ടി ഇദ്ദേഹം നമ്മുടെ ചിത്രഗുപ്തനെ കൂടെ അയച്ചിട്ടുണ്ട്. ഓരോന്നായിട്ട് ഉള്ളിനകത്തിരുന്ന് ഇങ്ങനെ സീൽ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മള് ജനിച്ചവർക്കെല്ലാം മരണമുണ്ടല്ലേ. എവിടുന്നാ ഈ മൃത്യു വന്നത് ചോദിക്കുന്നു. സത്യം എവിടുന്ന് വന്നു, സത്യം എങ്ങു നിന്നോ വരുന്നു, വന്ന വഴിക്കത് പോകുന്നു, കാണാത്ത സ്വർണ്ണ ചിറകുകൾ തേടി. ആ ഒരു സ്വർണ്ണച്ചിറകുകൾ എന്താ, നമുക്ക് മുക്തി, മോചനം, സത്യം യഥാർത്ഥമായിട്ടുള്ളത് ആ സത്യം മൃത്യുവാണ്. ആ മൃത്യു എവിടെ നിന്ന് വരുന്നു എന്ന് നമുക്കറിയില്ല. നമുക്കൊന്നേ അറിയാവൂ, നമ്മുടെ കൂടെ അത് എപ്പോഴും ഉണ്ട്. എപ്പോഴും വേണമെങ്കിലും നമ്മൾ അതിന് കീഴടങ്ങേണ്ടി വരും. നമ്മൾ മാത്രമല്ല, നമ്മുടെ കൂടെ ഉള്ളവരും. അപ്പൊ അതിൽ ദുഃഖിക്കരുത്. ബിക്കോസ് അവര് പാമ്പിന്റെ ചട്ട ഉപേക്ഷിക്കണ പോലെ അവരുടെ ആ കർമ്മം കഴിഞ്ഞിട്ട് അവര് ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് അവരുടെ ശരീരം. ആ ഉപേക്ഷിക്കാൻ കാരണം അവരല്ല, ഇത് നിയന്ത്രിച്ച ഒരു ശക്തിയാണ്. അതാണ് നമുക്ക് ഉൾക്കൊള്ളേണ്ടത്. ഒരു സാധനയില് ഏറ്റവും വലുത് അവിടെ ഞാൻ എന്നുള്ള കർത്തൃത്വ ബോധമില്ല. ഞാൻ ചെയ്യുന്നു, അത് വിട്ടേക്കുക, കംപ്ലീറ്റ് വിടണം. അതിനാണ് അമ്മയെ നമ്മൾ ശരണാഗതി ചെയ്യുന്നത്. അമ്മ, ഇത് ഞാനല്ല. ഈ ഞാൻ എന്ന് പറയുന്നത് എന്റെ ഹൃദയ ഗുഹയിലിരിക്കുന്ന അമ്മയാണ്. ആ കർത്തൃത്വം നമ്മൾ ആർക്ക് കൊടുക്കണം, അമ്മയ്ക്ക് കൊടുക്കണം. ആ അമ്മയ്ക്ക്, അതായത് ആയുസ് പോകുന്നത് ഏതും അറിയില്ല. എന്താ നമ്മൾ അറിയാത്തത്, മായാ സമുദ്രത്തിൽ മുങ്ങിക്കിടക്കല്ല അമ്മ. അമ്മയുടെ മായ, ഈ ഇല്ലാതെ മായയിടും ഉല്ലാസം ഒന്ന്, അറിവല്ലാതെ ഇല്ലനലനും കല്ലാഴിയും കടലും ഇല്ലാതെ ശൂന്യതയും എല്ലാം ഒരാദി അറിവായി. തല്ലാഘവം പറയിൽ ഇല്ലാരണം മതി, തല്ലാടുകില്ല മതി. നമുക്ക് എന്താ വേണം, സല്ലാഭം ഒന്നു മതി, എല്ലാവരും തിരയും ഉല്ലാഘബോധ ജനനി. ആ ബോധജനനിയായിട്ടിരിക്കണം. അല്ലയോ അമ്മേ, അമ്മ ഇടുന്ന മായ എല്ലാം ഇല്ലാത്തതാണെന്ന് ഞാൻ അറിഞ്ഞു. അമ്മ കാറ്റും മഴയും സമുദ്രവും എല്ലാമായിട്ട് പല പല മായകള് ഇട്ട് മറക്കുകയാണ്. പക്ഷെ എനിക്ക് എല്ലാവരും തിരഞ്ഞു നടക്കുന്ന ആ ഒരു ഉല്ലാസം, എനിക്ക് സന്തോഷം, എന്റെ ആത്മതത്വത്തെ അറിയണം. ആ സ്ഥലത്ത് എന്നെ എത്തിക്കും അമ്മേ. എനിക്ക് എന്താ വേണം, എനിക്ക് സല്ലാഭം, എനിക്ക് ആ സത്തിന്റെ ലാഭം, ആ ഉണ്മയുടേത്, ആ സച്ചിത്ത് ആനന്ദം, ആ ലാഭം മതിയമ്മ. എനിക്ക് വേറെ ഒന്നും വേണ്ടെന്ന് ആര് പറയണോ, ശ്രീനാരായണ ഗുരുദേവൻ പറയുകയാണ് ജനനി നവരത്ന മഞ്ജരിയില്. അതുപോലെ നമ്മൾ എന്താ ഇത് അറിയാതെ പോകുന്നത്, മായാസമുദ്രത്തില് മുങ്ങിക്കിടക്കണം. അപ്പൊ നമ്മൾ എന്ത് പറയണം, എല്ലാ മനുഷ്യനും ഈ ക്ഷണഭങ്കുരമായിട്ടുള്ള ആയുസിനെ അറിയണം. മൃത്യു തന്റെ സന്തത സഹചാരിയാണെന്ന് അറിയണം. വേർപിരിയല് തീർച്ചയാണ്, പിരിഞ്ഞേ പറ്റൂ. സംയോഗം വിയോഗമാണ്, വിയോഗം സംയോഗമാണ്. ഇതിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. ധീരന് ഈ ദുഃഖങ്ങള് കുറെ കരയോ, കുറെ എന്താ പറയാ നെഞ്ചിലടിക്കോ ഒന്നും വേണ്ട. ഇപ്പൊ ധീരൻ എന്ത് ചെയ്യണം, ഇത് ഭൂഷണമല്ല. ഒരു സാധകന് ഇത് ഭൂഷണമല്ല, അക്സെപ്റ്റൻസ് വരണം അവിടെ. അതായത് അശോച്യൻ അന്യശോചിത്വം പ്രജ്ഞാം വാംസാസ ഭാഷതെ. ഗീതയിൽ എന്താ പറയണ ഭഗവാൻ, കരയരുത്, കാരണം ജാതസ്യ ഹി ധ്രുവോ മൃത്യു. മൃത്യു എന്താ, ഈ ജനിച്ചവനെല്ലാം മരിക്കും, മരിച്ചവനോ ജനിക്കും. അപ്പൊ ഇതെന്താ, തസ്മാത് അപരിഹാര്യാർത്ഥ, ഇത് പരിഹാരമില്ലാത്ത ഒരു കാര്യമാണ്. അല്ലയോ അർജുന, നീ ഇത് അക്സെപ്റ്റ് ചെയ്യൂ. മരണഭയമില്ലാതെ ജീവിതത്തെ നേടണം. ഇതെല്ലാം കേട്ടിട്ടും എന്താ, ഭരതന് വീണ്ടും 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 രാമനോട് എന്താ ആ സ്നേഹം, അറ്റാച്ച്മെന്റ് അങ്ങോട്ട് വിടുന്നില്ല. എല്ലാം കേട്ടിട്ടും പിന്നെ എന്താ,
എനിക്ക് പറ്റൂല 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 എന്ന് പറയാണ്, എനിക്ക് രാമൻ വരണം എന്ന് പറയാം. പക്ഷെ രാമനോ, സ്ഥിതപ്രജ്ഞനായ രാമൻ അവിടെ നിന്നിട്ട് എന്താ, ലക്ഷ്മണൻ അല്ല സോറി ഭരതനോട് പറയുകയാണ്. കൂടെ നിന്നവര് കരയുന്നു, അമ്മമാര് കരയുന്നു, കൂടെ എന്താ വസിഷ്ഠ ഗുരു പോലും പറയുന്നു രാമ വരൂ, സാരയില്ല, ഈ പറഞ്ഞ ഭരതൻ ഇത്രയും വിളിക്കുകയല്ലേ, അദ്ദേഹത്തിന് രാജ്യഭാരം വേണ്ടാന്ന് പറയല്ലേ, ഞാൻ ഗുരുസ്ഥാനമാണ്, നീ വരൂ എന്ന് പറയാം. പക്ഷെ രാമനോ, അദ്ദേഹം പറയണം അച്ഛന് കൊടുത്ത വാക്ക് നിറവേറ്റാത്ത പുത്രൻ ഗയാശാർദം ചെയ്തിട്ട് പോലും ഫലമില്ല. 28 നരകങ്ങളിൽ ഒന്നായിട്ടുള്ള പുംനാഗ നരകത്തിൽ നിന്ന് ത്രാണനം ചെയ്യിക്കുന്നവനാണ് പുത്രൻ. ഞാൻ ആ ധർമ്മം, അതായത് സത്യം എനിക്ക് പാലിച്ചേ പറ്റുള്ളൂ. ഈ പ്രപഞ്ചവും സ്വർഗവും തന്നെ പ്രവർത്തിക്കുന്ന ഒരു സത്യമുണ്ട്. ആ സത്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സത്യവാക്കെന്ന് പറയുന്നത്. ഈ സത്യം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ വാക്കുകൊണ്ട് പറയുന്ന സത്യമാണോ? ഒരിക്കലുമല്ല. സത്യം എന്ന് പറയുന്നത് സത്ത, ഉണ്മ. ആ ഉണ്മ, അതായത് ഒരിക്കലും നശിക്കാത്ത, കാലം കൊണ്ടോ കാലത്തിന്റെ നാമരൂപങ്ങൾ കൊണ്ടോ മാറാത്ത നിൽക്കുന്ന ആ പ്രപഞ്ച രഹസ്യമായിട്ടിരിക്കുന്ന ആ സത്യം, അതിനെയാണ് സത്യം എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ അതിനെ എന്താ പറയാ, സത്യം പറയൂ, എല്ലാത്തിനും തൊട്ടും സത്യം ചെയ്യും ഇല്ലേ, ആ സത്യം, ഈ സത്യം, മറ്റേ സത്യം, ഒരു ചെറിയ ചോറുണ്ടെന്നെ സത്യം, നാളെ സത്യം ചെയ്യും, ഇങ്ങനെയൊക്കെ പറയില്ലേ. സത്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഉണ്മയാണ്, എക്സിസ്റ്റൻസ് ആണ്. അതിൽ നിന്നാണ് ചിത്ത് ഉണ്ടാകുന്നത്. ആ ചിത്താണ് ചിത് ശക്തി പ്രവർത്തിക്കുന്നത്. അപ്പോ നമ്മൾ ഭാഗവതം തുടങ്ങുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്, സത്യം പരം ധീമഹി, സത്യമായിരിക്കണം നിന്റെ ധീയെ, നിന്റെ ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്നത്. അതാണ് അത് അവസാനിക്കുന്ന, ഭാഗവതം അവസാനിക്കുന്ന എങ്ങനെ, സത്യം പരം ധീമഹി എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന, അതായത് സത്തായിരിക്കുന്നതിനെ അറിയുക. അതാണ് ഓരോ വാക്കും നിന്റേത് സത്യമായിട്ട് തീരട്ടെ. അതായത് അമ്മമാരും ഗുരുവും എല്ലാം പറഞ്ഞിട്ട് മാറാത്ത രാമന്റെ മുമ്പില് ഭരതൻ എന്ത് ചെയ്യണു, ദർഭ വിരിക്കുകയാണ്. പണ്ടത്തെ കാലത്ത് ദർഭ വിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഒരു പ്രവേശം നമ്മുടെ ശരീരത്തെ ഇല്ലാതാക്കാൻ. പണ്ട് നമ്മൾ ഇവിടെ നിരാഹാരം കിടന്ന് ചിക്കൻ തിന്നുന്ന പോലെയല്ല. പണ്ട് ഒരാള് മരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉടനെ പറയും എന്ത് ചെയ്യും, മരണത്തെ വരിക്കാൻ വേണ്ടി ഉപവാസം ചെയ്യും. അതിനാണ് പായോപവേശം എന്ന് പറയുന്നത്. തന്റെ ആ ഉപവാസം കൊണ്ട്, ഭക്ഷണം കഴിക്കാതെ ശരീരത്തെ, സ്ഥൂല ശരീരത്തെ ക്ഷയിപ്പിച്ച് തന്റെ സൂക്ഷ്മ ശരീരത്തെ എത്തേണ്ടടുത്ത് എത്തിക്കും അവര് അതിന് ആദ്യം കിടക്കുന്ന ദർഭ, നമ്മള് പിതൃകർമ്മത്തിന് ഉപയോഗിക്കുന്ന ദർഭയാണ്. ആ ദർഭ വിരിച്ചിട്ട് എന്ത് ചെയ്തു, ഭരതൻ പറയണം, അല്ലയോ സുമന്ത്രരുടെ അടുത്ത് പറയണം, ഇനി എനിക്ക് പറ്റില്ല, എന്റെ ജ്യേഷ്ഠൻ ഇത്രയും ഞാൻ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ എനിക്കിനി മരണം തന്നെ, ഞാൻ മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ദർഭ വിരിച്ച് ദർഭയിൽ കിടക്കാൻ പോവാണ്. അവസാനം രാമൻ എന്ത് ചെയ്തു, രാമൻ പറഞ്ഞു, കുഞ്ഞെ നീ അരുതാത്തൊന്നും ചെയ്യരുത്, നമുക്ക് അച്ഛനോ പോയി, നമുക്കൊരു ധർമ്മമുണ്ട്, നമ്മള് സൂര്യവംശജരാണ്, നമുക്ക് ഭരണം, ആ പ്രജകളെ ഇങ്ങനെ ഇടുന്നത് ഒരിക്കലും ശരിയല്ല. ഇപ്പൊ ലക്ഷ്മണനില്ല, ഞാനില്ല, നീയാണ് അടുത്ത ആള്, ശത്രുഘ്നൻ നിന്നെ സഹായിക്കും, നീ പോയേ പറ്റൂ, ഇത് രാമന്റെ ആദേശമാണ്, നിർദ്ദേശമാണ്, ആഗ്രഹമാണ്. നിനക്ക് എന്നോട് ഒരു ശകലമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നീ അത് അനുസരിച്ചേ പറ്റൂ. നീ ശരീരം വെടിഞ്ഞാൽ ആര് നാളെ ഈ ഭരണം, ഞാൻ 14 വർഷം കഴിഞ്ഞ് വരുമ്പോ എനിക്ക് നീ തിരിച്ചു തരൂ രാജ്യഭാരം, അതുവരെ നീ ഇത് ഭരിച്ചേ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോ ഭരതന് കുറച്ച് മനസ്സിന് മാറ്റം വന്നു. വസിഷ്ഠൻ പറയാണ്, രാമനെ മാറ്റാൻ പ്രകൃതി ശക്തിക്ക് പോലും, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും വിചാരിച്ചാൽ പോലും രാമന്റെ ധൈര്യം, രാമന്റെ ബലം, രാമന്റെ നിശ്ചയദാർഢ്യം, അദ്ദേഹത്തിന്റെ ധർമ്മബോധം, നീതിബോധം മാറ്റാൻ ആർക്കും പറ്റില്ല. ഇത് തന്നെ യുഗങ്ങളായിട്ട് രാമന്റെ പ്രഭാവം, ഇത് തന്നെ രാമതത്വം, ഇത് തന്നെയാണ് ഒരു സാധകന് വേണ്ടത്. യഥാർത്ഥ ഒരു സാധകൻ, യോഗം ചെയ്തവനാണ് രാമൻ. ആ സത്യത്തിലേക്ക് തന്റെ ഉള്ളിലുള്ള ആ മഹാശക്തിയുമായിട്ട് യോഗം പ്രാപിച്ചവനാണ് രാമൻ. രാമതത്വത്തെ കടക്കാൻ ഒരു ജന്മത്തിൽ, ഒരു യുഗത്തിലും ആർക്കും പറ്റില്ല. രാമൻ യുഗങ്ങൾ ഉള്ളോടത്തോളം കാലം അദ്ദേഹത്തിന്റെ ചരിതവും വാഴ്ത്തപ്പെടുന്ന. ആര് പറയണോ, വസിഷ്ഠ ഗുരു, അദ്ദേഹത്തിന്റെ കുലഗുരു അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയാണ്. അതാണ് ദാർഢ്യം. ആര് വന്ന് പറഞ്ഞാലും മാറില്ല. ശരിയെന്ന് തനിക്ക് തോന്നുന്നത് ചെയ്യുക, അത് ശരി തന്നെയല്ലേ. തീർച്ചയായിട്ടും അച്ഛന്റെ വാക്കെന്ന് പറയുന്നത് ഒരു വലിയ വാക്കാണ്. ആ ഒരു മാത്രമല്ല, തന്റെ നിയോഗങ്ങളിലൂടെ തനിക്ക് സഞ്ചരിച്ചേ തീരുള്ളൂ. അങ്ങനെ രാമൻ എന്ത് ചെയ്യുന്നു, തന്റെ പാതകങ്ങള്, തന്റെ തന്നെ കാണുന്നതിന് തുല്യമായിട്ട് തന്റെ പാതകങ്ങൾ കൊടുക്കുകയാണ്. ആർക്ക്, നമ്മുടെ ഭരതന്. അദ്ദേഹം പാതകം ശിരസിൽ വെച്ച് രാമനായിട്ട് സങ്കല്പിച്ചു. നമുക്ക് പാതകത്തിന്റെ എന്താ പറയാ, വളരെ ഇമ്പോർട്ടന്റ് ആണ് സാധനയിൽ. എന്താ പാതകം, പാതകത്തില് സാധന എന്താണ്, നമ്മൾ തുടങ്ങുന്നത് തന്നെ എന്താ, ഗുരുപാതക മന്ത്രം ജപിച്ചിട്ടാണ്. ഗുരുവിന്റെ പാതകം, ഗുരു അല്ലയോ ഭഗവാനെ, എന്റെ ഗുരുവായിട്ടിരിക്കുന്ന ആരാണോ അദ്ദേഹത്തെ നമ്മൾ പിന്തുടരാൻ നമ്മളിതാ സത്യവാക്ക് കൊടുക്കുകയാണ്. ആ പാതകങ്ങൾ ശിരസിൽ വയ്ക്കുകയാണ് നമ്മൾ. ശിരസ് എന്ന് പറഞ്ഞാൽ തന്റെ സഹസ്രാര പത്മം, എവിടെയാണോ ശിവനും ശക്തിയും ഇരിക്കുന്നത് അവിടെ ആ പാതകങ്ങളെ വെച്ചിട്ട് നമ്മൾ ഗുരുമന്ത്രം ജപിക്കുകയാണ്. എന്താ ഗുരുമന്ത്രത്തിന്റെ പ്രാധാന്യം? ഗുരുപാതക മന്ത്രം നമ്മൾ കണ്ടിട്ടുണ്ട്, ശങ്കരാചാര്യരെ വിരചിത ഗുരുപാതക സ്തോത്രം ഇല്ലേ, അനന്ത സംസാര സമുദ്രധാര നൗകായുധാഭ്യാം ഗുരുപാതുകാഭ്യാം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ.
കാമാദി ദോഷങ്ങളെ ഇല്ലാതാക്കി വിവേക വൈരാഗ്യങ്ങളെ കൊടുക്കുന്നതാണ് ഗുരുപാദുകങ്ങൾ, അല്ലെ? സ്വസ്വരൂപ നിരൂപണ ഹേതവേ സ്വഗുരവേ. എന്താ നമ്മൾ പറയണത്? എന്റെ സ്വരൂപത്തെ നിയന്ത്രിക്കാൻ എനിക്ക് കാണിച്ചു തരുന്ന, ആ നിരൂപണം ചെയ്യാൻ എനിക്ക് കഴിവുണ്ടാക്കുന്ന അല്ലയോ ആ ഗുരു തത്വമേ. ശിവപാർവതിമാരാണ് നമ്മുടെ ഗുരുക്കന്മാർ, ആ ജഗത് മാതാപിതാക്കളാണ്. അപ്പൊ ആ ഗുരുപാദുകം എവിടെയാ? നമ്മുടെ ശിരസിലാണ്. അതായത് നമ്മുടെ ആ സഹസ്രാരത്തിൽ, അവിടെ നിന്ന് വേണം ജ്ഞാനഗംഗ ഒഴുകി വരാൻ. ബിക്കോസ് ശിവന്റെ ശിരസിലിരിക്കുന്ന ആ ഒരു ജടയിൽ നിന്ന് ഒഴുകുന്ന ജ്ഞാനഗംഗ നമ്മളെ ഓരോരുത്തരെയും 72,000 നാഡീ ഞരമ്പുകളെ നനച്ചിട്ട് നമുക്കെന്താ ആ പാപകർമ്മങ്ങളെയൊക്കെ മാറ്റി നമ്മളെ വേറൊരു തലത്തിൽ കൊണ്ടുവന്ന് യഥാർത്ഥ സ്വരൂപത്തെ കാണിച്ചു കൊടുക്കുന്നത്. അതാണ് കാമാദി ദോഷങ്ങളെ ഇല്ലാതാക്കുന്നത്. എന്നിട്ട് എന്ത് തരും? നമുക്ക് വിവേക വൈരാഗ്യങ്ങൾ തരും. അതുകൊണ്ടാണ് ഏത് സാധനയിൽ പ്രവേശിക്കുമ്പോഴും നമ്മൾ ആദ്യം ഗുരുപാദുകങ്ങളെ ജപിക്കുന്നത്. ഗുരുപാദുകം എന്ന് പറയുന്നത് ആ ഗേറ്റ് വേ ആണ്. ഒരു സാധനയിലോട്ട് പ്രവേശിക്കണമെങ്കിൽ ഗുരുപാദുക സ്മരണയില്ലാതെ നമുക്ക് അതിനകത്ത് കയറാൻ പറ്റില്ല. കാരണം ഗുരു എന്ന് പറയുന്നത് ഗുകാരം, നമ്മുടെ ഉള്ളിലുള്ള ആ അജ്ഞാനത്തെ, ഇരുട്ടിനെ ഇല്ലാതാക്കുന്ന രകാര മന്ത്രം, രാമമന്ത്രമാണ്, ആ ഒരു അഗ്നിമന്ത്രമാണ്. അപ്പൊ ഗുരുവിനെ സ്മരിക്കാതെ ആ ഗുരുപരമ്പരയിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാരും പറയില്ലേ, ഗുരുമന്ത്രം ജപിക്കാതെ, ഗുരുമന്ത്രം കിട്ടാതെ ഒരു സാധകന് ഒരു തലത്തിലും ഉയരാൻ പറ്റില്ല. നമ്മൾ ഉദ്ധവരെ നോക്കൂ. ഉദ്ധവർ എന്താ ചെയ്യണേ? ശ്രീകൃഷ്ണന്റെ ഉപദേശം എല്ലാം കേട്ട്, ഉദ്ധവ ഉപദേശം എന്ന് പറഞ്ഞ മുഴുവനും നമ്മൾ കേട്ടിട്ടുണ്ട്. ഭഗവാന്റെ പാദുകങ്ങള്. ഇപ്പൊ കൃഷ്ണൻ എന്തായാലും അദ്ദേഹം വരില്ല എന്ന് മനസ്സിലായി. ഉദ്ധവന്റെ അടുത്ത് പറയുന്നു, നീ പൊക്കോളൂ, നീ പോയി എന്താ പറയാ ബദരി ആശ്രമത്തിൽ ചെന്ന് തപസ് ചെയ്യൂ എന്നൊക്കെ പറയുമ്പോ എന്താ, അങ്ങയുടെ പാദുകങ്ങൾ എനിക്ക് തരൂ, അങ്ങയുടെ കാൽപാദങ്ങൾ. അതായത് ആ പാദുകങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്ത് മെതിയടിയായിട്ട് സ്വീകരിച്ചു ആ പാദങ്ങൾ, അതായത് ആ തത്വത്തെ എനിക്ക് പിന്തുടരാൻ അങ്ങയെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാരണം, ഒരു ബാഹ്യമായിട്ട് അദ്ദേഹത്തിന്റെ മെതിയടി അത് കാണുമ്പോൾ ഞാൻ അങ്ങയെ ഓർമ്മിക്കട്ടെ, അങ്ങയിലൂടെ എന്റെ ഗുരുപരമ്പരയെ ഓർമ്മിക്കട്ടെ, ആ സത്യത്തിൽ ഞാൻ എത്തിച്ചേരട്ടെ എന്നാണ് പാദുകത്തിന്റെ അർത്ഥം. അദ്ദേഹം എന്താ ചെയ്യണ? ബദരികാശ്രമത്തിൽ ഈ ശ്രീകൃഷ്ണന്റെ പാദങ്ങൾ ശിരസിൽ വെച്ചിട്ടാ പോണത്. എല്ലാരും പാദക മന്ത്രം ശിരസിൽ ജപിക്കാൻ കാരണം എന്താ? ആ ശിരസിലിരിക്കുന്ന, ഉത്തുംഗ ശൃംഗത്തിലിരിക്കുന്ന, ആ മേരുപർവ്വതത്തിന്റെ മേളിലിരിക്കുന്ന, ആ മൂലാധാരത്തിൽ കിടക്കുന്ന നമ്മുടെ ബോധമണ്ഡലത്തെ ഉയർത്തി എവിടെ ചെല്ലണം? നമ്മൾ ഗുരുവിന്റെ അടുത്ത് ചെല്ലണം. ഗുരുവിന്റെ സഹായത്തോടുകൂടി സഹസ്രാരത്തിലിരിക്കുന്ന ആ ഉയർന്ന തലത്തിലേക്ക് നമ്മുടെ ആ ഒരു കാഴ്ചപ്പാടിനെ മാറ്റുക. അതാണ്. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ രാമന്റെ പാദകങ്ങള് ഭരതന് കൊടുക്കുകയാണ്. അദ്ദേഹം എന്താ അവസാനം ഭരതൻ രാമപാദകങ്ങളെ തന്റെ ശിരസിലേറ്റി കരഞ്ഞുകൊണ്ട് കണ്ണുനീർ വാർത്തുകൊണ്ട് പോവാണ്. എന്താ? അദ്ദേഹം വന്നില്ല, പക്ഷെ രാമപാദകങ്ങളും എനിക്ക് ഉണ്ടല്ലോ, അങ്ങ് എങ്ങനെയാണോ രാജ്യം ഭരിച്ചത്? അതാണ് ഒരു സത്യവാക്കാണ് അവിടെ പാദുകങ്ങൾ എന്ന് പറഞ്ഞാൽ. ഞാൻ സത്യം ചെയ്യുന്നു, ഗുരുവിനെ സ്മരിക്കുന്നു, അദ്ദേഹം തന്ന നിർദ്ദേശങ്ങള് ഒരു കടുകിട വിടാതെ എന്റെ സാധനയില് ഞാൻ പിന്തുടരാം. അതിന് ഞാനിതാ സത്യം ചെയ്യുന്നു. നമ്മുടെ ഹംസ സോഹം ഹംസ എന്ന് പറയുമ്പോ എന്താ? എന്റെ പ്രാണൻ ഉള്ളിടത്തോളം കാലം എന്റെ ഇൻഹെയിലിംഗ് എന്റെ എക്സെയിലിംഗ് പ്രാണനെ സത്യം ചെയ്ത് ഞാൻ പറയണു. എന്താ? ഈ പറഞ്ഞ ഗുരു എന്താ പറയുക, സ്വരൂപ നിരൂപണ ഹേതവേ, ഞാൻ ഈ പാത്തിൽ വന്നിരിക്കുന്നത്, ഈ ഒരു സാധനാ മാർഗം സ്വീകരിച്ചിരിക്കുന്നത് എന്തിനാണ്? എന്റെ സ്വരൂപത്തെ അറിയാനാണ്. അത് ഞാൻ ചെയ്യും എന്ന് ഗുരുവിന്റെ പാദങ്ങൾ തൊട്ട് ഞാൻ ഇതാ സത്യം ചെയ്യുന്നു എന്നാണ് ഗുരുപാദക മന്ത്രത്തിന്റെ അർത്ഥം തന്നെ. അപ്പൊ എന്താ ഇദ്ദേഹം ആ ഗുരുപാദകം ഏറ്റവും ഉയർന്ന സിംഹാസനത്തിൽ തന്നെ വയ്ക്കണം. ഈ ഭരതൻ എന്താ ചെയ്യുന്നത്? രാമപാദകങ്ങളെ നന്ദി ഗ്രാമത്തിൽ ചെന്ന് അവിടെ ഒരു ചെറിയ പർണശാല കെട്ടി, എങ്ങനെയാണോ രാമൻ താമസിച്ചത് ആ അദ്ദേഹത്തിന്റെ ഒരു സിംഹാസനം കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ട് തന്റെ ഈ 2 പാദകങ്ങളെ ആ സിംഹാസനത്തിൽ വെച്ച് ദാസനായിട്ട്, അതായത് രാജ്യഭരണം ചെയ്യുന്നത് രാമതത്വത്തിൽ ഉൾക്കൊണ്ട്, രാമൻ ഉണ്ടെന്നുള്ള ഒരു ചിന്തയോടുകൂടി ആ കസേരയിൽ ഇരിക്കുന്ന പാദകങ്ങൾ രാമനെ റെപ്രസെന്റ് ചെയ്തതാണെന്ന് കാണിക്കാൻ വേണ്ടി അവിടെ വെച്ചിട്ട് അദ്ദേഹം എങ്ങനെയാണോ രാമൻ കിടന്ന് വെറും നിലത്ത് പാവിരിച്ച് അതേ ഭക്ഷണം കഴിച്ചിട്ട് അതേപോലെ 14 വർഷം ഭരതൻ രാജ്യം ഭരിക്കുകയാണ്. നോക്കൂ, ഇതാണ് ശരിക്കും രാജ്യഭക്തി, ഇതാണ് ജ്യേഷ്ഠ സ്നേഹം, ഇതാണ് ധർമ്മം. നമുക്ക് ഇതെല്ലാം ഓരോന്നെടുത്ത് നോക്കിയാലും നമുക്ക് കാണാം ഈ പറഞ്ഞ സംഭവങ്ങളിൽ എന്താണെന്ന്. നമുക്കറിയാം, തിരുവനന്തപുരം കൊട്ടാരത്തിലെ മഹാരാജാവ് ഉടവാള് പിടിച്ചാണ് പോകുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ട് ആറാട്ടിനൊക്കെ. അദ്ദേഹം എന്താ ഈ പറഞ്ഞ പത്മനാഭദാസനാണ്. ഈ പറഞ്ഞ വാളിനെ കൊണ്ടുവന്ന് എവിടെ വെക്കും? പത്മനാഭസ്വാമി കോവിലിന്റെ ആ ഒരു ശ്രീപത്മനാഭനായിട്ടിരിക്കുന്ന മഹാവിഷ്ണുവിന്റെ പാദപത്മങ്ങളിൽ വെച്ചിട്ട് ഇതാണ് എന്റെ ഉടവാള്, ഇതിനെ സാക്ഷി നിർത്തി പത്മനാഭദാസനായിട്ട് ഞാൻ ഭരിക്കുന്നു. എവിടെ ദാസ്യഭാവം വരണം? അല്ല, ഞാൻ ഭരിക്കുന്നു, എന്റെ സിംഹാസനം എനിക്ക് തന്നു, അത് എത്ര കാലം നിലനിൽക്കും?
വളരെ ചുരുങ്ങിയ കാലം ഇല്ലേ, അദ്ദേഹത്തിന്റെ കാലഹരണപ്പെടുമ്പോൾ അടുത്ത ആള് വന്ന് സിംഹാസനത്തിൽ ഇരിക്കും. അപ്പോ ഇതൊരു ഫ്ലോ ആണ്, നമുക്ക് ഒന്നിനെയും പെർമനന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. അപ്പൊ എന്താ ആ പത്മനാഭദാസൻ എന്ന് പറയുമ്പോൾ എന്താണോ ഭഗവാന്റെ നിശ്ചയം, അതായത് ഈശ്വരൻ അടിയറ വെച്ചിട്ട് ആ കൈകളിലെ കരുക്കളാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഭരണം നടത്തുമ്പോൾ അതെന്താ സത്യത്തിനും ധർമ്മത്തിനും അടിസ്ഥാനപ്പെടുത്തിയേ ചെയ്യാൻ പറ്റൂ. അവിടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു മോട്ടീവ് ഇല്ല. അത് നമ്മൾ കിട്ടുന്ന ആ വിഹിത കർമ്മം നമ്മൾ എന്താ അനുഷ്ഠിക്കേണ്ടത്? ധർമ്മം വേണം. ദശരഥൻ കൊടുത്ത വാക്ക് ഭരതൻ രാജ്യം ഭരിക്കണം, അതായത് രാമൻ കാട്ടിൽ പോകണം. രണ്ടും അച്ഛൻ പറഞ്ഞത് രണ്ടും നടന്നു ഇല്ലേ? അച്ഛൻ്റെത് സത്യവാക്കായി തീർന്നു. കാരണം എന്താ? അത്രയും ഉയർന്ന മക്കളുള്ളത് കൊണ്ട്. അതുപോലെ പാലിച്ച, അതായത് ആദർശമുള്ളവരാണ് അവതാരം എന്ന് പറയുന്നത്. അല്ലാതെ ചുമ്മാ എന്തെങ്കിലും പറഞ്ഞ് കുറെ പേര് 10 പേര് കൂടി പറയുമ്പോൾ ആ നട്ടല്ലില്ലാതെ പ്രവർത്തിക്കണവരല്ല. ഒരിക്കലും നമ്മൾ ആ ഒരു തലത്തിൽ പോകരുത്. 10 പേര് പറഞ്ഞാലും 1000 പേര് പറഞ്ഞാലും ഞാനല്ല ചെയ്യുന്നത്, ഇത് എന്റെ കർമ്മമാണ്, എന്റെ ധർമ്മത്തെ നല്ലവണ്ണം മനസ്സിലാക്കി ഉറച്ചു നിൽക്കണം. അതുപോലെയുള്ളവരെ മാത്രമേ നമ്മൾ അവതാരം എന്ന് പറയൂ. രാമൻ അവതാരമാണ്. രാമന്റെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ദൃഢനിശ്ചയമാണ്. സത്യധർമ്മങ്ങളിൽ നിന്ന് അണുകിട മാറാത്ത ദൃഢത, ഇവർക്കാണ് യോഗം ഉണ്ടാവുന്നത്. അപ്പോ നമ്മൾ എന്താ ഈ യോഗം ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? സാധനയിൽ യോഗമല്ലേ നമുക്ക് ആവശ്യം. നമ്മൾ അതിനു വേണ്ടിയിട്ടല്ലേ സാധനാ മാർഗത്തിൽ പിന്തുടരുന്നത്. നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾ എന്താ ഒരു കുഞ്ഞു ശിശുവാണ്, നമ്മൾക്കൊന്നുമില്ല. പല സാധനകളിലൂടെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളർത്തുന്നവരെ പല എന്താ പറയാ എക്സ്റ്റേണൽ സർക്കംസ്റ്റൻസിനെ ആശ്രയിച്ചിരിക്കുന്നു. ഒരു കുപ്പക്കുഴിയിലാണെങ്കിലും ഒരു രാജകൊട്ടാരത്തിലാണെങ്കിലും, രാജകൊട്ടാരത്തിൽ ജനിച്ചാലും മന്ധരെ പോലുള്ളവരുടെ ഇടയിൽ വളർന്നാൽ നമുക്ക് എന്ത് മൂല്യങ്ങൾ കിട്ടും? അതേസമയം ഒരു കുപ്പ തൊട്ടി ജനിച്ചാലും ധർമ്മിഷ്ഠനായ ഒരു അച്ഛനും അമ്മയും, സത്യവാൻ സാവിത്രിയിലൊക്കെ പറയുന്ന പോലെ, ഏത് സത്യവാൻ ഒരു ഒരു കോടാലിയും കൊണ്ട് മരം മുറിക്കുന്ന ആളായിരുന്നു സത്യവാൻ. അദ്ദേഹത്തിന്റെ ആ ജനനം എങ്ങനെ? അദ്ദേഹത്തിന്റെ മാതാപിതാവ് രാജ്യം നഷ്ടപ്പെട്ടു, പക്ഷെ മൂല്യങ്ങൾ കൊടുത്തു. അപ്പൊ എവിടെ ജനിച്ചാലും ആരുമല്ലാതെ ജനിക്കണം. നമ്മൾ എന്താ പല സാധനയിലൂടെയാണ് നമ്മൾ യോഗം ചെയ്യാൻ പോകുന്നത് ഇല്ലേ? ആ യോഗത്തിൽ എത്തിച്ചേരുന്ന കാലം എന്ന് പറയുന്ന അതിലൂടെയുള്ള യാത്രയില് എന്താ നമ്മൾ ഓരോന്ന് മനസ്സിലാക്കി, ജീവിതത്തിലെ മൂല്യങ്ങളെ മനസ്സിലാക്കി, എന്തൊക്കെയാണ് മൂല്യമല്ലാത്തതിനെ ത്യജിച്ചിട്ട് മനസ്സ് എവിടെ കൊണ്ട് നിർത്താൻ പറ്റുമോ ആ ഒരു തലം, അതാണ് ശരിക്കുള്ള യോഗം. അതുകൊണ്ടാണ് പറഞ്ഞ് നമ്മളെ എന്താണ് ഭഗവത്ഗീതയിൽ കാണുന്നത് തുടങ്ങുമ്പോ മുതൽ അർജുന വിഷാദയോഗം, സാഖ്യയോഗം, ഭക്തിയോഗം, കർമ്മയോഗം, ജ്ഞാനയോഗം, എല്ലാം യോഗമാണ്. ഓരോ 18 അധ്യായങ്ങളും ഓരോ യോഗത്തിലേക്ക് നമ്മളെ നയിക്കണം. അതിലെ തത്വങ്ങളെ ഉൾക്കൊണ്ട് അത് പഠിക്കുന്ന എന്താ പറയാ ആ ഒരു മനുഷ്യന്റെ ഭഗവത്ഗീതയാവട്ടെ, ഭാഗവതമാവട്ടെ, രാമായണമാവട്ടെ, ഏത് ആധ്യാത്മിക ഗ്രന്ഥം പുരാണം പഠിച്ചാലും അതിന്റെ പുറകിലുള്ള ഉദ്ദേശം ജീവാത്മ പരമാത്മ യോഗമാണ്. ആ ഒരു ജീവാത്മാവിന് തന്റെ യാത്രയിൽ എവിടെയാണ് തന്റെ ശരീരത്തിനപ്പുറം നിൽക്കുന്ന, ഈ ലോകങ്ങൾക്കപ്പുറം നിൽക്കുന്ന, അനുഭവ മണ്ഡലങ്ങൾക്കപ്പുറം നിൽക്കുന്ന ആ ഒരു സത്യത്തെ അറിഞ്ഞ് അവിടെയോട്ടുള്ള ഒരു യാത്രയാണ്. അവിടുത്തെ യോഗം ചെയ്യാനാണ് നമ്മുടെ ഓരോരുത്തരെയും ജീവാത്മാക്കളുടെ ഒരു എന്താ പറയാ പ്രയാണം. അതിനാണ് നമ്മൾ സാധനാ മാർഗത്തിൽ പ്രവേശിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ആ സാധനയില് നന്നായിട്ട് പോവാൻ ആ ജഗദീശ്വരിയായിട്ടിരിക്കുന്ന പരാശക്തി, നമ്മുടെ ആ ഒരു ലളിതാ മഹാത്രിപുര സുന്ദരി പരാഭട്ടാരിക, ബിന്ദുവിലിരിക്കുന്ന ശ്രീചക്ര സ്വരൂപിണിയായിട്ടിരിക്കുന്ന അമ്മ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് വഴിതെറ്റാതെ കാലിടറാതെ ആ തന്റെ യോഗം ചെയ്യാൻ, തന്റെ ആത്മാവുമായിട്ട് ചേർക്കാൻ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നാളെ രാമായണ യാത്ര വീണ്ടും തുടരാം. ശ്രീമാത്രേ നമഃ.